പറയുകയാണെങ്കിൽ ഈ സൈനസ് പെയിൻസ് എന്നൊക്കെ പറയാറില്ലേ, സൈനസ് ഹെഡേക്സ് എന്നൊക്കെ. ഉണ്ട്. എൻ്റെ ചേട്ടന് നന്നായിട്ടുണ്ട് ഈ സൈനസ്. മൈഗ്രെയിൻ ഇല്ലാത്ത ഒരാളും ഇല്ല സത്യം പറഞ്ഞാൽ. എല്ലാ ഓരോരോ ഫാമിലീസിലും ഒരു മൈഗ്രെയിൻ പേഷ്യൻ്റ് ഉണ്ടാവും. ഉണ്ട്. ഈ മൈഗ്രെയിനിൻ്റെ ഒരു 80-90% വരുന്ന ഒരു ഫാക്ടർ TMJ പ്രോബ്ലം ആണ്. തുറന്നു കഴിഞ്ഞ് അടയ്ക്കാൻ പറ്റില്ല, സ്റ്റക്കായി പോകും. ഓക്കെ. ഒത്തിരി പേരുണ്ട് അങ്ങനെ. ഉണ്ടോ? അതായത് പിന്നെ ഇത് വായ തുറന്നു കഴിഞ്ഞിട്ട് ഹോട്ടലിൽ പോയിട്ട് ബർഗർ കഴിക്കുന്ന സമയത്ത് വായ തുറന്ന് പിന്നെ താനും അടയുന്നില്ലല്ലോ എന്ന് പറയും. ഓക്കെ. കാരണം ഡിസ്ക് സ്റ്റക്കായി, ജോ സ്റ്റക്കായി അവിടെ. എല്ലാവർക്കും വേദന ഉണ്ടാവണമെന്നില്ല, പക്ഷേ ദേ ആർ ഇൻ ലോട്ട് ഓഫ് ഡിസ്കംഫർട്ട്. ഓക്കെ. ഇതിൻ്റെ കൂടെ തന്നെ ബ്രീത്തിങ് ഇഷ്യൂസ് ഉണ്ടാവും, സ്നോറിങ്, സ്ലീപ്പ് ആപ്നിയ, സ്ലീപ്പ് ബ്രീത്തിങ് ഡിസോർഡേഴ്സ്. അതൊരു വലിയൊരു ടോപ്പിക്കാണ്. അതിനെക്കുറിച്ച് തന്നെ വേണമെങ്കിൽ ഒരു 2 മണിക്കൂർ വേണമെങ്കിൽ ഒന്ന് സംസാരിക്കാം. ഇങ്ങനത്തെ പ്രോബ്ലംസ്, പിന്നെ നെക്ക് പെയിൻ, ബാക്ക് പെയിൻ, സെർവൈക്കൽ സ്പോണ്ടിലോസിസ്, കേട്ടിട്ടില്ല, കഴുത്ത് വേദന, പെടലിക്ക് വേദന എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതിൻ്റെ ഒക്കെ ഒരു വലിയൊരു റീസൺ ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദി ബൈറ്റ്. നമ്മുടെ TM ജോയിൻറ്റിൽ വരുന്ന പ്രശ്നമാണ്. സോഷ്യൽ മീഡിയയിൽ അവയർനെസ്സിനെ കുറിച്ച് കൂടുതൽ പറയുമ്പോൾ നെക്ക് പെയിൻ, ഷോൾഡർ പെയിൻസിനുള്ള അവയർനെസ് വീഡിയോസിലൊക്കെ യൂസ് ഓഫ് കമ്പ്യൂട്ടർ ആൻഡ് ലാപ്ടോപ്പ്, ഒത്തിരി എക്സസീവ് യൂസേജ് ഓഫ് മൊബൈൽ ഫോൺസ്, ആ ഒരു എർഗണോമിക്സ് അല്ലെങ്കിൽ നമ്മുടെ പോസ്ചറിൽ പ്രശ്നം വരുന്ന സമയത്ത് വരുന്ന പ്രോബ്ലം ആയിട്ടാണ് പറയുന്നത്. പക്ഷേ എനിക്ക് അതിൽ വേറെ കാര്യം പറയാനുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഓൺലി എ കോമ്പൻസേറ്ററി മെക്കാനിസം ആണിത്. മെയിൻ പ്രശ്നം ഇറ്റ് ഈസ് ഇൻ ദ ജോ പൊസിഷൻ അല്ലെങ്കിൽ TMJ പ്രോബ്ലം കാരണം ഇത് വരുന്നതാണ്. പിന്നെ ഡെൻറ്റലിൽ ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒക്ലൂഷൻ, പല്ലുകൾ തമ്മിൽ കോൺടാക്ട് ചെയ്യുന്നു എന്നുള്ള ഒരു ടോപ്പിക് തന്നെ ഭയങ്കര കോൺട്രവേഴ്ഷ്യൽ. അത് എന്താണ് കോൺട്രവേഴ്സി എന്ന് പറയും? പല സ്കൂൾ ഓഫ് തോട്ട്സ് ഉണ്ട്. അതൊന്ന് പറയുക. എല്ലാം അതായത് ഇപ്പോൾ കോൺട്രവേഴ്ഷ്യലാണ്. അപ്പോൾ അതുകൊണ്ട് ഓറോഫേഷ്യൽ പെയിൻ എന്ന് പറഞ്ഞൊരു സ്കൂളുണ്ട്. ഫീമെയിൽസിലാണ് കൂടുതലത് കാണപ്പെടുന്നത്. 10 പേഷ്യൻസ് ഉണ്ടെങ്കിൽ അതിൽ 7 പേര് ഫീമെയിൽസ് ആയിരിക്കും. അപ്പോൾ ആൻറ്റിക്ക് തലവേദന, കഴുത്ത് വേദന, ഫേഷ്യൽ പെയിൻ, മര്യാദയ്ക്ക് ഫുഡ് കഴിക്കാൻ പറ്റില്ല, ബാക്ക് പെയിൻ, കൈ മരവിച്ച് പോവുക, ചെവിക്ക് എപ്പോഴും പ്രശ്നം. പിന്നെ ആൻറ്റിക്ക് 2 പ്രാവശ്യം ചെവിക്കകത്ത് സർജറി ചെയ്തതാണ്. ഓക്കെ. ഒരു 70% ഓഫ് മൈഗ്രെയിൻ പേഷ്യൻസ് ലേഡീസ് അവർ പറയുന്നത് എനിക്ക് മാരേജ് വേണ്ടെന്നാണ്. മാരീഡ് ആയാൽ പോലും അവർ പറയണത് വേണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. കാരണം വേറൊന്നുമല്ല, ഇവർക്ക് അവരെ തന്നെ നോക്കാൻ പറ്റുന്നില്ല. പിന്നെ എങ്ങനെയാണ് ഞാനൊരു കുടുംബജീവിതത്തോട്ട് എടുത്ത് കയറുന്നത്? ഒരു മരുന്നുമില്ല. ദ ബെസ്റ്റ് തിങ് അബൌട്ട് ന്യൂറോമസ്കുലർ ഡെന്റിസ്ട്രി ഇസ് ഇതിൽ മെഡിസിൻസിൻ്റെ ഇൻവോൾവ്മെൻറ്റ് വളരെ കുറവാണ്. ആൻഡ് ഇറ്റ്സ് മോർ ഓഫ് ഒരു ഡെൻറ്റൽ അല്ലെങ്കിൽ ഒരു ബയോമെക്കാനിക്കൽ കറക്ഷനാണ് കൂടുതൽ വരുന്നത്. നമ്മൾ സർജിക്കലായിട്ട് ഒന്നും ചെയ്യുന്നില്ല, ഇഞ്ചെക്ഷൻസ് ഇല്ല, മെഡിസിൻസ് ഇല്ല, ജസ്റ്റ് ബയോ മെക്കാനിക്സ്, ഹ്യൂമൻ ബയോ മെക്കാനിക്സിൽ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. സ്നോറിങ് ഇൻ കിഡ്സ്, ഓ സോ ക്യൂട്ട് എന്നൊക്കെ പറയും. അങ്ങനെയൊന്നും പാടില്ല സത്യം. അല്ല, ഞാൻ കേട്ടതാണത്. അപ്പോൾ ഇത് മിക്കവരും പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടികളല്ലേ അത് അവരങ്ങ് വളർന്നോളും എന്ന് പറഞ്ഞു വരുമ്പോൾ പിള്ളേർക്ക് ADHDയുടെ ചാൻസസ് കൂടുതലാണ്. ADHD പ്രോബ്ലംസ് ഉള്ള കുട്ടികൾക്ക് ഏറ്റവും ഫസ്റ്റ് ചെയ്യേണ്ടത് ട്രൈജമിനൽ ന്യൂറാലജി എന്ന് പറയുന്നത്. ട്രൈജമിനൽ ന്യൂറാലജി മെഡിക്കൽ നമ്മുടെ ബുക്സിൽ പറയുന്നൊരു ഇതെന്താണ്, ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂയിസൈഡൽ പെയിൻ എന്ന് പറയുന്നത്. ഇങ്ങനെ ഈ പെയിൻ വരുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ഏറ്റവും കോമൺ എക്സാമ്പിൾ നമ്മുടെ ഭായ് സൽമാൻ ഖാൻ ഇതുണ്ടായിരുന്നു എന്നാണ് കേട്ടെ. നമസ്കാരം, എല്ലാവർക്കും മലയാളം പോഡ്കാസ്റ്റിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് എൻ്റെ ഡിയർ ഫ്രണ്ട് ശങ്കരണ്ണനാണ്. ശങ്കരണ്ണൻ ഒരു ജനറൽ ഡെൻറ്റൽ പ്രാക്ടീഷണറാണ് ഹു സ്പെഷ്യലൈസ്ഡ് ഇൻ ന്യൂറോമസ്കുലർ ഡെൻറ്റിസ്ട്രി. അപ്പം ഇന്ന് നമ്മൾ ന്യൂറോമസ്കുലർ ഡെൻറ്റിസ്ട്രി എന്താണ്, അത് നമ്മുടെ ജീവിതം എങ്ങനെ മാറ്റാനുള്ള അതിനൊരു പോസിബിലിറ്റി ഉണ്ടെന്നുള്ളതാണ്. വിൽ എക്സ്പ്ലോർ ദാറ്റ്. ശങ്കരണ്ണൻ ഓൾസോ ഇസ് എ സാധക, മുരുകൻ്റെ വലിയൊരു ഭക്തനാണ്. നമ്മളപ്പം അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നതാണ്. സോ ഇഫ് യു ലൈക്ക് ദിസ് പോഡ്കാസ്റ്റ്, ഡു സബ്സ്ക്രൈബ് ടു ഇറ്റ്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ഇറ്റ്. നമസ്കാരം ശങ്കരണ്ണ. ഹായ് വൈശാഖ്. നമസ്കാരം. സുഖമാണോ? സുഖം. അതെ, ഇന്ന് ശങ്കരണ്ണൻ ഉള്ളത് കാരണം എനിക്ക് കുറച്ച് സിമ്പിൾ ഡ്രസ്സൊക്കെ ഇടാൻ പറ്റി. സാധാരണ കുർത്തയൊക്കെ ഇട്ടാണ് ഇവിടെ ഇരിക്കാറുണ്ട്. അതെ അതെ അതെ. അപ്പം ആക്ച്വലി ഞാൻ എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ ചെറുപ്പമായിരുന്നപ്പം ഓർത്തോഡോണ്ടിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ടുണ്ട്. 4 പല്ലൊക്കെ എടുത്ത് 4 പല്ലൊക്കെ എടുത്തിട്ടുണ്ട്. ഇപ്പം എൻ്റെ കാണുന്ന ഈ കോൾഗേറ്റ് സ്മൈലിൻ്റെ രഹസ്യം അതാണ്. അപ്പോൾ എൻ്റെ അനുസരിച്ച് ഡെൻറ്റിസ്ട്രി എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇങ്ങനെ പല്ലെടുക്കുക, ഓർത്തോഡോണ്ടിക് ക്ലിപ്പ് ഇടുക, നമുക്ക് വിഷ്വലി കുറച്ചുകൂടി പ്ലീസിങ് ആകുക. ദാറ്റ് ഈസ് വാട്ട് ഐ ഹാവ് അണ്ടർസ്റ്റുഡ്. പിന്നെ കുറേ ഞാൻ റൂട്ട് കനാൽ കേട്ടിട്ടുണ്ട്. ആരുടെ അടുത്ത് ചോദിച്ചാൽ എപ്പോഴും ദേ ആർ ഡൂയിങ് റൂട്ട് കനാൽസ്, എസ്പെഷ്യലി ഒരു ഏജ് ആകുമ്പോൾ. സോ
അണ്ണൻ ജസ്റ്റ് എൻ്റെ അടുത്താണ് പറഞ്ഞല്ലോ ഞാൻ ന്യൂറോ മസ്കുലർ ഡെൻറ്റിസ്ട്രിയാണ് ചെയ്യണമെന്ന് പറഞ്ഞപ്പം that is when I was really intrigued, like what is it, and when you went deeper into it I felt like, this can help a lot of people. അപ്പം ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ദാറ്റ്. എന്താണ് ന്യൂറോ മസ്കുലർ ഡെൻറ്റിസ്ട്രി, അതിൻ്റെ ഹിസ്റ്ററി എങ്ങനെയാണ്, ഹൂ ഫൗണ്ട് ഇറ്റ് ആക്ച്വലി? സോ ക്യാൻ വി സ്റ്റാർട്ട് വിത്ത് ദാറ്റ്? തീർച്ചയായിട്ടും. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ഫോർ ഹാവിങ് മീ. ഞാൻ ഇതെൻ്റെ ഫസ്റ്റ് പോഡ്കാസ്റ്റ് ആട്ടോ ഇങ്ങനെ ഇത് ചെയ്യുന്നത്. പിന്നെ എനിക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു, അതായത് വൈശാഖ് എന്തിനാണ് എന്നെ വിളിച്ചതെന്ന് പറഞ്ഞിട്ടത്. ഇത് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു ഓപ്പർച്യൂണിറ്റിക്ക് ഒരു നീതി പുലർത്തുമോ എന്നുള്ള കുറേ ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഞാൻ അങ്ങനെ ഞാൻ ചെയ്യുന്ന പ്രാക്ടീസോ കാര്യങ്ങളോ ഒന്നും അങ്ങനെ അതിന് അത്ര ഒരു പബ്ലിസിറ്റി ഒന്നും കൊടുത്തിട്ടില്ല. ജസ്റ്റ് ത്രൂ വേർഡ് ഓഫ് മൗത്താണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഇതിങ്ങനെ പറഞ്ഞ സമയത്ത് ഐ വാസ് തിങ്കിങ് ഇത് എങ്ങനെ സംസാരിക്കാം, ഇത് ഈ ഫീൽഡ് എന്താണെന്ന് പറഞ്ഞിട്ട്. കാരണം ഇത് പെട്ടെന്ന് എല്ലാവർക്കും ഒരു മനസ്സിലാകുന്നൊരു സംഭവമല്ല. പക്ഷേ ജസ്റ്റ് ഒന്ന് സംസാരിച്ച് കഴിയുമ്പോൾ തന്നെ എല്ലാവർക്കും അസോസിയേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട് ഇതിൽ. ഏറ്റവും ആദ്യം എൻ്റെ വീട്ടിൽ തന്നെ ഞാൻ ഈ ന്യൂറോ മസ്കുലർ ഡെൻറ്റിസ്ട്രി അല്ലെങ്കിൽ ഈ TMJ പ്രാക്ടീസ്, അതായത് നമുക്ക് ഈ താടിയെല്ലിൻ്റെ ഡിസോർഡേഴ്സ്, ഈ താടിയല്ല് TMJ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോ ജോയിൻ്റ് ആണ്, ലോവർ ജോ ജോയിൻറ്റ്. ഫുൾ ഫോം ഉണ്ടോ TMJക്ക്? ടെംപ്രോ മാൻഡിബുലർ ജോയിൻറ്റ്. ഓക്കെ. ഈ ജോയിൻറ്റിൽ വരുന്ന ഡിസോർഡേഴ്സിനെയാണ് TMJD അല്ലെങ്കിൽ TMJ ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് എന്താണ് TMJ എന്ന് നോക്കുവാണെങ്കിൽ, 2 വിരൽ ചെവിയുടെ ഇവിടെ എല്ലാവരും US എല്ലാവരും വയ്ക്കാം. ഓക്കെ. വെച്ചിട്ട് ഒന്ന് വായി തുറന്നും അടച്ചൊന്ന് നോക്കൂ എങ്ങനെയുണ്ടെന്ന്. ചെറിയൊരു മൂവ്മെൻറ്റ് ഫീൽ ചെയ്യുന്നില്ല. ദാറ്റ് ഇസ് എ ജോയിൻറ്റ്. ഓക്കെ. അതാണ് നമ്മുടെ TM ജോയിൻറ്റ്. ഓക്കെ. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഇസ് ദി ഹയസ്റ്റ് ജോയിൻറ്റ് ഇൻ ദ ബോഡി. ഇതിനപ്പുറം വേറെ ജോയിൻറ്റ്സ് ഒന്നും ഇല്ല. ഇതിൻ്റെ ലൊക്കേഷൻ വളരെ ബയോമെക്കാനിക്കലി, നമ്മുടെ ബോഡി ബയോമെക്കാനിക്സ് നോക്കുകയാണെങ്കിൽ സ്ട്രാറ്റജിക് ആയിട്ടുള്ളൊരു പോയിൻ്റാണ് ഉള്ളത്. ഇതിൻ്റെ തൊട്ട് പുറകിൽ നമ്മുടെ ഇയർ കനാലുണ്ട്. ഓക്കെ. ഓക്കെ. ഇതിൻ്റെ മുകളിൽ ടെമ്പറൽ ബോൺ, സ്കള്ളിൻ്റെ ടെമ്പറൽ ബോൺ അവിടെയാണ് വരുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു മജ്ജയുണ്ട്, ഒരു ഡിസ്ക് ഉണ്ട്. മജ്ജ, അതെ, പുതിയ മലയാളം ഡിസ്ക് നമ്മൾ സാധാരണ കേൾക്കാറില്ല, ഡിസ്ക് ഡിസ്പ്ലേസ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. എല്ലാ ജോയിൻറ്റിൻ്റെ ഇടയ്ക്ക്, അതായത് ഒരു എല്ലും തമ്മിൽ ഒരിക്കലും കോൺടാക്റ്റ് വരാറില്ല. അതിൻ്റെ ഇടയ്ക്ക് ഒരു ഡിസ്ക് അല്ലെങ്കിൽ ഒരു മജ്ജ ഉണ്ടാവാറുണ്ട്. ഈ ഡിസ്ക്, ഈ ഒരു ജോയിൻറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സെപ്പറേറ്റ് ഡിസ്ക് അല്ല, ഒരു മസിൽ തന്നെയാണ്. നമ്മുടെ ഫേസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ലാറ്ററൽ ടെർഗോയിഡ് എന്ന് പറയുന്ന മസിലാണ് ഡിസ്കായി നിൽക്കുന്നത്. 2 ഭാഗങ്ങളിലാണ്, സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയർ ലാറ്ററൽ ടെർഗോയിഡ് ആയിട്ടാണ് നിൽക്കുന്നത്. ഈ ഡിസ്കിൻ്റെ തൊട്ട് പുറകിൽ തന്നെ വെരി ഇമ്പോർട്ടൻറ്റ് നെർവ്സ്, ക്രേനിയൽ നെർവ്സ് പോകുന്നുണ്ട്, ട്രൈജമിനൽ ആൻഡ് ഫേഷ്യൽ. കുറച്ച് ടെക്നിക്കൽ ആവുമല്ലോ അല്ലേ? പറഞ്ഞോളൂ. അപ്പോൾ ഈ ഡിസ്കിൻ്റെ പൊസിഷനിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുമ്പോൾ, ഡിസ്ക് ഡിസ്പ്ലേസ്ഡ് ആകുന്ന സമയത്ത് പല കാരണങ്ങളുണ്ട് അതിന്. ഈ ഡിസ്പ്ലേസ്മെൻറ്റ് വരുന്ന സമയത്ത് മസിൽ തന്നെയാണ് അതിൻ്റെ അവിടെ ഒരു കൺസ്ട്രക്ഷൻ നടക്കുന്നത്. മസിൽ ടൈറ്റ്നസ് അല്ലെങ്കിൽ മസിലിൻ്റെ ഒരു നോർമൽ ഫിസിയോളജിയിൽ നിന്ന് ചെറിയൊരു ചേഞ്ച് വരുമ്പോൾ ജോയിൻറ്റ്സ് തമ്മിൽ ഇടിക്കാൻ തുടങ്ങും. എന്താണ് ഒരു കാരണം ഇങ്ങനെ പറയാം. അപ്പോൾ ഈ കംപ്രഷൻ വരുന്ന സമയത്ത് ഞാൻ ഈ നേരത്തെ പറഞ്ഞ 2 നെർവ്സിൽ കംപ്രഷൻ വരും. ഓക്കെ. അപ്പോൾ ഇത് കാരണം പല സിംറ്റംസ്, പല പ്രശ്നങ്ങൾ ആൾക്കാർക്ക് ഉണ്ടാവാറുള്ളതാണ്. വളരെ കോമൺ ആയിട്ട് മൈഗ്രെയിൻ, ഹെഡേക്സ്, കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ ഈ സൈനസ് പെയിൻസ് എന്നൊക്കെ പറയാറില്ലേ, സൈനസ് ഹെഡേക്സ് എന്നൊക്കെ ഉണ്ട്. എൻ്റെ ചേട്ടന് നന്നായിട്ടുണ്ട്. ഈ മൈഗ്രെയിൻ ഇല്ലാത്ത ഒരാളും ഇല്ല സത്യം പറഞ്ഞാൽ. എല്ലാ ഓരോരോ ഫാമിലീസിലും ഒരു മൈഗ്രെയിൻ പേഷ്യൻ്റ് ഉണ്ടാവും. ഈ മൈഗ്രെയിനിൻ്റെ ഒരു 80 to 90% വരുന്ന ഒരു ഫാക്ടർ TMJ പ്രോബ്ലം ആണ്. ഞാൻ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ഞാൻ പറയുന്നത്. കാരണം എനിക്ക് വരുന്ന മിക്ക പേഷ്യൻസും മൈഗ്രെയിൻ ഹെഡേക്സ് ആയിട്ടാണ് വരുന്നത്. ഇവരെല്ലാവരും വർഷങ്ങളായി മരുന്ന് കഴിച്ച് അതിൻ്റെ സൈഡ് ഇഫക്ട്സ് ആയിട്ടുള്ള വേറെ കുറേ പ്രശ്നങ്ങളും വന്ന് ഇതിനൊരു പെർമനൻറ്റ് സൊല്യൂഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ആണ് നമ്മുടെ അടുത്ത് വരുന്നത്. അപ്പോൾ കോയിൻസിഡൻഷ്യൽ ഫൈൻഡിങ് ആയിട്ടാണ് എന്താ പറയുക, വേറെ എന്തെങ്കിലും കാരണത്തിന് വേണ്ടി പോവും, ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോവും, അവർ കണ്ട് പറയും നിങ്ങൾക്ക് TMJ പ്രോബ്ലം ഉണ്ട്, ഇതും കൂടി ഒന്ന് നോക്കൂന്ന് പറഞ്ഞിട്ടായിരിക്കും റെഫറൽസിന് വേണ്ടിയിട്ടായിരിക്കും വിടുന്നത്. സാധാരണ ഡോക്ടർമാർക്ക് അറിയാമോ TMJ? മിക്കവർക്കും അറിവ് കുറവാണ്. കൂടുതൽ ENT ഡോക്ടേഴ്സിന് അറിയാം, ഡെൻറ്റിസ്റ്റിനും അറിയാം. പക്ഷേ ഒത്തിരി കാലമായിട്ട് നമ്മുടെ ഡെൻറ്റൽ ഫീൽഡിൽ തന്നെ ഇതിൻ്റെ ഒരു അവയർനെസ് വളരെ കുറവായിരുന്നു. ഇപ്പം ദി അവയർനെസ് ഇസ് ദെയർ, ഒത്തിരി പേർക്ക് ഇതിനെക്കുറിച്ച് അറിയാം. പക്ഷേ എന്നാലും നോട്ട് റിയലി അപ് ടു ദ മാർക്ക്. ഇനിയും കുറേ അവയർനെസ് വരാനുണ്ട്. ഇങ്ങനെ വരും, പേഷ്യൻസ് വരും. പിന്നെ വിട്ടുമാറാത്ത ചെവി വേദന, ചെവി അടഞ്ഞു പോകുന്നത്, വായ തുറക്കുമ്പോൾ അടയ്ക്കുമ്പോൾ സൗണ്ട് കേൾക്കുന്നത്, ടക്ക് ടക്ക് എന്ന് പറഞ്ഞ ഒരു ചെറിയ ക്ലിക്സ് കേൾക്കുന്നൊരു ചാൻസ്.
പിന്നെ വായ തുറക്കാൻ ബുദ്ധിമുട്ട്. ചിലർ വായ തുറന്നു കഴിഞ്ഞ് അടയ്ക്കാൻ പറ്റില്ല, സ്റ്റക്കായി പോകും. ഓക്കെ. ഒത്തിരി പേരുണ്ട് അങ്ങനെ. ഉണ്ടോ? അതായത് ഓക്കെ. പിന്നെ ഇത് വായ തുറന്നു കഴിഞ്ഞിട്ട് ഹോട്ടലിൽ പോയിട്ട് ബർഗർ കഴിക്കണ സമയത്ത് വായ തുറന്ന് പിന്നെ സാധനം അടയുന്നില്ലല്ലോ എന്ന് പറയും. ഓക്കെ. കാരണം ഡിസ്ക് സ്റ്റക്കായി, ജോ സ്റ്റക്കായി അവിടെ. എല്ലാവർക്കും വേദന ഉണ്ടാവണമെന്നില്ല, പക്ഷേ ദേ ആർ ഇൻ ലോട്ട് ഓഫ് ഡിസ്കംഫർട്ട്. ഓക്കെ. ഇതിൻ്റെ കൂടെ തന്നെ ബ്രീത്തിങ് ഇഷ്യൂസ് ഉണ്ടാവും, സ്നോറിങ്, സ്ലീപ്പ് ആപ്നിയ, സ്ലീപ്പ് ബ്രീത്തിങ് ഡിസോർഡേഴ്സ്. അതൊരു വലിയൊരു ടോപ്പിക്കാണ്. അതിനെക്കുറിച്ച് തന്നെ വേണമെങ്കിൽ ഒരു 2 മണിക്കൂർ വേണമെങ്കിൽ ഇരുന്ന് സംസാരിക്കാം. ഇങ്ങനത്തെ പ്രോബ്ലംസ്. പിന്നെ നെക്ക് പെയിൻ, ബാക്ക് പെയിൻ, സെർവൈക്കൽ സ്പോണ്ടിലോസിസ്. കേട്ടിട്ടില്ല, കഴുത്ത് വേദന, പെടലിക്ക് വേദന എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതിൻ്റെ ഒക്കെ ഒരു വലിയൊരു റീസൺ ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ ബൈറ്റ്. നമ്മുടെ ടി എം ജോയിൻറ്റിൽ വരുന്ന പ്രശ്നമാണ്. അപ്പോൾ ടി എം ജോയിൻറ്റ് എങ്ങനെ വരാം, ഈ ഒരു പ്രശ്നം എങ്ങനെ വരാം? വൈശാഖ ചോദിച്ച പോലെ തന്നെ പല ഫാക്ടേഴ്സാണ് ഇതിന്. ഈ ഒരൊറ്റൊരു പ്രശ്നം ഇതിന് പല കാരണങ്ങളാണ്, ഒരു സിംഗിൾ ഫാക്ടർ അല്ല. ഏറ്റവും കൂടുതൽ നമുക്ക് ഇത് ചെയ്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല്ലിൻ്റെ അലൈൻമെൻറ്റ് ഈസ് എ ബിഗ് റോൾ. ഇതിനൊരു വലിയൊരു ഫാക്ടർ ഉണ്ട് ഇതിൽ. പല്ലിൻ്റെ അലൈൻമെൻറ്റ് ശരിയല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ടി എം ജോയിൻറ്റ് പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ നേരത്തെ വൈശാഖ് പറഞ്ഞു, ഈ കമ്പി ഇട്ടു, 2 പല്ല് എടുത്ത് 4 പല്ല് എടുത്ത് കമ്പി ഇട്ടു, വലിച്ച് സ്ട്രെയിറ്റ് ആക്കി. പക്ഷേ ബ്യൂട്ടിഫുള്ളി ഡൺ. യുവർ കേസ് നീറ്റായിട്ടുണ്ട്. ഞങ്ങൾക്ക് വരുന്ന ഒരു ടി എം ജെ പ്രാക്ടീഷണറുടെ കേസ് പ്രൊഫൈൽ നോക്കുവാണെങ്കിൽ, ക്ലയൻറ്റ് പ്രൊഫൈൽ നോക്കുവാണെങ്കിൽ 10 ഒരു 10 പേഷ്യൻസ് ഓർത്തോഡോണ്ടിക് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലൊരു 5 പേർക്ക് ടി എം ജെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. ഓക്കെ. അപ്പോൾ ഇറ്റ്സ് ഓൾമോസ്റ്റ് 50-50 ആയിട്ടാണ്. ഞാൻ വളരെ കൺസർവേറ്റീവ് ആയിട്ടാണ് 50 എന്ന് പറയുന്നത്, പക്ഷേ ഇതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് കുറച്ചും കൂടി കൂടുതലാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബൈറ്റിൻ്റെ ദ വേ ടീത്ത് കം ഇൻ കോണ്ടാക്ട്, പല്ലുകൾ തമ്മിൽ കോണ്ടാക്റ്റ് വരുന്നൊരു രീതി ഉണ്ട്. അത് ഇറ്റ് ഈസ് വെരി ക്രൂഷ്യൽ. ന്യൂറോ മസ്കുലർ ഡെൻറ്റൽ സയൻസിൽ എപ്പോഴും ബൈറ്റ്, അതായത് കടി, എപ്പോഴും ഒരു സ്പൈനിൻ്റെ ഒരു എക്സ്റ്റൻഷനായിട്ടാണ് കരുതുന്നത്. നട്ടലിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മളത് കാണുന്നത്. ഇപ്പോൾ ഒരാളുടെ ഒരു ബൈറ്റ് ഞാൻ മാറ്റിക്കഴിഞ്ഞാൽ, ചെറിയൊരു ചേഞ്ചസ് ഞാൻ അതിൽ വരുത്തിയാൽ, ഐ ക്യാൻ ചേഞ്ച് ദി പൊസിഷൻ ഓഫ് ദി നെക്ക്, സെർവൈക്കൽ സ്പൈനിൻ്റെ പൊസിഷൻസിൽ എനിക്ക് ചേഞ്ചസ് കൊണ്ടുവരുത്താൻ പറ്റും. സെർവൈക്കൽ എന്ന് പറയുമ്പോൾ ഈ ഭാഗം നമ്മുടെ കഴുത്തിൻ്റെ പെടലി. ഇപ്പോൾ കൊളോക്കിയലി പറയുകയാണെങ്കിൽ പെടലി വേദന, നമ്മുടെ കഴുത്തിനുള്ള സെർവൈക്കൽ ബോൺസ് എന്ന് പറഞ്ഞാൽ തൊട്ട് കഴുത്തിലുള്ള ബോൺസിനാണ് പറയുന്നത് സെർവൈക്കൽ ബോൺസ് എന്ന്. അവിടെ ചേഞ്ച് കൊണ്ടുവരാൻ പറ്റും. ബേസിക് ഫിസിക്സ് നോക്കുവാണെങ്കിൽ നമ്മുടെ ബൈറ്റ് ഇവിടെ നിന്ന് ഒരു ഇമാജിനറി ലൈൻ, ഇഫ് ഐ ക്യാൻ ടേക്ക് ഇറ്റ് ബാക്ക്, പുറകോട്ട് ജസ്റ്റ് ഒന്ന് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അത് ജോയിൻ ചെയ്യണത് C1 C2 റീജിയനിലാണ് വരുന്നത്. സെർവൈക്കൽ ബോൺ 1, സെർവൈക്കൽ ബോൺ 2. അപ്പോൾ സെൻറ്റർ ഓഫ് റൊട്ടേഷൻ, ബൈറ്റിൻ്റെ സെൻറ്റർ ഓഫ് റൊട്ടേഷൻ ഇസ് ഇൻ ദ സ്പൈൻ, ആൻഡ് ദി സെൻറ്റർ ഓഫ് റൊട്ടേഷൻ ഓഫ് ദി സ്പൈൻ ഇസ് ഇൻ ദ ബൈറ്റ്, വൈസ് വേഴ്സ. ഇതാണ് അതിൻ്റെ റേഡിയസ് അല്ലേ? അതെ. അപ്പോൾ ഇത് ബേസിക് ബയോ മെക്കാനിക്സ് ആണ്, ബോഡിയുടെ ബയോ മെക്കാനിക്സിൻ്റെ ഭാഗമായിട്ടാണ് ഇത് കാണപ്പെടുന്നത്. ഒത്തിരി പേർക്ക് പോസ്ചറൽ ഇഷ്യൂസും ഈ ടി എം ജെ ഇഷ്യൂ ആയിട്ട് വരും. ഈ എല്ലാവരും പറയാറുണ്ട് ഇത് കഴുത്ത് എപ്പോഴും ഫോർവേഡ് ഹെഡ് പോസ്ചർ. ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ അവയർനെസ്സിനെ കുറിച്ച് കൂടുതൽ പറയുമ്പോൾ നെക്ക് പെയിൻ, ഷോൾഡർ പെയിൻസിനുള്ള അവയർനെസ് വീഡിയോസിലൊക്കെ യൂസ് ഓഫ് കമ്പ്യൂട്ടർ ആൻഡ് ലാപ്ടോപ്പ്, ഒത്തിരി എക്സസീവ് യൂസേജ് ഓഫ് മൊബൈൽ ഫോൺസ്, ആ ഒരു എർഗണോമിക്സ് അല്ലെങ്കിൽ നമ്മുടെ പോസ്ചറിൽ പ്രശ്നം വരുന്ന സമയത്ത് വരുന്ന പ്രോബ്ലം ആയിട്ടാണ് പറയുന്നത്. പക്ഷേ എനിക്ക് അതിൽ വേറെ കാര്യം പറയാനുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ഓൺലി എ കോമ്പൻസേറ്ററി മെക്കാനിസമാണിത്. മെയിൻ പ്രശ്നം ഇറ്റ് ഇസ് ഇൻ ദ ജോ പൊസിഷൻ, അല്ലെങ്കിൽ ടി എം ജെ പ്രോബ്ലം കാരണം ഇത് വരുന്നതാണ് മിക്കവർക്കും. യെസ്. അപ്പോൾ ഞാൻ ചോദിച്ചോട്ടെ, ടി എം ജെ പ്രോബ്ലം ഇല്ലാത്ത ആൾ ഫോൺ യൂസ് ചെയ്യുമ്പോൾ ഡിഫറെൻ്റ് ആയിരിക്കുമോ? എങ്ങനെയാണത്? ഗുഡ് ക്വസ്റ്റ്യൻ. ഇതിൽ ടി എം ജെ പ്രോബ്ലം എല്ലാവർക്കും വേണമെന്നില്ല. ഈ താഴത്തെ താടിയലിൻ്റെ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ബൈറ്റിൽ എന്തെങ്കിലും പ്രശ്നം വന്നു എന്ന് വെച്ച് കഴിഞ്ഞാലും അതിൻ്റെ കോമ്പൻസേഷനായിട്ട് ഷോൾഡേഴ്സ് റോൾഡ് ഔട്ട് ആവും. ഓക്കെ. ആൻഡ് നെക്ക് അതിൻ്റെ കൂടെ തന്നെ ഫ്രണ്ടിലോട്ട് വരും. ഇതിൻ്റെ കൂടെ നമ്മൾ ഈ സാധനങ്ങൾ യൂസ് ചെയ്ത് വരുമ്പോൾ എന്തായാലും ഇതൊരു എക്സാജറേറ്റഡ് ഒരു പോസ്ചറൽ ഡിഫക്റ്റ് ആയിട്ട് നമ്മൾ മാറും. പക്ഷേ റൂട്ട് കോസ് ശരിക്കും പറഞ്ഞാൽ ഇവിടെയാണ്, താടിയല്ല വരുന്നത്. ഫൈഷാക്കിൻ്റെ ക്വസ്റ്റ്യൻ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് ആൻസർ ചെയ്യണമെങ്കിൽ, താടി എല്ലിൻ്റെ പോസ്ചർ മാത്രമല്ല, താടി എല്ലിൻ്റെ പോസ്ചറിൽ പ്രശ്നം വരുമ്പോൾ, ടി എം ജെ പ്രശ്നങ്ങൾ വരുമ്പോൾ, ബൈറ്റിൽ ചേഞ്ച് വരുമ്പോൾ നമ്മുടെ ശ്വാസനാളത്തെ അത് ബാധിക്കും. ഫസ്റ്റ് ഇമ്പാക്റ്റ് എപ്പോഴും നമ്മുടെ എയർവേയിലാണ് വരുന്നത്. ഓക്കെ. അപ്പോൾ എയർവേ നമുക്ക് ബേസിക്കായിട്ട് നമ്മൾ ചെയ്യുന്നൊരു സംഭവമാണ് ബ്രീത്തിങ്ങിൽ എന്തെങ്കിലും ഒരു തടസ്സം വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ
നമ്മുടെ ബോഡി അത് കറക്റ്റ് ചെയ്യാൻ നോക്കും. ഓക്കെ. കാരണം അത് നമ്മുടെ ഇതാണ് സർവൈവലിൻ്റെ ഒരു ഭാഗമായിട്ടാണ്. ആ കോമ്പൻസേഷൻസ് നമ്മൾ പലപ്പോഴും അറിയുന്നില്ല. കോമ്പൻസേഷൻ്റെ ഒരു ഫസ്റ്റ് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു ബ്രിങ് ദ ഹെഡ് ഫോർവേഡ് റൈറ്റ്. ആൻഡ് യു ബ്രിങ് ദി ഹെഡ് അപ്പ്. ഓക്കെ. ഓക്കെ, ബട്ട് ഹെഡ് മുകളിൽ പോകുന്ന സമയത്ത് വിഷൻ മുകളിലാവും. അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വി ബ്രിങ് ഇറ്റ് ഡൗൺ. ഒന്നുകൂടി പറയൂ, എങ്ങനെയാണ് നമ്മൾ കോമ്പൻസേറ്റ് ചെയ്യുന്നത്? അതായത് ഇപ്പോൾ ഒരാൾ CPR കൊടുക്കണം. ശരി. CPR കേട്ടില്ല? ഉണ്ട്. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് എന്താ ചെയ്യുന്നത്? ചിന്നപ്പ്. ഓക്കെ. ചിന്നപ്പ് ചെയ്തിട്ട് അപ്പോൾ എയർവേ ക്ലിയർ ആവും. ക്ലിയർ. ഓക്കെ. അപ്പോൾ ബേസിക്കായിട്ട് നമ്മൾ ഇത് ശ്വാസനാളത്തിൽ പ്രശ്നം വന്നു. മൗത്ത് ബ്രീത്തിങ് ഉള്ള ആൾക്കാർക്കും ഇത് കൂടുതൽ കാണാറുണ്ട്. വായിൽ കൂടെ ശ്വാസം എടുക്കുന്ന ടെൻഡൻസി ഉള്ളവർക്ക് ഇത് ഫോർവേഡ് ഹെഡ് പോസ്ചർ വരാറുണ്ട്. ഞാൻ ഇതെല്ലാം പതുക്കെ ഒന്ന് ആഡ് ചെയ്യാണ് കേട്ടോ. പറഞ്ഞോളൂ. കാരണം നമ്മൾ ഈ പറയുന്ന സബ്ജക്റ്റ് ഈ മൗത്ത് ബ്രീത്തിങ് തന്നെ ഒരു വലിയ ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ ബേസിക്കലി എയർവേ ഡിസ്ഫങ്ഷൻ, മൂക്കിൽ കൂടെ ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല, മൗത്ത് ബ്രീത്തിങ് കൂടുന്ന ആൾക്കാർക്ക്, TMJ റിലേറ്റഡ് പ്രോബ്ലംസ് ഉള്ള ആൾക്കാർക്ക് എയർവേ പ്രോബ്ലംസും ഉണ്ടാവും. 80 to 90% ചാൻസസ് ഉണ്ട്. സോ ബേസിക്കലി നോസിൽ കൂടി എടുക്കണതാണ് നേസൽ ബ്രീത്തിങ് ഇസ് ദി വേ ടു ബ്രീത്ത്. ഓക്കെ. വായ ശരിക്കും പറഞ്ഞാൽ ശ്വാസം എടുക്കാനുള്ള ഒരു അവയവമല്ല. നോസിൽ കൂടെ തന്നെ നമുക്ക് ബ്രീത്ത് ചെയ്യണം. അപ്പോൾ ഈ ഒരു എയർവേ ഡിഫക്റ്റ് വരുമ്പോൾ ബോഡിയുടെ ഫസ്റ്റ് കോമ്പൻസേഷൻ എന്താ? യു ബ്രിങ് ദി നെക്ക് അപ്പ്. ഓക്കെ, കാരണം ചെറുതായിട്ട് നമ്മൾ മുകളിൽ നിന്ന് കഴുത്ത് മുകളിൽ വരുമ്പോൾ തന്നെ എയർവേ ക്ലിയർ ആവും. ക്ലിയർ ആവുന്ന സമയത്ത് യുൽ ബി ഏബിൾ ടു ബ്രീത്ത് ബെറ്റർ. ബട്ട് നമ്മൾ മുകളിൽ നോക്കുമ്പോൾ നമ്മുടെ വിഷൻ ഇസ് അപ്പ്. റൈറ്റ്. അപ്പോൾ വിഷൻ കോമ്പൻസേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് യു ബ്രിങ് ഇറ്റ് ഡൗൺ. ഓക്കെ, അപ്പോൾ നെക്ക് മുകളിലായാലും വിഷൻ വിൽ ബി ഇൻ ദ സ്ട്രെയിറ്റ് ലൈൻ. അപ്പോൾ നമ്മൾ കൂന് വരും. അത് വരും. യെസ്, ഞാൻ വേണമെങ്കിൽ ഇതിൽ വേണമെങ്കിൽ വി ക്യാൻ പുട്ട് സം ഓഫ് അവർ പേഷ്യൻസിൻ്റെ ഒരു ഫോട്ടോസ് ഇടാം, ബിഫോർ ആൻഡ് ആഫ്റ്റർ ആയിട്ടുള്ള ഫോട്ടോസ് ഇടാം. ഐ ഹാവ് ദ പെർമിഷൻ. സോ വി ക്യാൻ ഡു ദാറ്റ്. ജസ്റ്റ് ഈ ഒരു സെഗ്മെൻറ്റിൽ ഇതിൽ വേണമെങ്കിൽ ഒന്ന് ആഡ് ഓൺ ചെയ്യാം. അപ്പോൾ അതിൽ തന്നെ മനസ്സിലാവും ഫോർവേഡ് ഹെഡ് പോസ്ചർ എന്താണ്. ബൈ ജസ്റ്റ് കറക്റ്റിംഗ് ദ ബൈറ്റ് ആൻഡ് ബേസിക് ബ്രീത്തിങ് റീട്രെയിൻ ചെയ്യുന്ന സമയത്ത് വരുന്ന ഇമ്പാക്റ്റ് ഇസ് ട്രമെൻഡസ്. ഓക്കെ, ദീസ് ആർ ഓൾ ഡോക്യുമെൻറ്റഡ്, ദീസ് ആർ ഓൾ പ്രൂവൺ. ഇതൊരു ഫാർ ഫെച്ച്ഡ് ഒരു ഹിപ്പി കോൺസെപ്റ്റ് അല്ല ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഈ സയൻസ് എവിടെ നിന്ന് വന്നു? ഓക്കെ, ഫസ്റ്റ് ഈ സയൻസ് ശരിക്കും പറഞ്ഞാൽ ഡോക്ടർ ബെർണാഡ് ജാങ്കിൾസൺ, ഡോക്ടർ ബേണി ജാങ്കിൾസൺ എന്ന് പറയും. എനിക്ക് പുള്ളിയുടെ മകനെ പരിചയപ്പെടാനുള്ളൊരു ഭാഗ്യമുണ്ടായി. ഹി ഈസ് ഓൾസോ എ ഡെൻറ്റിസ്റ്റ്. ഹി വാസ് ഈ ഒരു സയൻസ് ഡെവലപ്പ് ചെയ്യാൻ പുള്ളിയുടെ ഒരു വലിയൊരു കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഐ വാസ് പ്രിവിലേജ് ഇനഫ് ടു മീറ്റ് ഹിം. US സമയത്ത് അവർ സിയാറ്റിൽ US അപ്പോൾ പുള്ളി 1940s പുള്ളിയുടെ ഭാര്യയ്ക്ക് ഇതേപോലെ ഹെഡ് ആൻഡ് നെക്ക് പെയിൻ, അത് കണ്ടമാനം ജനറലൈസ്ഡ് മയാൽജിയ, അതായത് ഫുൾ ബോഡി പെയിൻ, പ്രത്യേകിച്ച് തലവേദന, സഹിക്കാൻ പറ്റാത്ത തലവേദന, ജോ പെയിൻ, വായ തുറക്കാൻ പറ്റുന്നില്ല, ഒന്നും ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, ഫുൾ ജനറലൈസ്ഡ് വീക്ക്നെസ്, അങ്ങനത്തെ കുറേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഭാര്യയ്ക്ക് പ്രശ്നം വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭർത്താവിൻ്റെ പ്രശ്നമാകും. അതൊരു പ്രകൃതി നിയമമാണ്. അപ്പോൾ അങ്ങനെ വന്ന സമയത്ത് പുള്ളി പല ഡോക്ടേഴ്സിൻ്റെ അടുത്തും പോയി കാണിച്ചു. 1940s അപ്പോൾ ഒരു ഡോക്ടർ പറഞ്ഞു മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് ആകാം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് കുറച്ച് പ്രശ്നമുള്ളൊരു സാധനമാണ്. എന്താണ് മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ്? മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് ബേസിക്കലി നമ്മുടെ ബ്രെയിൻ ഡീജനറേഷൻ, ബ്രെയിൻ സെൽസിൽ ഡീജനറേഷൻ വരുന്നൊരു സംഭവമാണ്. അത് ജസ്റ്റ് വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ. അപ്പോൾ അതങ്ങനെ വരുമ്പോൾ ഇറ്റ് വിൽ എഫക്ട് സോ മെനി ഇപ്പോൾ അതർ ഫങ്ഷനിങ് ഓഫ് ദ ബോഡി. ചിലവർക്ക് മറവി ഉണ്ടാവും. നമ്മുടെ ബേസിക് മോട്ടോർ സ്കിൽസിന് തന്നെ അത് ഒരു ഇമ്പാക്റ്റ് ചെയ്യുന്നൊരു സംഭവമാണ്. അപ്പോൾ അതങ്ങനെ, പക്ഷേ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ആൻഡ് ക്യൂർ ഇല്ലാത്തൊരു സംഭവം, ഒരു പ്രോപ്പർ ഇതില്ല. ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാൻ മാത്രമേ നമുക്കതിൽ പറ്റുള്ളൂ. പുള്ളി വിചാരിച്ചു അതാണെന്ന്. പക്ഷേ പുള്ളിക്ക് എവിടെയോ തോന്നി അല്ല, നമുക്കിത് ജോ പൊസിഷനായിട്ട് എന്തോ ഒരു കണക്ഷൻ ഉണ്ടെന്ന് തോന്നി. അത് പുള്ളിയുടെ തന്നെ ചോദിക്കണം. പുള്ളിക്ക് എന്തോ അത് പുള്ളിയുടെ ബ്രില്യൻസ്. പുള്ളി ഡെന്റിസ്റ്റ് ആയിരുന്നു. ഓക്കെ. അപ്പോൾ പുള്ളി അതിലെന്തോ ചെയ്ത് ഒരു ബേസിക് ആയിട്ടുള്ള കുറച്ച് കറക്ഷൻസും കാര്യങ്ങളും ചെയ്തപ്പോൾ ഷി വാസ് ഫീലിംഗ് മച്ച് ബെറ്റർ. അവിടെ നിന്നാണ് അത് തുടങ്ങിയത്. പിന്നെ ഈ ഒരു സയൻസ് ക്വാണ്ടിഫൈ ചെയ്യണം, ഇതൊരു സയൻസാക്കി എങ്ങനെ മാറ്റാം. അപ്പം ഫേഷ്യൽ മസിൽസിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അതെങ്ങനെ മെഷർ ചെയ്യാൻ പറ്റുന്നുള്ള ഇതിലോട്ട് ഒരു പ്രോജക്റ്റിലോട്ട് പുള്ളി ഇറങ്ങി. അവിടെ ഉണ്ടായിരുന്ന ബോയിങ് ഫാക്ടറി ഉണ്ടല്ലോ, സിയാറ്റിൽ ബോയിങ് ഫാക്ടറി ഉള്ളതാണ്. അവിടുത്തെ റിട്ടയർഡായ എംപ്ലോയീസിനെ പുള്ളി വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു എനിക്ക് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ട്, നമുക്കൊരു മെഷീൻ റെഡിയാക്കണം. അപ്പോൾ അവരുടെ ബ്രെയിൻസും പുള്ളിയുടെ ആ ഒരു ബ്രെയിൻസും പ്രാക്ടിക്കൽ നോളജും എല്ലാം ബേസ് ചെയ്തിട്ട് ദേ കെയിം അപ്പ് വിത്ത് ജോ ട്രാക്കർ. താടി എല്ലിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെ കൊണ്ടുവരും, എങ്ങനെ നമുക്ക് റെക്കോർഡ് ചെയ്യാം, ഓരോ പോയിന്റിൽ വരുമ്പോൾ മസിൽസിൻ്റെ റീഡിങ്സ് എങ്ങനെ ഉണ്ടാവും. നമുക്ക് സംഭവം കിടിലൻ സയൻസാണ്. അപ്പോൾ ഒരു ബോയിങ് എന്ന് പറഞ്ഞ വലിയ കമ്പനി ഇതിൻ്റെ പുറകിൽ അവരുടെ വർക്കേഴ്സ് ഹെൽപ്പ് ചെയ്ത് പുള്ളിയെ. എക്സ് എംപ്ലോയീസ്. അതെ.
അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ന്യൂറോമസ്കുലർ ഡെൻറ്റിസ്ട്രി വരുന്നത്. പക്ഷെ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഇതിനെക്കുറിച്ച് കേട്ടിട്ട് പോലുമില്ല. ഓക്കെ. കാരണം ഭയങ്കര ഒരു അക്കാഡമിക് ഈഗോ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ഈഗോ ഉള്ളൊരു ഫീൽഡാണിത്. പ്രത്യേകിച്ച് പിന്നെ ഡെന്റലിൽ ഇതിലൊന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒക്ലൂഷൻ, പല്ലുകൾ തമ്മിൽ കോണ്ടാക്ട് ചെയ്യുന്നു എന്നുള്ള ഒരു ടോപ്പിക് തന്നെ ഭയങ്കര കോൺട്രവേഴ്ഷ്യൽ. അത് എന്താണ് കോൺട്രവേഴ്സി എന്ന് പറയൂ. പല സ്കൂൾ ഓഫ് തോട്ട്സ് ഉണ്ട്. ഒന്ന് പറയുക എന്തൊക്കെയാണ്? എല്ലാം കോൺട്രവേഴ്ഷ്യൽ. അതായത് ഇപ്പോൾ കോൺട്രവേഴ്ഷ്യലാണ്. അപ്പോൾ അതുകൊണ്ട് ഓറോഫേഷ്യൽ പെയിൻ എന്ന് പറഞ്ഞൊരു സ്കൂളുണ്ട്. ചിലവർ പല്ലുകൾ തമ്മിൽ കോണ്ടാക്ട് വരുന്നതും നമ്മുടെ ഈ ഫേഷ്യൽ പെയിനായിട്ടും യാതൊരുവിധ റിലവൻസും ഇല്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. പിന്നെ സെൻട്രിക് റിലേഷൻ, സെൻട്രിക് ഒക്ലൂഷൻ എന്നൊക്കെ പറയുന്നത്. അതെ, അതുകൊണ്ടാണ് വേണ്ട. അപ്പോൾ ഞങ്ങൾ കൂടുതൽ പഠിപ്പിച്ച സെൻട്രിക് റിലേഷൻ, സെൻട്രിക് ഒക്ലൂഷൻ ആ ഒരു ഡോസൻ സ്കൂൾ ഓഫ് തോട്ടായിരുന്നു. അതിലെന്താണ്, അതിൻ്റെ എന്താണ് ബേസിക്? അത് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും വെറുത്തു. അത് ശരിക്കും പറഞ്ഞാൽ സിമ്പിൾ ടേംസിൽ ഒരൊറ്റ സെന്റൻസിൽ പറയാം. മസിൽസിലൊന്നും വലിയ റോളൊന്നും ഇല്ല. നിങ്ങൾ ചുമ്മാ വെച്ച് കടിപ്പിച്ചോ, അപ്പോൾ സംഭവം എല്ലാം സെറ്റാകും എന്നുള്ള ഒരു ഇതിലാണ്. അപ്പോൾ പക്ഷെ അതിന് വേണ്ടിയിട്ടുള്ള എന്ന് വെച്ചാൽ അത് ഒരു ക്രൂഡ് സയൻസ് എന്നല്ല പറയുന്നത്. പ്രാക്ടിക്കലി അതിൽ എനിക്ക് വലിയൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് ഞാൻ വൈശാൻ്റെ അടുത്ത് പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ ഒരു മെൻറ്റർ, പുള്ളിയെ എനിക്ക് കാണാനുള്ളൊരു സാധ്യത ഉണ്ടായിരുന്നു. പുള്ളിയുടെ കേസസ് ഞാൻ കണ്ടു. അദ്ദേഹവും പിന്നെ വേറൊരു ഡോക്ടറും, ഇവർ രണ്ടുപേരുമാണ് എൻ്റെ ന്യൂറോമസ്കുലർ ഡെൻറ്റിസ്ട്രിയിലത്തെ ഗുരുക്കളെന്ന് പറയാൻ. ദേവർ മാഗ്നാനിമസ് ഇനഫ്. ദേവർ ഡോക്ടർ രാജേഷ് ആൻഡ് ഡോക്ടർ ടാറ്റു എന്ന് പറയും. ദേവർ റിയലി ഗ്രേറ്റ്. അവരെന്നെ ഒരു ജൂനിയർ ഡോക്ടർ ആയാൽ പോലും ദേ അക്കോമഡേറ്റഡ് മീ. റൈറ്റ്. പിന്നെ അത് വലിയൊരു കാര്യമാണ്. അതെ, അത് കാരണം ഞാൻ നേരത്തെ പറഞ്ഞത് ഭയങ്കര ഒരു ഈഗോ കോൺസെപ്റ്റുള്ളൊരു ടോപ്പിക്കും കൂടിയാണത്. അവരെന്നെ ഇതിനെക്കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നു, പഠിപ്പിച്ചു തന്നു, കേസസ് ഒബ്സർവ് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി തന്നു. പിന്നെ അത് മാത്രമല്ല, എനിക്ക് എൻ്റേതായിട്ടുള്ളൊരു ഫ്രീഡവും തന്നു. അപ്പോൾ അതിൽ ഐ വാസ് ഏബിൾ ടു ലേൺ എ ലോട്ട്. അങ്ങനെ ഇപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ ആൻറ്റിക്ക് സെയിം പ്രോബ്ലം ഉണ്ട്. അപ്പോൾ ഒരു കേസ്, ഒരു ഡിസ്കഷൻ എന്നുള്ള നിലയ്ക്ക് എൻ്റെ ആൻറ്റിയുടെ കേസ് തന്നെ നോക്കാം. പുള്ളിക്കാരി ഷീസ് റൈറ്റ് നൗ ഇൻ ഹെർ ലേറ്റ് 60s. എറണാകുളത്ത് ഒരു ട്യൂഷൻ കോൺസെപ്റ്റ് കൊണ്ടുവന്നതിൽ ഒരാളെന്ന് വേണമെങ്കിൽ പറയാം. 40 കൊല്ലം മുമ്പ് ഒരു ട്യൂഷൻ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഉണ്ടായിരുന്നു. ത്രൈവിങ് സെൻറ്റർ ആയിരുന്നു അത്. ഒത്തിരി പേരുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഓർമ്മ വെച്ച കാലം തൊട്ട് ആൻറ്റിക്ക് സദാസമയം തലവേദനയാണ്. തലവേദന എന്ന് പറയും. ഇത് എല്ലാ വീട്ടിലും നടക്കുന്നൊരു കാര്യമാണത്. അൺഫോർച്ചുനേറ്റ്ലി ഈ TMJ എന്ന് പറയുന്ന പ്രശ്നത്തിൽ മോസ്റ്റ് ഓഫ് ദ പേഷ്യൻസ് ആർ ഫീമെയിൽ പേഷ്യൻസ്. ഓക്കെ, അതിൻ്റെ ആയിട്ടുള്ള കുറേ ഇതുണ്ട്, ഫിസിയോളജി ഉണ്ട്, കുറച്ച് സയൻറ്റിഫിക് ആണത്. ബട്ട് ഫീമെയിൽസിലാണ് കൂടുതലത് കാണപ്പെടുന്നത്. 10 പേഷ്യൻസ് ഉണ്ടെങ്കിൽ അതിൽ 7 പേര് ഫീമെയിൽസ് ആയിരിക്കും. അപ്പോൾ ആൻറ്റിക്ക് തലവേദന, കഴുത്ത് വേദന, ഫേഷ്യൽ പെയിൻ, മര്യാദയ്ക്ക് ഫുഡ് കഴിക്കാൻ പറ്റില്ല, ബാക്ക് പെയിൻ, കൈ മരവിച്ച് പോവുക, ചെവിക്ക് എപ്പോഴും പ്രശ്നം. പിന്നെ ആൻറ്റിക്ക് 2 പ്രാവശ്യം ചെവിക്കകത്ത് സർജറി ചെയ്തതാണ്. ഓക്കെ. എങ്ങനെയാണ്? 1 മാസത്തിനുള്ളിൽ തന്നെ. അതെന്തിനാണ്? അത് മിഡിൽ ഇയർ ഇൻഫെക്ഷൻ വന്നൊരു കാര്യം കൊണ്ട്. ആൻറ്റി മൗത്ത് ബ്രീത്തിങ് ഉണ്ടായിരുന്നു. ഓക്കെ. വായി കൂടെയാണ് കൂടുതൽ ശ്വാസം എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതങ്ങനെ വരുന്ന സമയത്ത് മിഡിൽ ഇയർ ഇൻഫെക്ഷൻസ് വരാനുള്ള ടെൻഡൻസി കൂടുതലാണ്. ചെറിയ പ്രായം തൊട്ട് തന്നെ അങ്ങനെയാണ്. കാരണം മൗത്ത് ബ്രീത്തിങ് നടക്കുന്ന സമയത്ത് നമ്മുടെ ജോ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് പ്രോപ്പറായിട്ട് നടക്കില്ല. അപ്പോൾ കുട്ടികൾക്ക് ദിസ് ടോപ്പിക് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. പീഡിയാട്രിക് ഏജ് ഗ്രൂപ്പിലുള്ള പിള്ളേർക്ക് മൗത്ത് ബ്രീത്തിങ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അത് ഒരിക്കലും നടക്കാൻ പറ്റില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ വന്ന സമയത്ത് ആൻറ്റിക്ക് മിഡിൽ ഇയർ ഇൻഫെക്ഷൻ കൂടുതൽ വന്നു. അത് വന്ന സമയത്ത് പണ്ട് ആ സമയത്തൊക്കെ ജനറൽ ഹോസ്പിറ്റലിൽ മിഡിൽ ഇയർ ഇൻഫെക്ഷൻ ഒട്ടൈറ്റിസ് മീഡിയ എന്ന് പറയും. അപ്പോൾ അത് വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ തുറക്കും, ഇത് ക്യൂറേറ്റ് ചെയ്യും, ഇത് വയ്ക്കും, പസ്സും കാര്യങ്ങളും ഇൻഫെക്ഷനൊക്കെ എടുത്ത് മാറ്റും ചെയ്യും. ഇത് ചെയ്ത സമയത്ത് എന്തോ ഒരു ചെറിയൊരു പ്രശ്നം പറ്റി. അത് എന്താണെന്ന് ഇപ്പോഴും ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. ഒരു വിത്തിൻ 2 weeks 2 or 3 weeks സെയിം സർജിക്കൽ സൈറ്റിൽ പിന്നെയും അവർ ഒന്നും കൂടി ഓപ്പൺ ചെയ്തത് പിന്നെയും ചെയ്തു. ഓക്കെ. അതോടെ ആൾ തകിട് പൊടിയായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് ഗ്രാജുവലി ഇതൊരു അക്യൂട്ടായിട്ട് വരുന്നൊരു പ്രശ്നമല്ല. പതുക്കെ ഇറ്റ് ക്രീപ്സ് ഇൻ ആൻഡ് വൺസ് ഇറ്റ് ഹിറ്റ്സ് യു. ഇത് വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ സംഭവം അത്ര നല്ലൊരു സുഖമുള്ളൊരു ഏർപ്പാടല്ല ഈ TMJ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് ജോബ് പൊസിഷനിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് വന്നിട്ടുണ്ടാവും. ഒന്നില്ലെങ്കിൽ അവർ ആ മസിൽസിൽ എന്തെങ്കിലും ഒരു അറിയാതെ എന്തെങ്കിലും കട്ട് ചെയ്തിട്ടുണ്ടാവാം. ഓക്കെ, വി ഡോണ്ട് നോ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വന്നൊരു പേഷ്യൻ്റാണ് എൻ്റെ ആൻറ്റി. പിന്നെ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് ആൻറ്റി സദാസമയം കിടപ്പാ. തലവേദന, മേൽവേദന, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല.
അപ്പോൾ ഈ ട്യൂഷൻ പുള്ളിക്കാരുടെ കരിയർ ഭയങ്കരമായിട്ട് ഡിക്ലൈൻ ആയിക്കൊണ്ടിരുന്നു. ഞങ്ങൾക്കത് കാണാം. കാരണം വി വർ ഇൻ എ ജോയിൻറ്റ് ഫാമിലി. ചെറിയൊരു വീടാണ്. അപ്പോൾ വി സീ ദിസ് ഓൺ എ ഡെയിലി ബേസിസ്. അപ്പോൾ സ്റ്റുഡൻസ് കുറയുന്നു. ഇതിപ്പോൾ ഇന്ന് ക്ലാസ് ഉണ്ടാവും, ചിലപ്പോൾ നാളെ ക്ലാസ് ഉണ്ടാവില്ല. അങ്ങനെ പോയി ലാസ്റ്റ് പുള്ളിക്കാരുടെ ഹെൽത്ത് ഭയങ്കര പ്രശ്നമായി. ഓക്കെ. ആൻഡ് ഷീ ഈസ് നോട്ട് മാരിഡ്. ഓക്കെ. കാരണം ഒരു മൈഗ്രെയിൻ, ഒരു സ്റ്റഡി ഉണ്ട് മൈഗ്രെയിനെ കുറിച്ച്. ഒരു 70% ഓഫ് മൈഗ്രെയിൻ പേഷ്യൻസ് ലേഡീസ് അവർ പറയുന്നത് എനിക്ക് മാരേജ് വേണ്ടെന്നാണ്. മാരീഡ് ആയാൽ പോലും അവർ പറഞ്ഞു വേണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. കാരണം വേറൊന്നുമല്ല, ഇത് ഇവർക്ക് അവരെ തന്നെ നോക്കാൻ പറ്റുന്നില്ല. പിന്നെ എങ്ങനെയാണ് ഞാനൊരു കുടുംബജീവിതത്തിലോട്ട് എടുത്ത് കയറുന്നത്? ഇഫ് ഐ കനോട്ട് ഹാൻഡിൽ മൈ സെൽഫ്, പിന്നെ വാട്ട് അബൌട്ട് അതേഴ്സ് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ വരില്ല അവിടെ, പറ്റില്ല. അപ്പോൾ ദിസ് ഇസ് ദ റിയാലിറ്റി ഓഫ് ലൈഫ്. ഇതിപ്പോൾ നമ്മുടെ ചുറ്റുവട്ടത്തും നമ്മുടെ സൊസൈറ്റിയിലും സ്ഥിരം കണ്ടുവരുന്നൊരു കാര്യമാണിത്. അപ്പോൾ ആൻറ്റിക്ക് ഇങ്ങനെ, ഷീ ഈസ് ഓൾസോ നോട്ട് മാരിഡ്, ആൻറ്റി കല്യാണം കഴിച്ചില്ല. പിന്നെ അപ്പോൾ ഞാൻ എൻ്റെ മെൻറ്ററിൻ്റെ കേസസ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ചിലപ്പോൾ ആൻറ്റിക്ക് ഈ പ്രശ്നമാവോ എന്ന് പറഞ്ഞിട്ട് ആൻറ്റിയെ കൊണ്ട് കാണിച്ചു. അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ചെയ്തു. നല്ല ചേഞ്ച് ആയിരുന്നു. ആണോ? ഒരു മരുന്നുമില്ല. ദ ബെസ്റ്റ് തിങ് അബൌട്ട് ന്യൂറോമസ്കുലർ ഡെൻറ്റിസ്ട്രി ഇസ് ഇതിൽ മെഡിസിൻസിൻ്റെ ഇൻവോൾവ്മെൻറ്റ് വളരെ കുറവാണ്. ആൻഡ് ഇറ്റ്സ് മോർ ഓഫ് ഒരു ഡെൻറ്റൽ അല്ലെങ്കിൽ ഒരു ബയോമെക്കാനിക്കൽ കറക്ഷനാണ് കൂടുതൽ വരുന്നത്. നമ്മൾ സർജിക്കലായിട്ട് ഒന്നും ചെയ്യുന്നില്ല. ഇഞ്ചെക്ഷൻസ് ഇല്ല, മെഡിസിൻസ് ഇല്ല, ജസ്റ്റ് ബയോ മെക്കാനിക്സ്, ഹ്യൂമൻ ബയോ മെക്കാനിക്സിൽ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഇഫ് യു ക്യാൻ പ്ലേ അറൗണ്ട് വിത്ത് ബൈറ്റ്, ഈ ബൈറ്റ് വെച്ചുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. യു ക്യാൻ മേക്ക് എ പേഴ്സൺ ഓർ ബ്രേക്ക് എ പേഴ്സൺ. ഓക്കെ. പുള്ളിക്കാരുടെ കഴുത്ത് വേദന മാറി. ഓക്കെ. ആൻഡ് കൈ മരവിച്ച് പോകുന്ന പ്രശ്നങ്ങൾ അത് മാറി, ചെവി വേദന മാറി, തലവേദന മാറി. അപ്പോൾ തന്നെ ആൾ ഉഷാറായി. മരുന്നും കഴിക്കുന്നില്ല. പക്ഷേ ഈ 30-35 കൊല്ലമായിട്ട് മരുന്ന് കഴിച്ച് ആളുടെ സിസ്റ്റം തകിട് പൊടിയായിരുന്നു. അതൊന്നും ഇറ്റ് വാസ് നോട്ട് വെരി ഗുഡ്. അതൊന്ന് വെച്ച് നോക്കുമ്പോൾ ഇറ്റ് ഇസ് മച്ച് ബെറ്റർ. ഓക്കെ. ഇപ്പോഴും ഞാൻ ഇപ്പോൾ ആൻറ്റിയുടെ കേസ് സിവിയർ കേസസ് ആണ്. ഇറിവേഴ്സിബിൾ ഡാമേജ് വന്നതാണ്. ഈ ചെവിയുടെ ഓപ്പറേഷൻ അതൊക്കെ ചെയ്തിട്ട് ഇറിവേഴ്സിബിൾ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ ഇപ്പം നോക്കുമ്പോൾ ഷീ ഈസ് ഒരു 70-80% ഷീ ഈസ് മച്ച് ബെറ്റർ. ആൻറ്റിയുടെ റിയാക്ഷൻ എന്തായിരുന്നു ഇങ്ങനെ വന്നുകൊണ്ടിരുന്നപ്പോൾ? ലൈക്ക് ഹൗ? ഒന്ന്, ഇതിൽ ഇത്ര കാലങ്ങളായിട്ട് ഒരു വേദന അനുഭവിക്കുന്ന ഒരാൾക്ക് അവരുടെ ഒരു ബോഡി ബയോ കെമിസ്ട്രി തന്നെ ഇറ്റ് ഇസ് വെരി ഡിഫറെൻറ്റ്. ഓക്കെ. അവരുടെ ആറ്റിറ്റ്യൂഡ് തന്നെ, മെൻ്റൽ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ ഇറ്റ് വിൽ ബി വെരി ഡിഫറെൻറ്റ്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേദന ഇല്ലെങ്കിൽ പോലും അവർ വിചാരിക്കും ചെറിയ വേദന അവിടെ എവിടെയോ ഉണ്ട് എന്ന് പറഞ്ഞിട്ട്, എന്നാലും കുറച്ചും കൂടി ഒന്ന് കറക്റ്റ് ആവാമെന്ന് പറഞ്ഞിട്ട് അവരൊരിക്കലും 100% ഓക്കെ എന്ന് പറയില്ല. പക്ഷെ എന്നാൽ കംപ്ലയിൻസ് ഇല്ല, തലവേദനയെ കുറിച്ച് പറയുന്നില്ല. ചുറ്റുമുള്ളവർക്ക് മനസ്സിലാവും. നമ്മൾ എടുത്ത് ചോദിക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോൾ ദർ ഇസ് ഒരു സൈക്കോളജിക്കൽ ആസ്പെക്റ്റും ഉണ്ട്. ബട്ട് ഇറ്റ് ഇസ് നോട്ട്, നേരത്തെ നമ്മൾ സ്കൂൾ ഓഫ് തോട്ട്സ് പറഞ്ഞില്ലേ, ചില സ്കൂൾസ് വിചാരിക്കുന്നത് ഇറ്റ് ഇസ് 100% സൈക്കോളജിക്കൽ, സൈക്കോ സോഷ്യൽ എന്നാണ് വിചാരിക്കുന്നത്. സൈക്കോസൊമാറ്റിക് എന്നാണ് അവർ വിചാരിക്കുന്നത്. പക്ഷെ ഞാൻ നേരെ തിരിച്ചാണ് പറയുന്നത്, സൊമാറ്റോ സൈക്കിക് ആണത്. സൈക്കോസൊമാറ്റിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിൻ്റെ തോട്ട്സ് കാരണം നമുക്ക് ഈ വേദനയുടെ പ്രശ്നങ്ങൾ വരുന്നു. ഞാനെന്നല്ല, ഞങ്ങളുടെ ഈ ന്യൂറോമസ്കുലർ ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് കൂടുതൽ ആൾക്കാരുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ പറയും അതങ്ങനെയല്ല, ഇറ്റ് ഇസ് ദി അതർ വേ അറൗണ്ട്. ബോഡിയിൽ കാര്യമായി നടക്കുന്ന പ്രശ്നങ്ങൾ കൊണ്ട് യുവർ സൈക്കി ഓൾസോ ഗെറ്റ്സ് ഓൾട്ടേർഡ്. ഡെഫിനറ്റ്ലി. അതെ. ഇപ്പോൾ ഒരു ബ്രെയിൻ കെമിസ്ട്രി, ഇത്രയും ഒരു ക്രോണിക് പെയിൻ സഫർ ചെയ്യുന്ന ഒരാളുടെ ഒരു ബ്രെയിൻ കെമിസ്ട്രി നോക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് വെരി ഡിഫറെൻറ്റ്. എപ്പോഴും ഡിപ്രസ്ഡ് ആയിരിക്കും, ആങ്സൈറ്റി, ഭയങ്കര ഇഷ്യൂസ് ഉണ്ടാവും. ഇതാണ് ഇതിൻ്റെ ഒരു ന്യൂറോമസ്കുലർ ഡെന്റിസ്ട്രിയുടെ ഒരു ചെറിയൊരു ഇത് പറയുകയാണെങ്കിൽ ഇതിങ്ങനെയാണ് സംഭവം. ഈ ഒരു കാലഘട്ടത്തിൽ ഇറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം ഇപ്പോൾ ജസ്റ്റ് ഒരു പാർക്കിലോ അല്ലെങ്കിൽ ഒരു തിയേറ്ററിലോ ജസ്റ്റ് പോയി നിങ്ങൾ ഒരു 10 പേരെ നോക്കിയാൽ മതി. ആർക്കൊക്കെ ഫോർവേഡ് ഹെഡ് പോസ്ചർ ഉണ്ട്, ജോ, താഴത്തെ താടിയല് ഒരു ഫേഷ്യൽ പ്രൊഫൈലായിട്ട് നോക്കുമ്പോൾ കുറച്ച് പിന്നിലാണോ, ഫേഷ്യൽ ഫീച്ചേഴ്സിൽ എന്തെങ്കിലും ഒരു വ്യത്യാസങ്ങളുണ്ടോ, ഇടുങ്ങിയ പല്ലുകൾ ആർക്കൊക്കെ ഉണ്ട്, പല്ലിൻ്റെ അലൈൻമെൻറ്റ് കറക്റ്റ് ആകാത്ത ആൾക്കാർ ആരൊക്കെയാണ്, വായ തുറന്നിട്ട് ആരൊക്കെ ബ്രീത്ത് ചെയ്യുന്നുണ്ട്. പോസ്ചർ എന്ന് പറയുമ്പോൾ നമ്മുടെ ലാലേട്ടൻ്റെ പോസ്ചർ കണ്ട് ഇങ്ങനെയാണല്ലോ, ചെറിയൊരു ചെരിവുണ്ട്. TMJ ഉള്ള പേഷ്യൻസിന് മിക്കവർക്കും ഈ ഒരു ചെരിവുണ്ടാവും. കാരണം ബോഡിയുടെ കോമ്പൻസേഷനാണ്. കാരണം ബൈറ്റ് ഒരു ജോയിൻ്റ് ആണ്. ഈ ജോയിൻറ്റിൽ ഒരു പ്രശ്നം വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കോമ്പൻസേറ്ററി മെക്കാനിസം ആയിട്ട് കഴുത്തിൻ്റെ അലൈൻമെൻറ്റ് ചേഞ്ച് വരും, ഷോൾഡറുടെ പൊസിഷനും ചേഞ്ച് വരും, പയ്യെ ബാക്കിൻ്റെ പൊസിഷനിൽ ചേഞ്ച് വരും, മുട്ടിൻ്റേത്. ഇറ്റ് ഈസ് എ ഡിസെൻഡിങ് പ്രോബ്ലം.
അസെൻഡിങ് പ്രോബ്ലം ഉണ്ട്. ഓക്കെ. ഇവിടെ കാലിൻ്റെ നമ്മുടെ ഫുട്ടിങ്ങിൽ ഫീറ്റിൻ്റെ ഒരു പൊസിഷനിൽ എന്തെങ്കിലും പ്രശ്നം വന്നു എന്ന് വെച്ച് കഴിഞ്ഞാലും ഇറ്റ് ക്യാൻ അസെൻഡ്. ഓക്കെ. ഡിസെൻഡിങ് ആൻഡ് അസെൻഡിങ്, ബട്ട് 90% ഓഫ് ദ ടൈംസ് ഇറ്റ് ഇസ് എ ഡിസെൻഡിങ് പ്രോബ്ലം. ഇവിടെ നിന്നാണ് പ്രശ്നം വരുന്നത്. ഇതാണ് TMJയുടെ ഒരു ബേസിക്സ്. ഞാൻ ചോദിക്കട്ടെ, അപ്പം വാട്ട് ആർ സം പ്രിവെൻറ്റീവ് മെഷേഴ്സ് ദാറ്റ് പീപ്പിൾ ക്യാൻ ടേക്ക് ഫ്രം ഇറ്റ് ഹാപ്പനിങ്? പ്രിവെൻറ്റീവ് മെഷർ എന്ന് നോക്കുവാണെങ്കിൽ പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്ക് സോൾവ് ചെയ്യാൻ ഇപ്പം ഉണ്ട്. അല്ല, ഐ ആം ആസ്കിങ് റിവേഴ്സ് അങ്ങനെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? വൈശാഖ ചോദിച്ചത് ഒരു ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഇതെങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാമെന്ന്. കാരണം കൂടുതൽ നമ്മുടെ ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫയർ ഫൈറ്റിംഗ് ആറ്റിറ്റ്യൂഡാണ്. ഫയർ പ്രിവെൻഷൻ ആറ്റിറ്റ്യൂഡില്ല. പ്രശ്നം വന്നു കഴിഞ്ഞിട്ട് ഇത് എങ്ങനെ പരിഹരിക്കുക എന്നുള്ളൊരു ഇതിലാണ്. പക്ഷേ പ്രശ്നം വരാതിരിക്കാനും വേണ്ടി നമുക്ക് നോക്കാം. വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കാറുള്ളൂ. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഇഫ് യു സീ അല്ലെങ്കിൽ നിങ്ങൾ ഒബ്സർവ് ചെയ്യുവാണ്, നിങ്ങൾക്ക് തലവേദനയുണ്ട്, വിട്ടുമാറാത്ത തലവേദനയുണ്ട്, കഴുത്ത് വേദനയുണ്ട്, പല്ലിൻ്റെ അലൈൻമെൻറ്റ് ശരിയല്ല. പല്ലിൻ്റെ അലൈൻമെൻറ്റ് ശരിക്കും പറഞ്ഞാൽ ഭംഗിക്ക് മാത്രമല്ല, ജോയിൻറ്റിൻ്റെ ഹെൽത്തിനും സ്ട്രക്ചറൽ വെൽബീയിങ്ങിനും വളരെ ഇമ്പോർട്ടൻ്റാണ്. വായിക്കൂടെയാണ് നിങ്ങൾ ശ്വാസം എടുക്കണേ, നേസൽ ബ്രീത്തിങ് ഇല്ല എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ യു ക്യാൻ പ്രിവെൻറ്റ് ദോസ് തിങ്സ്. അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് ആക്ച്വലി എടുക്കാം, അപ്പം തന്നെ എടുക്കാം, ചെയ്യാൻ പറ്റും. കൺസർവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. ഒരു ദിസ് ഈസ് മെയിൻലി ഫോർ യങ് അഡൽട്സ് ആൻഡ് യങ് അഡൽട്സ്. കിഡ്സിൻ്റെ ഇതിൽ വരുന്ന സമയത്ത്, കുട്ടികളുടെ ഇതിൽ വരുന്ന സമയത്ത് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, അഡൽട്സിന് നമ്മളെപ്പോഴും മാനേജ്മെൻറ്റാണ്. ഓക്കെ, യു ക്യാൻ ബ്യൂട്ടിഫുള്ളി മാനേജ്. കുട്ടികളിലാണ് ശരിക്കും പറഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ് വരുന്നത്. ഓക്കെ, കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. കുട്ടികളിൽ എന്തൊക്കെയാണ് നമ്മൾ കാണുന്നത്, എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ കാണുന്നത്? എഗെയിൻ മൗത്ത് ബ്രീത്തിങ് വരുന്ന സമയത്ത് താടിയെല്ലിൻ്റെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിൽ പ്രശ്നം വരും. താടിയെല്ലിൻ്റെ വളർച്ചയിലുള്ള അപാകതകൾ. ഒരു താടി വലുതായിരിക്കും, മറ്റേ താടി ചെറുതായിരിക്കും, പല്ല് ഇടുങ്ങിയ പല്ലുകളായിരിക്കും, പല്ല് പൊന്തിയതായിരിക്കും. ഓക്കെ. ഉറങ്ങുന്ന സമയത്ത് കൂർക്കം വലി ഒരിക്കലും പാടില്ല. സ്നോറിങ് ഇൻ കിഡ്സ്, ഓ സോ ക്യൂട്ട് എന്നൊക്കെ പറയും, മാങ്ങാത്തുലി, അങ്ങനെയൊന്നും പാടില്ല സത്യം പറ. അല്ല, ഞാൻ കേട്ടതാണത്. അപ്പോൾ ഇത് മിക്കവരും പറയണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടികളല്ലേ അത് അവരങ്ങ് വളർന്നോളും എന്ന് പറഞ്ഞിട്ട് ഏറ്റവും ഡേഞ്ചറാണ്. സിംറ്റമായിട്ട് കാരണം ഈ സ്നോറിങ് എന്തുകൊണ്ട് വരുന്നു? ടോൺസിൽസ് അല്ലെങ്കിൽ അഡിനോയിഡ്സിൻ്റെ അമിതമായ വളർച്ച വരുന്ന കാരണം കൊണ്ട് ശ്വാസനാളം തടസ്സപ്പെടുന്നു, ബ്രീത്തിങ് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ പിള്ളേർക്ക് ADHDയുടെ ചാൻസസ് കൂടുതലാണ്. ADHD പ്രോബ്ലംസ് ഉള്ള കുട്ടികൾക്ക് ഏറ്റവും ഫസ്റ്റ് ചെയ്യേണ്ടത് സ്ലീപ്പ് ഒപ്റ്റിമൈസേഷൻ, എയർവേ ക്ലിയർ ചെയ്യുക, അവർ നല്ല രീതിയിൽ കിടന്നുറങ്ങട്ടെ. ADHD കുറേയൊക്കെ കുറയും. അതിൻ്റെ കൂടെ അഡ്ജങ്ക്റ്റ് ആയിട്ട് ഇഫ് യു ക്യാൻ ഡു കൗൺസിലിംഗ് അല്ലെങ്കിൽ ഈ ലേണിംഗ് ഡിസബിലിറ്റി ട്രീറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ അതിൻ്റെ തെറാപ്പി അതുപോലെ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി വെരി എഫക്റ്റീവ്. ഞാൻ കുറച്ച് കേസസ് ഐ ഹാവ് ഹാൻഡിൽഡ് ആൻഡ് നല്ല റിസൾട്ട്സ് കിട്ടിയിട്ടുണ്ട്. കൗൺസിലിങ്ങിൻ്റെ ഹെൽപ്പ് കൂടി വരുന്ന സമയത്ത് ഇറ്റ് ഈസ് അമേസിങ്. ഓക്കെ, ADHD ഇപ്പം ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളേർക്ക് മരുന്നാണ് കൊടുക്കുന്നത് കൂടുതൽ. ആൻഡ് ഇറ്റ് ചേഞ്ചസ് യുവർ ബ്രെയിൻ കെമിസ്ട്രി. അതിൻ്റെ ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ. എഗെയിൻ ഇറ്റ് ഈസ് ഓരോ കേസ് അനുസരിച്ചിട്ടുള്ള കാര്യം കൂടിയാണ്. ബട്ട് ഞാൻ ജനറൽ ഒബ്സർവേഷനാണ് ഞാനിത് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് പ്രൂവൺ. ADHD എന്നുള്ളൊരു ടോപ്പിക്കിൽ സ്ലീപ്പ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, എയർവേ ബ്രീത്തിങ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇത് ചെയ്യാം, പ്രിവെൻറ്റീവായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ നോക്കാം. കൂർക്കം വലിച്ച കുട്ടിക്ക് എന്ത് ചെയ്യണം നമ്മൾ? അങ്ങനെ വരുന്ന ഒരു കുട്ടിക്ക് നമ്മൾ ഇത് ഇങ്ങനത്തെ ഒരു കേസസിൽ എപ്പോഴും ഒരു മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ചാണ് വരുന്നത്. ഞാൻ വെരി ഫോർച്ചുനേറ്റ് ടു ബി വർക്കിംഗ് വിത്ത് ഗുഡ് ENT ഡോക്ടേഴ്സ്. അപ്പോൾ ഇപ്പോൾ ENT ഡോക്ടേഴ്സും വളരെ ഓപ്പണായിട്ട് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നൊരു ആറ്റിറ്റ്യൂഡുള്ള ഡോക്ടേഴ്സാണ്. ഫസ്റ്റ് ക്ലിനിക്കലി എക്സാമിൻ ചെയ്യും, അതിന് വേണ്ട സ്കാൻസ് എടുക്കും, എക്സ്റേ സ്കാൻസ് കാര്യങ്ങളെടുക്കും. ഡയഗ്നോസിസ് ഫസ്റ്റ് കറക്റ്റ് ചെയ്യും. ഡയഗ്നോസിസ് ഇസ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞ് അതെ നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദെൻ ഒരു ട്രീറ്റ്മെൻറ്റ് പ്ലാന് നമ്മൾ ഉണ്ടാക്കും. അപ്പോൾ ENT ഡോക്ടേഴ്സ് അവരുടെ ഇതും പറയും, ഞങ്ങളുടെ ഇതും പറയും, ഏതെങ്ങനെ ഫസ്റ്റ് ചെയ്യണമെന്ന് തീരുമാനിക്കും. കേസിനനുസരിച്ചിട്ട് അത് മാറും. അപ്പോൾ ഇതാണ് പൊതുവേ ചെയ്യുന്നത്. പിന്നെ അത് മാത്രമല്ല, പിന്നെ ഇപ്പോൾ പ്രിവെൻറ്റീവ് ഇതിൽ നോക്കുവാണെങ്കിൽ ഇപ്പോൾ ഹാബിറ്റ്സ്, ചില പിള്ളേർക്ക് തംസക്കിങ് ഉണ്ടാവും, ചില പിള്ളേർക്ക് ടങ് ത്രസ്റ്റിങ്, നാക്ക് വെച്ച് ഇങ്ങനെ തള്ളാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. ഇതൊക്കെ ഉണ്ടെങ്കിൽ ഹാബിറ്റ്സ് ബ്രേക്ക് ചെയ്യണം. ഹാബിറ്റ് ബ്രേക്കിംഗ് ഡിവൈസസ് ചെറിയ പ്രായത്തിൽ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ കുറച്ചും കൂടിയും ബാക്കിലോട്ട് പോവുകയാണെങ്കിൽ ഒന്നും വേണ്ട, ജസ്റ്റ് ഒരു പ്രിവെൻറ്റീവായിട്ട് ചെയ്യാനുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂയിങ്,
ബ്രീത്തിങ്, സ്വോളോയിങ്, 3 ആസ്പെക്ട്സ് ഒപ്റ്റിമൈസ് ചെയ്യാൻ നോക്കുക, കറക്റ്റ് ആക്കാൻ നോക്കുക. ചെറിയ പ്രായത്തിൽ തന്നെ യു ഗിവ് ദം ഹാർഡ് ഫുഡ്സ്, നല്ല രീതിയിൽ ചവയ്ക്കാൻ പഠിപ്പിക്കും. നല്ല ഹാർഡ് ഫുഡ് കൊടുക്കാം. സാധാരണ എല്ലാ ലിക്വിഡ് ഫുഡ് ഇപ്പം ഞാൻ പറയട്ടെ, നമ്മുടെ ഒരു എവല്യൂഷണറി ഇത് നോക്കുവാണെങ്കിൽ നമ്മുടെ ഫേസസ്, നമ്മുടെ മുഖങ്ങൾ ചെറുതായിക്കൊണ്ടിരിക്കുന്നത് ബിക്കോസ് ഈ പ്രോസസ്ഡ് ആൻഡ് റിഫൈൻഡ് ഫുഡ് വരുന്നൊരു കാരണം കൊണ്ട്. ഇപ്പോഴാണ് ഈ വിസ്റ്റം ടീത്ത് എടുക്കുക, അതായത് വിസ്റ്റം ടീത്തിൻ്റെ പ്രശ്നങ്ങൾ കൂടി വരുന്നത്. എല്ലാവർക്കും വിസ്റ്റം ടീത്ത് ഉണ്ട്, പക്ഷേ അതിനനുസരിച്ചുള്ള താടിയുടെ ഒരു വളർച്ച ഇല്ല. കാരണം നമ്മുടെ ഈ റിഫൈൻഡ് ആയിട്ടുള്ള ഫുഡ് വരുന്ന സമയത്തുള്ള പ്രോബ്ലംസ് ആണ് അതൊക്കെ. അപ്പോൾ ഹാർഡ് ഫുഡ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം, നല്ലോണം ചൂയിങ് പ്രൊമോട്ട് ചെയ്യാം, മൂവ്മെൻറ്റ്, പിള്ളേരുടെ അടുത്ത് കൂടുതൽ പോയി കളിക്കാൻ പറയാം, ഗെറ്റ് ദം ഇൻവോൾവ് വിത്ത് സോയിൽ, മണ്ണായിട്ടുള്ള കൂടുതൽ ഇൻട്രാക്ഷൻ വരട്ടെ. അതിന്ന് ഇമ്മ്യൂണിറ്റി ആക്ച്വലി കിട്ടും. മീൻസ് നമുക്ക് ആ ഒരു ബാക്ടീരിയൽ എക്സ്പോഷർ കിട്ടുന്ന സമയത്ത് ഇത് ഇമ്മ്യൂണിറ്റി ഓൾസോ അതിന് അഗേൻസ്റ്റ് ഉള്ള ഒരു പ്രതിരോധ ശക്തി അതും അങ്ങനെ കൂടും. ഒരു കേസ് ഞാനത് പറയാം, ഡിസ്കസ് ചെയ്യാം, കുറച്ചൊന്ന് ഇതൊന്ന് പറഞ്ഞു നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാം, ചൂയിങ് പ്രൊമോട്ട് ചെയ്യാം. പിന്നെ ഈ പറഞ്ഞ മൗത്ത് ബ്രീത്തിങ് അല്ലെങ്കിൽ ഈ ഹാബിറ്റ്സ് ഉണ്ടെങ്കിൽ അതപ്പം തന്നെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോകും. ചെറിയ കാര്യങ്ങൾ അപ്പം ചെയ്ത് കഴിഞ്ഞാൽ കാര്യങ്ങൾ ശരിയാകും. പിന്നെ ഒരു അവയർനെസ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് അവയർനെസ് ആണ്. TMJ എന്താണ്, TMJ പ്രശ്നങ്ങൾ എന്താണ്, ഇതെന്തെങ്കിലും നിങ്ങൾക്ക് ഈ വക പ്രോബ്ലംസ് ഉണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആർക്കെങ്കിലും ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഒരു ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് റെഫർ ചെയ്യാം. സിമ്പിൾ ആസ് ദാറ്റ്. ഈ ഒരു കോൺസെപ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ മോള് ജനിക്കുന്നതിന് മുമ്പ് എൻ്റെ വൈഫ് കൺസീവ് ആയ സമയത്ത് ഞാൻ പറഞ്ഞു നമുക്ക് ഹോസ്പിറ്റൽസിൽ നിന്ന് മാറി ഒരു മിഡ് വൈഫ് കോൺസെപ്റ്റുള്ള ഒരു സെൻറ്ററിൽ പോയി വിൽ ഹാവ് അവർ ബേബി എന്ന് പറഞ്ഞു. എന്താണ് മിഡ് വൈഫ് കോൺസെപ്റ്റ് എന്നൊന്ന് പറയൂ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പഴയ വയറ്റാട്ടികൾ എന്ന് പറയില്ലേ, ഒരു പ്രഗ്നൻസി ഒരിക്കലും ഒരു ഡിസീസോ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ പോകേണ്ട സംഭവം അല്ലെന്നാണ് പറയുന്നത്. കറക്റ്റാണ് അവർ പറയണത്. ഒരു സ്ത്രീയുടെ ഒരു ലൈഫിൽ നടക്കുന്ന ഒരു നാച്ചുറൽ ആയിട്ടുള്ളൊരു സംഭവമാണ്. അതിനെന്തിനാണ് ഹോസ്പിറ്റലിൽ പോകണേ? ഇതാണ് അവരുടെ കോൺസെപ്റ്റ്. ആൻഡ് ദേ ഡൂ തിങ്സ് ഇൻ എ ഡിഫറെൻറ്റ് വേ. ഒരു പ്രഗ്നൻസി ദേ ലുക്ക് ചൈൽഡ് ബർത്തിങ് ഇൻ എ ഡിഫറെൻറ്റ് വേ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ വെച്ചിട്ടാണ് ഇപ്പോൾ ഒരു പേഷ്യൻറ്റിനോ അല്ലെങ്കിൽ പേഷ്യൻ്റല്ല, ഒരു ലേഡീനെ അവർ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഈ ബർത്ത് വില്ലേജ് എന്ന് പറഞ്ഞ കാക്കനാട്ടിൽ ഞാൻ പോയി. എനിക്ക് നോ മോണിറ്ററി ബെനിഫിറ്റ് ഫ്രോം ബർത്ത് വില്ലേജ്. ഇത് പറയുന്നതുകൊണ്ട് അല്ല, ഞാനിവിടെ വേറെ ഹോസ്പിറ്റൽ ആദ്യം ഇനീഷ്യലി കാണിച്ച സമയത്ത് പക്ഷേ അവരുടെ അപ്രോച്ച് മോർ ടുവേർഡ്സ് സിസേറിയൻ ആയിരുന്നു. എനിക്ക് മനസ്സിലായി. പതുക്കെ അവർ സിസേറിയനിലോട്ട് പറയും. അതിനിടയ്ക്ക് അവർ വേറെ എന്തൊരു സർജറിയും ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെ സെക്കൻഡ് ഒപ്പീനിയൻ ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട്. സിസേറിയൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി കട്ട് ചെയ്തിട്ട് നാച്ചുറൽ ബർത്തിങ് അല്ല, ബർത്ത് കനാലിന് ഉള്ളൊരു ഇതല്ല. ഇത് കട്ട് ചെയ്തിട്ട് വയറ്റിന്ന് എടുക്കുന്നതാണ്. പക്ഷേ അതിൻ്റെ ഇമ്പോർട്ടൻസ് ഉണ്ട്, റിലവൻസ് ഉണ്ട്. ഒരിക്കലും അത് വേണ്ടെന്നല്ല പറയണത്, ഓൺലി ഇഫ് ഇറ്റ് ഇസ് റിക്വയർഡ്. പക്ഷേ റിക്വയർമെൻറ്റ് ഇല്ലാതെ തന്നെ ഫസ്റ്റ് തന്നെ ചിലവർ സിസേറിയൻ പറയും. എമർജൻസിക്കാണ് നമ്മൾ സിസേറിയൻ യൂസ് ചെയ്യുന്നത്. അതെ, അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ അല്ലെങ്കിൽ ഓൾറെഡി പ്രീ ഡിറ്റർമിൻഡ് ആയിരിക്കും ചില കേസസിൽ, അത് അങ്ങനെ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടേഴ്സിന് വളരെ സേഫാണ്. ഡോക്ടേഴ്സിന് വേറെ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ പേഷ്യൻറ്റിനും വേദന അനുഭവിക്കേണ്ട കാര്യമില്ല. അപ്പോൾ കൂടുതൽ ആൾക്കാർ സിസേറിയൻ പ്രിഫർ ചെയ്യും. ഞങ്ങൾക്ക് പക്ഷേ വി ഡിഡ്ന്റ് വാണ്ട് സിസേറിയൻ, വി വാണ്ടഡ് എ നാച്ചുറൽ ബർത്തിങ്. നാച്ചുറൽ ബർത്ത് വേണമെന്നൊരു കാരണം കൊണ്ട് തന്നെ വി അവോയ്ഡഡ് സിസേറിയൻ. പക്ഷേ ട്രെൻഡും ഞങ്ങളുടെ ഇതിലും അഡ്വൈസ് വാസ് മെയിൻലി ടുവേർഡ്സ് സിസേറിയൻ. അപ്പോൾ അതൊക്കെ മാറി ഈ ഒരു നാച്ചുറൽ ബർത്തിങ് സെൻറ്ററിലോട്ട് പോയി, ബർത്ത് വില്ലേജ് എന്ന് പറഞ്ഞ സെൻറ്ററിൽ. ആൻഡ് ഇറ്റ് വാസ് ഫിനോമിനൽ എക്സ്പീരിയൻസ്. അപ്പോൾ ഈ ഒരു നാച്ചുറൽ ബർത്തിങ്ങും നമ്മുടെ TMJ ടോപ്പിക്കും എങ്ങനെയാണ് അതിൻ്റെ റിലവൻസ് വരണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാഷ്യ. ഒരു ഫാഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മസിൽസിൻ്റെ അടിയിൽ കാണുന്ന ഒരു തിൻ ലെയർ ഓഫ് ഒരു ടിഷ്യൂ ആണ്. ഇറ്റ്സ് എ വെരി തിൻ. ഓരോ മസിൽ ഫൈബേഴ്സിനെ അറ്റാച്ച് ചെയ്യുന്ന ഒരു അവയവമാണ്. ഇറ്റ്സ് അനദർ ഓർഗൻ എന്ന് വേണമെങ്കിൽ പറയാം. തല തൊട്ട് കാൽപാദം വരെ അതുള്ളതാണ്, ലെയറാണ്. ഇറ്റ് കണക്ട്സ്. ഇപ്പോൾ ഞാനിപ്പോൾ വൈശാഖിൻ്റെ ഷർട്ട് ഇങ്ങനെ ഇടിക്കാൻ വേണ്ടി ചുരുട്ടി പിടിച്ച് കഴിഞ്ഞാൽ ഉള്ളൊരു റിങ്കിൾനെസ് ഉണ്ടാവില്ല, ഒരു ടൈറ്റ്നെസ് ഉണ്ടാവില്ല. ദാറ്റ് ഹാപ്പൻസ് ഇൻ യുവർ ഫാഷ്യ. ഇഞ്ചുറി വരുന്ന സമയത്ത് അതങ്ങനെ സംഭവിക്കും. അപ്പോൾ ഒരു കുഞ്ഞ് കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് ഫാഷ്യൽ ഡെവലപ്മെൻറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. ക്രേനിയൽ ബോൺസ് എങ്ങനെ വേണം, ഒരു കുഞ്ഞിൻ്റെ ആ ഒരു ഫുൾ
എൻറ്റയർ ജനിക്കുന്ന സമയത്തുള്ള ആ ഒരു ബോഡി സ്ട്രക്ചർ എങ്ങനെയാണ്, സ്കൾ ഡെവലപ്മെൻറ്റ് എങ്ങനെയാണ്, അതൊക്കെ ഈ ബർത്ത് കനാൽ ഉണ്ടല്ലോ, ബർത്ത് കനാലിൻ്റെ കോൺട്രാക്ഷൻ ആൻഡ് റിലാക്സേഷൻ, എക്സ്പാൻഷൻ, അതിൻ്റെ ബേസിസിൽ ഫാഷ്യൽ ബ്ലൂ പ്രിൻറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഫൗണ്ടേഷൻ അവിടെ തന്നെ തീരുമാനിക്കുന്നതാണ്. ഓക്കെ തീരുമാനിക്കപ്പെടും. റൈറ്റ്. ഇപ്പോൾ സിസേറിയൻ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാനൊരു സിസേറിയൻ ബേബിയാണ്. ഓക്കെ. എൻ്റെ തല നോക്കിയാൽ എവിടെയോ ഒരു മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ഉണ്ടെന്ന് പറയാം. നല്ല സൂപ്പർ ഈ സൈഡ് നോക്കുവാണെങ്കിൽ ഫ്ലാറ്റാ. ആണോ? ഓക്കെ. പക്ഷെ ഒരു നാച്ചുറൽ ബർത്തിങ് ഉള്ള ഒരു കുഞ്ഞിന് റൗണ്ട് ഹെഡ് ആയിരിക്കും എപ്പോഴും, ഫ്ലാറ്റ് ഹെഡ് ആവണമെന്നില്ല. ശരി. ഓക്കെ. പോഡ്കാസ്റ്റിന് വേണ്ടി സേവ് ചെയ്ത് ആണെന്ന് വിചാരിക്കരുത്. പോരല്ലേ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇങ്ങനത്തെ ഈ സിസേറിയൻ്റെ പ്രശ്നമല്ല, ബട്ട് ഈ സിസേറിയനായിട്ട് ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ആ ഒരു നാച്ചുറൽ ഇത് എന്താ പറയുക, ആ ഒരു അഡ്വാൻറ്റേജ് അവിടെ പോകുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് ഇത് ഞാൻ ഓസ്റ്റിയോപാത്സിൻ്റെ അടുത്ത് ഞാൻ കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അവരും ഈ സെയിം കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഒരു കുഞ്ഞ് ജനിക്കുന്നു, ഫസ്റ്റ് നടക്കേണ്ട ഒരു കാര്യം ബ്രസ്റ്റ് ഫീഡിങ് ആണ്. ഓക്കെ, പാൽ കുടിക്കണം. അതെ. പക്ഷേ ഇപ്പോൾ കൂടുതലും ഈ ബോട്ടിൽ ഫെഡ് ആർട്ടിഫിഷ്യൽ മിൽക്ക് കാര്യങ്ങളൊക്കെയാണ് കൊടുക്കുന്നത്. ബ്രസ്റ്റ് ഫീഡിങ് നടക്കുന്ന സമയത്ത് മാത്രമേ ഉള്ളൂ താടി എല്ലിൻ്റെ ഡെവലപ്മെൻറ്റ് നടക്കുന്നത്. നാക്ക് ഒരു നിപ്പിൾ എപ്പോഴും പാലറ്റിലോട്ട് പ്രസ് ചെയ്ത് പിടിച്ച് സക്ക് ചെയ്യുമ്പോഴാണ് പാലകത്തോട്ട് പോകുന്നത്. അത് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഫോഴ്സ്, ഈ പാലറ്റിൽ പ്രസ് ചെയ്യുന്ന ഒരു ഫോഴ്സ് ഉണ്ടല്ലോ, അത് ഫേസിൻ്റെ സ്ട്രക്ചർ എങ്ങനെ വളരണം എന്ന് തീരുമാനിക്കും. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നേരെ മറിച്ച് ഒരു ഫീഡിങ് ബോട്ടിൽ കൊടുക്കുമ്പോൾ ഫോഴ്സസ് വരുന്നില്ല അങ്ങനെ. വളരെ സിംപ്ലിഫൈഡാണ്. നേരത്തെ പറഞ്ഞ പോലെ ഈ ഹാർഡ് ഫുഡ്സും പ്രോസസ് ഫുഡ്സിൻ്റെയും ഒരു ഡിഫറൻസ് അങ്ങനെ വരുന്നത്. ഫങ്ഷൻ ഇല്ല അവിടെ, ഡിസ്ഫങ്ഷനാണ് കൂടുതൽ വരുന്നത്. ഓക്കെ. അപ്പോൾ അവിടെയും ഫാഷ്യൽ ഡെവലപ്മെൻറ്റിൽ പ്രശ്നം വന്നു. ഈ വക കാര്യങ്ങൾ ഇങ്ങനെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ യു ക്യാൻ പ്രിവെൻറ്റ് ഓൾ ദീസ് തിങ്സ് ബൈ നാച്ചുറൽ ബർത്തിങ് ഇപ്പോൾ ചെയ്യുന്ന സമയത്ത് ഇറ്റ് ഇസ് കുറച്ചും കൂടി അഡ്വാൻറ്റേജ് എന്ന് വേണമെങ്കിൽ പറയാം. അഡ്വാൻറ്റേജസ്. ഇതൊരിക്കലും ഒരു എന്താ പറയുക, ഒരു ആർട്ടിക്കിൾ വെച്ച് പ്രൂവ് ചെയ്ത കാര്യമല്ല. ബട്ട് ദിസ് ഇസ് ദെയർ. ഇത് ഒത്തിരി പേര് യെസ് ദിസ് ഈസ് റിലേറ്റഡ്, ഇതിലൊരു സയൻസ് ഉണ്ടെന്ന് പറഞ്ഞ് ചെയ്യുന്ന കാര്യങ്ങളാണിത്. പക്ഷെ വേറൊരു കാര്യമുണ്ട് കേട്ടോ. എക്സ്ക്യൂസ് മീ. സിസേറിയൻ ആ സ്റ്റഡി ഇപ്പോഴും നടന്നുകൊണ്ടായിരിക്കുന്നത്. ഈ ഒരു പാറ്റേൺ കണ്ടതിന് ശേഷം സിസേറിയൻ കൊണ്ട് ജനിച്ച കുഞ്ഞുങ്ങളുടെ ടങ് ടൈ, അതായത് ഫങ്ഷനിങ് എങ്ങനെയുണ്ടെന്ന് ഒപ്റ്റിമലാണോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള സ്റ്റഡീസ് ഇപ്പോൾ നടക്കുന്നുണ്ട്. അപ്പോൾ ടങ് ടൈയുടെ ഒരു കോൺസെപ്റ്റ്, ടങ് ടൈ എന്ന് പറയും നാക്കിലുള്ള കെട്ട്. ഈ നാക്കിലെ കെട്ട് വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിന് പാല് കുടിക്കാൻ പറ്റില്ല, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഈ നാക്ക് നിപ്പിളൊന്ന് പ്രസ് ചെയ്യണം, മുകളിൽ ഒരു പൊസിഷനിൽ കൊണ്ടുവന്ന് പ്രസ് ചെയ്താൽ മാത്രമേ പാല് കിട്ടുള്ളൂ. പക്ഷേ നാക്കിൽ കെട്ട് വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ടങ് മൂവ്മെൻറ്റ് നടക്കില്ല അവിടെ. ഓക്കെ. അപ്പോൾ ഈ പണ്ട് നമ്മുടെ ഈ വയറ്റാട്ടികളുടെ ഒക്കെ ഒരു എന്താ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മിഡ് വൈഫ്സ് ഉണ്ടെങ്കിൽ അവർക്ക് എപ്പോഴും ഒരു വലിയ നഖം ഉണ്ടാവും വിരൽ. ഫസ്റ്റ് അവർ നോക്കുന്നത് ടങ് ടൈ ഉണ്ടോയെന്ന്. ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരപ്പം തന്നെ ആ നഖം വെച്ച് കട്ട് ചെയ്യും. അപ്പോൾ കുഞ്ഞിന് ഫീഡ് ചെയ്യാൻ പറ്റും. വളരെ ഒരു ക്രൂഡായിട്ടുള്ളൊരു മെത്തേഡ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ എന്നാൽ പോലും ഇറ്റ് വാസ് എഫക്റ്റീവ്. അത് നടന്നുകൊണ്ടിരുന്നു. ഇപ്പോൾ എനിക്കൊരു ഒരു പേഷ്യൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാം. അദ്ദേഹത്തിൻ്റെ പേര് മുനീർ എന്നാണ്. പുള്ളി മാഹിയിൽ ജനിച്ചതാണ്. പുള്ളി എന്നെ കാണുമ്പോൾ പുള്ളിക്ക് ഒരു 50-55 ഇയേഴ്സ് എന്തോ ഉണ്ട്. പുള്ളിയുടെ ഇത് TMJ പ്രോബ്ലം ആയിട്ടാണ് വന്നത്. അപ്പോൾ പുള്ളി ഇങ്ങനെ ചോദിച്ചു, ചെറിയൊരു പോഡ്കാസ്റ്റ് അവിടെ നടന്നു. പുള്ളി കുറേ കാര്യങ്ങൾ നല്ല ചോദ്യങ്ങളായിരുന്നു പുള്ളിയുടെ. പുള്ളി ചോദിച്ചു, ഇത് എന്തുകൊണ്ട് എനിക്ക് ഈ പ്രശ്നം വന്നു, എനിക്ക് ഇത്രയും വയസ്സായി എന്നിട്ട് എനിക്ക് ഇപ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. ഞാൻ പറഞ്ഞു ഇതിൻ്റെ സാധ്യതകൾ ഇങ്ങനെയൊക്കെയാണ്, നിങ്ങൾക്ക് ചിലപ്പോൾ ചെറിയ പ്രായം തൊട്ട് തന്നെ പാൽ കുടിക്കാനുള്ള ബുദ്ധിമുട്ട് ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പുള്ളി ഒന്ന് ആലോചിച്ചു. പുള്ളി പറഞ്ഞു, ഡോക്ടർ പറഞ്ഞു ശരിയാ. കാരണം പുള്ളി ജനിച്ച സമയത്ത് പുള്ളിയെ അമ്മയ്ക്ക് പാൽ കൊടുക്കാൻ പറ്റിയിട്ടില്ല. പാൽ കുറവാന്ന് പറഞ്ഞിട്ട് ചുറ്റുവട്ടത്തുള്ള വേറെ കുറേ മദേഴ്സാണ്, അമ്മമാരാണ് പുള്ളിക്ക് പാൽ കൊടുത്തത്. അപ്പോൾ പുള്ളി പറഞ്ഞു, എന്നെ ഒരു ഹിന്ദു അമ്മ പാല് തന്നിട്ടുണ്ട്, ക്രിസ്ത്യാനി അമ്മ പാല് തന്നിട്ടുണ്ട്, മുസ്ലിം അമ്മമാരും പാല് തന്നിട്ടുണ്ട്. കാരണം ബ്രസ്റ്റ് ഫീഡിങ് വാസ് സോ ഇമ്പോർട്ടൻറ്റ്. സ്വന്തം അമ്മ തന്നെ വേണമെന്നുണ്ടോ അതോ ഇല്ല, പലപ്പോഴും ഇതാകാം, ഇറ്റ്സ് ഓക്കെ, അതിൽ പ്രശ്നമില്ല. പക്ഷേ അമ്മയ്ക്ക് പാല് കൊടുക്കാൻ പറ്റിയിട്ടില്ല. ആൻഡ് ഒരു അമ്മയ്ക്ക് അത് ഭയങ്കര ട്രോമാറ്റിക് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസാണ്.
അത് സ്വന്തം കുഞ്ഞിന് പാൽ കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ ഇതിൻ്റെ അവയർനെസ് കുറച്ചും കൂടി കൂടുതലാണ്. ഇപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ട്. എഗെയിൻ ഞാൻ ഈ മിഡ് വൈഫറി സെൻറ്ററിൽ പോകാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വക കോൺസെപ്റ്റ്സ്, ഈ വക കാര്യങ്ങൾ അവർ നോക്കി ശ്രദ്ധിച്ച് ചെയ്യുന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ബാക്കിയുള്ള ഹോസ്പിറ്റൽസിൽ ഇല്ല എന്നല്ല പറയുന്നത്, ബട്ട് ഒരു ജനറൽ ട്രെൻഡ് തീരെ കുറവാണ്. ദാറ്റ്സ് ഇറ്റ്. അതാണ്. അപ്പോൾ പ്രിവെൻറ്റീവായിട്ട് യു ക്യാൻ ഡു ഓൾ ദീസ് തിങ്സ്. സിമ്പിളായിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നു പ്രിവെൻഷൻ ആസ്പെക്ട്സിൽ നമ്മൾ കുറേ ഡയഗ്രസ് ചെയ്തെന്ന് തോന്നുന്നു. ഓക്കെ, അല്ല അത് വളരെ നീഡഡ് ആണ്. ബിക്കോസ് ആൾക്കാർക്ക് രണ്ട് ട്രീറ്റ് ചെയ്യണം എങ്ങനെയാണെന്ന് പറയണം ആൻഡ് ഹൗ ടു പ്രിവെൻറ്റ്. അതെ. പിന്നെ ചിലവർ ഫിസിയോതെറാപ്പി പറയും, അല്ലെങ്കിൽ മസാജസ്, എക്സസൈസസ് പറയും. ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. പക്ഷേ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് ഒരു ചെറിയൊരു സസ്പിഷൻ ഉണ്ട്, എനിക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്, വിട്ടുമാറാത്ത പ്രശ്നങ്ങളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി ഗോ ടു എ TMJ പ്രാക്ടീഷണർ. നിങ്ങൾ ഗൂഗിളിൽ അടിച്ച് നിയറസ്റ്റ് TMJ സെൻറ്റർ എന്ന് പറഞ്ഞ് അടിച്ച് കഴിഞ്ഞ് പ്രിഫറബിളി ന്യൂറോമസ്കുലർ ഡെൻറ്റിസ്ട്രി അറിയുന്ന ഒരാളാണെങ്കിൽ യു ക്യാൻ ഗോ ടു ദം. നമ്മൾ ജസ്റ്റ് ഗൂഗിൾ അടിച്ചാൽ മതി ന്യൂറോമസ്കുലർ എങ്ങനെയാണ്. ഇല്ല, ഞാനായിട്ട് അങ്ങനെ അടിച്ച് നോക്കാറില്ല. അല്ല, ഞാനിവിടെ കൊച്ചിയിൽ ബേസ്ഡാണ്. ഞാൻ കൊച്ചിയിൽ 2 3 ക്ലിനിക്സിൽ ഇങ്ങനെ അവർ വിളിക്കുമ്പോൾ കൺസൾട്ടൻ്റായിട്ട് പോവും. പിന്നെ പാലക്കാട് പോവും, പിന്നെ ചെന്നൈ, പിന്നെ മാൽദീവ്സിലും ഇപ്പം ഇങ്ങനെ പോകുന്നുണ്ട് കൺസൾട്ടൻ്റായിട്ട്. ഇതാണ്. മാൽദീവ്സിൽ പോവല്ലേ നിങ്ങൾ? മോശമാണ്. മാലിയിൽ നമുക്ക് ഡൈവിങ്ങും സർഫിങ്ങും അതിനെക്കുറിച്ച് എന്തായാലും ഒന്ന് ചോദിക്കും. ബിക്കോസ് നമ്മളിപ്പോൾ സംസാരിച്ചപ്പം യു വെയർ ഇൻ ടു സം കൈൻഡ് ഓഫ് അഡ്വഞ്ചർ സ്പോർട്സ്, റൈറ്റ്? അപ്പം അതും TMJ തമ്മിൽ എനിക്ക് ഞാൻ എന്താ ചോദിക്കുന്നതെന്ന് വെച്ചാൽ സ്ലീപ്പിനെ കുറിച്ച് നമുക്കൊന്ന് കുറച്ചൊന്ന് സംസാരിക്കാം. ബിക്കോസ് സ്ലീപ്പ് ഇഷ്യൂ സംതിങ് ലോട്ട് ഓഫ് പീപ്പിൾ ഫേസ്. എനിക്ക് പേഴ്സണലി തോന്നുന്നത്, ഞാൻ തന്നെ എനിക്ക് ആങ്സൈറ്റി ഇതൊക്കെ ഉണ്ടായ ഒരാളാണ്. ഞാൻ എൻ്റെ സ്ലീപ്പ് പാറ്റേൺ കുറച്ച് നേരത്തെ ഉറങ്ങി നേരത്തെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ലോട്ട് ഓഫ് ഇറ്റ് ഈസ് ടേക്കൺ കെയർ ഓഫ്. സോ ക്യാൻ വി ടോക്ക് എ ലിറ്റിൽ ബിറ്റ് അബൌട്ട് സ്ലീപ്പ് ആൻഡ് എങ്ങനെയാണ്? ഷുവർ. ഇതിപ്പോൾ ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ എ ട്രാൻസ്ഫോർമേഷൻ, ലൈഫിലൊരു ട്രാൻസ്ഫോർമേഷൻ ആണ് ഹെൽത്ത് ആൻഡ് വെൽബീയിങ്ങിൽ നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് എപ്പോഴും സ്ലീപ്പിൽ നിന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. ഞാനത് പേഴ്സണലി ഞാൻ തന്നെ എക്സ്പീരിയൻസ് ചെയ്തൊരാളാണ്. എൻ്റെ പേഷ്യൻസിന് ഞാൻ പലപ്പോഴും പറയുന്നത്. പിന്നെ ഒത്തിരി പേര് അവർ മനസ്സിലാക്കാറില്ല അവരുടെ പ്രശ്നം ഉറക്കത്തു നിന്നാണ് വരുന്നതെന്ന്. ആസ് ബീങ് എ ഡെൻറ്റിസ്റ്റ്, ഒരു ഡെൻറ്റിസ്റ്റിന് എപ്പോഴും ഒരു സ്ലീപ്പിനെ കുറിച്ചൊരു ഹിസ്റ്ററി ചോദിക്കുവാണെങ്കിൽ ഐ ആം ജസ്റ്റ് ആസ്കിങ്, നിങ്ങൾക്ക് ഉറങ്ങുന്ന സമയത്ത് ശ്വാസം എടുക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ, ഓർ എത്രമാത്രമാണ് ഒരു ഫങ്ഷണൽ ബ്രീത്തിങ് നടക്കുന്നതെന്നാണ് ഞാൻ നോക്കുന്നത്. ഹൗ ഫങ്ഷണൽ യുവർ ബ്രീത്തിങ് ഇസ് വെൻ യു സ്ലീപ്പ്, അതാണ് ഒരു ഡെൻറ്റിസ്റ്റ് നോക്കുന്നത്. അല്ലാതെ എങ്ങനത്തെ സ്വപ്നങ്ങൾ വരുന്നു അത് ഞങ്ങളുടെ ഒരു ഫീൽഡിൽ വരുന്നല്ല. അത് കൂടുതൽ ന്യൂറോളജിസ്റ്റും ന്യൂറോ സയൻറ്റിസ്റ്റിൻ്റെ ഒരു ആംബിറ്റിൽ വരുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇൻട്രസ്റ്റിംഗ്ലി majority of the sleep related issues are related with sleep breathing disorders. സ്ലീപ്പ് ഡിസോർഡേഴ്സ് ഒരു വേറെ സബ്ജക്റ്റാണ്. അതിൽ സ്ലീപ്പ് ബ്രീത്തിങ് ഡിസോർഡേഴ്സ് ഒരു വേറെ സബ്ജക്റ്റാണ്. സ്ലീപ്പ് ആപ്നിയ ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു സംഭവമാണ് സ്ലീപ്പ് ആപ്നിയ, അല്ലെങ്കിൽ പിന്നെ കൂർക്കം വലി. സ്ലീപ്പ് ആപ്നിയ എന്താണെന്നൊന്ന് പറയൂ. സ്ലീപ്പ് ആപ്നിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്വാസം കിട്ടാത്തൊരവസ്ഥ, ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ. സ്ലീപ്പ് ആപ്നിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറങ്ങുന്ന സമയത്ത് ശ്വാസം കിട്ടുന്നില്ല. അത് ഒബ്സ്ട്രക്റ്റീവ് ആകാം. നാക്ക് പിന്നിൽ പോയി കിടന്നുറങ്ങുന്ന സമയത്ത് നാക്ക് പിന്നിൽ പോയി ശ്വാസനാളത്തിന് ഒബ്സ്ട്രക്റ്റ് ചെയ്യുമ്പോൾ യു ഹാവ് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ. പിന്നെ സെൻട്രൽ സ്ലീപ്പ് ആപ്നിയ ഉണ്ട്. അത് ഒബ്സ്ട്രക്ഷൻ നടക്കണമെന്നില്ല. ബ്രെയിൻ ഫങ്ഷനിങ്ങിൻ്റെ ഒരു കാരണങ്ങൾ, അതിലൊരു പിഴവ് വരുന്ന സമയത്ത് വരുന്ന ഒരു കണ്ടീഷനാണ് സെൻട്രൽ സ്ലീപ്പ് ആപ്നിയ എന്ന് പറയുന്നത്. ചിലപ്പോൾ ഇതിൻ്റെ കോമ്പിനേഷൻ ഉണ്ടാവും, മിക്സ്ഡ് ഒബ്സ്ട്രക്റ്റീവ് ആൻഡ് സെൻട്രൽ എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇതിൻ്റെ വേറൊരു കാര്യമാണ് സ്നോറിങ് ഇസ് നത്തിങ് ബട്ട് എൻ്റെ അഭിപ്രായത്തിൽ ഇറ്റ്സ് എ മൈൽഡർ വേർഷൻ ഓഫ് സ്ലീപ്പ് ആപ്നിയ എന്ന് വേണമെങ്കിൽ പറയാം. അതിൽ ശ്വാസം കിട്ടുന്നുണ്ട്, പക്ഷേ ഒബ്സ്ട്രക്ഷൻ ഉണ്ട് അവിടെ. ഓക്കെ. അപ്പോൾ ശ്വാസം കിട്ടാത്തൊരു അവസ്ഥ വരുമ്പോൾ നമ്മുടെ ബോഡിയിൽ പല ഹോർമോണൽ ചേഞ്ചസ് നടക്കും. ആൻഡ് ഈ ശ്വാസം കിട്ടാത്ത അവസ്ഥയായാലും ശരി, പാർഷ്യൽ ബ്രീത്തിങ് നടക്കുന്നൊരവസ്ഥയായാലും ശരി, ഇഷ്യൂ ആണ് സംഭവം, ചില്ലറ കാര്യമല്ല. ഇപ്പോൾ സിമ്പിളായിട്ട് നോക്കുവാണെങ്കിൽ ഇപ്പോൾ സ്ലീപ്പ് സ്റ്റഡി, എനിക്കൊരു മെഷീനുണ്ട്, സ്ലീപ്പ് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെഷീനുണ്ട്. എനിക്ക് എൻ്റെ പേഷ്യൻസിന് സ്ലീപ്പ് സ്റ്റഡി ചെയ്യാൻ പറ്റും. അവർ വീട്ടിൽ പോയിട്ട് ഞാൻ സാധനം വെക്കും. ഞാൻ അല്ലെങ്കിൽ എൻ്റെ ഒരു സ്റ്റാഫ് ഗാഡ്ജറ്റ് വെച്ചിട്ട്, ചെറിയ ഗാഡ്ജറ്റാണ്, വെരി കംഫർട്ടബിളായിട്ട് ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ചെയ്യണമെന്നൊന്നുമില്ല, അവരുടെ വീട്ടിൽ തന്നെ ഇത് ചെയ്യാൻ പറ്റും. ഇത് വെച്ച് അവരത് വെച്ച് കിടന്നുറങ്ങും. നെക്സ്റ്റ് ഡേ മോർണിംഗ് ഐ ഗോ, റിപ്പോർട്ട് എടുത്ത് ജനറേറ്റ് ചെയ്ത് ഞാൻ നോക്കും എന്തൊക്കെയാണെന്ന്. മിക്ക ലേഡീസിനും, എല്ലാം അല്ല കേട്ടോ, ഞാൻ കണ്ടുവന്ന മിക്ക ലേഡീസിനും ഫേഷ്യൽ പെയിൻ, നെക്ക് പെയിൻ,
ഈ പറയുന്ന ലേഡീസ് എല്ലാവർക്കും ഒരു ബ്രീത്തിങ് ഒബ്സ്ട്രക്ഷൻ ഉണ്ടാകാറുണ്ട്. ആ ഒബ്സ്ട്രക്ഷൻ മാറ്റുന്ന സമയത്ത് അതിൻ്റെ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ചെയ്തു വരുമ്പോൾ ഇവരുടെ ആ ഒരു ഒബ്സ്ട്രക്ഷൻ ലെവൽസ് കണ്ടമാനം കുറയും. ആ റീഡിങ്ങിൽ നല്ലോണം കുറയുന്ന നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ കൂടെ തന്നെ കഴുത്തുവേദനയും മാറും, തലവേദനയും മാറും, ബോഡി പെയിൻസ് എല്ലാം തന്നെ നല്ല ഡിഫറൻസ് വരാറുണ്ട്. അപ്പോൾ ഈ ലേഡീസിനെ നമ്മൾ മെയിൻലി ഇറ്റ് ഇസ് സീൻ ഇൻ വിമൺ. ഓക്കെ, അപ്പോൾ ഇവരുടെ ക്ലിനിക്കലി നമ്മൾ എക്സാമിൻ ചെയ്യുമ്പോൾ ഇവരുടെ നെക്ക് മസിൽസ് ഉണ്ടല്ലോ, ട്രപ്പീസിയസ് എന്ന് പറയും, ട്രാപ്സ് എന്ന് പറയുന്നത്, ഭയങ്കര സ്റ്റിഫാണ്, ഭയങ്കര വെൽ ഡെവലപ്ഡാണ്. ഓക്കെ. അപ്പോൾ ഞാൻ പലപ്പോഴും അല്ലെങ്കിൽ ഇത് ജിമ്മിൽ പോയി നമ്മൾ ഇത്രയും തലൂത്തി പറഞ്ഞിട്ട് നമുക്കില്ല ഇത്രയും മസിൽ. ഇവർക്ക് എങ്ങനെയാണ്? ഇവരെല്ലാം ഹൗസ് വൈഫ്സാണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറങ്ങുന്ന സമയത്ത് ഈ ഒരു ഒബ്സ്ട്രക്ഷൻ വരുമ്പോൾ ഓക്കെ, ഹോർമോണൽ ബാലൻസ് കണ്ടുമാനം മാറുന്നുണ്ട്. ദർ ഇസ് എ പാത്വേ കോൾഡ് HPA ആക്സിസ്, ഹൈപ്പോതാലമിക് പിറ്റ്യൂട്ടറി അഡ്രിനാലിൻ ആക്സിസ് എന്ന് പറഞ്ഞിട്ട്, കുറച്ച് ടെക്നിക്കൽ ആവാണ്ടോ. അല്ല, പറഞ്ഞോളൂ. അപ്പോൾ ഇത് സംഭവിക്കുമ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പിനെഫ്രിൻ, അഡ്രിനാലിൻ, നോറെപ്പിനെഫ്രിൻ പോലത്തെ ഈ നമ്മളെപ്പോഴും ഒരു എക്സൈറ്റഡ് ആയിട്ടിരിക്കുമ്പോൾ നമ്മുടെ ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസാണ്. അത് ഉറങ്ങുന്ന സമയത്ത് ഇറ്റ് ഗെറ്റ്സ് സെക്രീറ്റഡ്. ഉറങ്ങുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ റിലാക്സ്ഡ് ആണ് ആവേണ്ടത്. അതായത് പാരസിമ്പത്തറ്റിക് ആണ് സിസ്റ്റമാണ് ആക്ടിവേറ്റ് ആവേണ്ടത്. ബട്ട് യുവർ സിമ്പത്തറ്റിക് ഇസ് ഗെറ്റിംഗ് ആക്ടിവേറ്റഡ്, ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് മോഡിലല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതെല്ലാം വന്ന് റിലീസായി ഡെപ്പോസിറ്റ് ചെയ്ത് കൂടുതൽ നിൽക്കുന്നത് ഷോൾഡേഴ്സ് ആൻഡ് നെക്ക് മസിൽസിലാണ് കൂടുതൽ നിൽക്കുന്നത്. ഇത് ഭയങ്കര സ്റ്റിഫായിരിക്കും അവർക്ക്. അപ്പോൾ ഇവരുടെ സ്ലീപ്പ് ബ്രീത്തിങ് ഒന്ന് ഒപ്റ്റിമൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഉറങ്ങുന്ന സമയത്തുള്ള കാര്യം നമ്മൾ ചെറിയൊരു കാര്യം ചെയ്യുമ്പോൾ തന്നെ ദേ ഫീൽ മച്ച് ബെറ്റർ. പക്ഷേ ഇത് അവിടെ ഫുൾ കംപ്ലീറ്റ്ലി മാറുന്നില്ല. 60 to 70% of the problems are getting solved in that. Okay. Now this is one form of sleep breathing disorder. ഈ അപ്പർ എയർവേ റെസിസ്റ്റൻസ് സിൻഡ്രോം എന്ന് പറയും. നമ്മൾ നേരത്തെ സ്ലീപ്പ് ആപ്നിയ എന്ന് പറയും. സ്ലീപ്പ് ആപ്നിയ വരുന്ന പേഷ്യൻസ് മിക്കവരും മെയിൽ പേഷ്യൻസാണ് നമ്മൾ കാണുന്നത്. അതായത് ഒരു ഏജ് കഴിയുമ്പോൾ തന്നെ മെൻ ജനറലി നമ്മുടെ ടെസ്റ്റോസ്റ്ററോൺ ലെവൽസ് കുറയും. അപ്പോൾ മസിൽസിൻ്റെ സ്ട്രെങ്ത്തും കുറയും. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എയർവേ ഇറ്റ്സ് ഓൾ മസിൽ റിലേറ്റഡാണ്. അപ്പോൾ ഈ മസിൽസിൻ്റെ ടോണിസിറ്റി കുറയുമ്പോൾ സ്ലീപ്പ് ആപ്നിയ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. ആൻഡ് സ്ലീപ്പ് ആപ്നിയ വരുന്ന ആൾക്കാർക്ക് ടെസ്റ്റോസ്റ്ററോൺ ലെവൽസും കുറവാണ്. ഓക്കെ, ബട്ട് ഇൻട്രസ്റ്റിംഗ്ലി നമ്മൾ ഈ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ വരുന്ന പേഷ്യൻസിൻ്റെ അടുത്ത് നമ്മൾ ചോദിക്കുകയാണ്, ഹൗസ് യുവർ സ്ലീപ്പ്, നിങ്ങളെങ്ങനെ ഉറങ്ങുന്നുണ്ടോ? മതി, ഞാൻ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങുന്നുണ്ട്, ഒരു കുഴപ്പമില്ല എന്ന് പറയും. പക്ഷേ അവരുടെ സ്പൗസാണ്, അവരുടെ ഭാര്യമാരാ പറയണത്, ഇങ്ങനെ കുറുക്കുമ്പലി കൊണ്ട് ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞിട്ട്. ഓക്കെ ഓക്കെ. ആൻഡ് വെയിറ്റ് ഗെയിനിങ് ടെൻഡൻസി വളരെ കൂടുതലായിരിക്കും ഇവർക്ക്. നെക്ക് സർക്കംഫറൻസ് എപ്പോഴും ഭയങ്കര കൂടുതലായിരിക്കും. ഇതെല്ലാം തന്നെ നമുക്ക് നല്ല രീതിയിൽ കറക്റ്റ് ചെയ്യാൻ പറ്റും. ഇറ്റ്സ് മരുന്നും അല്ലെങ്കിൽ ഒരു സർജറിയോ കാര്യങ്ങളില്ലാതെ തന്നെ യു ക്യാൻ ട്രീറ്റ് ദീസ് പേഷ്യൻസ്. ബട്ട് അഗെയിൻ സബ്ജക്റ്റീവാണ്, കേസ് റിലേറ്റഡ് ആണ്. വളരെ സിവിയർ കേസസിൽ വേറെ ഇൻ്റർവെൻഷൻസോ അല്ലെങ്കിൽ വേറെ മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ചസ് വേണ്ടി വരാറുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നൊരു കാര്യമാണ് ഇൻസോംനിയ ഓൾസോ നമ്മുടെ ന്യൂറോമസ്കുലർ ഡെൻറ്റൽ കോൺസെപ്റ്റ്സ് വെച്ചിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും. ഒട്ടും ഉറക്കമില്ലായ്മ അത് തന്നെ 2 തരത്തിലുണ്ട്, മെയിൻ്റനൻസ് ആൻഡ് ഓൺസെറ്റ് ഇൻസോംനിയ എന്ന് പറഞ്ഞിട്ട്. ഇത് രണ്ടും കറക്റ്റ് ക്ലിനിക്കൽ ഇവാലുവേഷൻ വെച്ച് ട്രീറ്റ് ചെയ്യാൻ പറ്റും. ട്രീറ്റ് ചെയ്തിട്ടുണ്ട്, ഒത്തിരി പേർക്ക് നമ്മൾ ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ വേറെ പ്രൊഫഷണൽസിൻ്റെ ഹെൽപ്പും വേണ്ടി വരാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കമ്പൈൻഡ് ഒരു എഫേർട്ട് വരുന്ന സമയത്ത് ട്രീറ്റ്മെൻറ്റ് വരുമ്പോൾ ഇറ്റ്സ് എ വെരി സക്സസ്ഫുൾ ട്രീറ്റ്മെൻറ്റ് യു ക്യാൻ ഡു. അപ്പോൾ എവറിത്തിങ് ബോയിൽസ് ഡൗൺ ടു ദി എയർവേ. ഓക്കെ. അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ TMJ പ്രശ്നം വരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ലീപ്പ് ഇഷ്യൂസ് വരാം, എയർവേ ഇഷ്യൂസ് വരാം. ദേ ആർ ബോത്ത് കണക്റ്റഡ്. പിന്നെ പല്ല് കടിക്കുന്ന ഒരു ടെൻഡൻസി, രാത്രി പല്ല് കടിക്കാറില്ല ആൾക്കാർ, പിടിച്ചോ? കടിക്കാറുണ്ട്. ഞാനല്ല, ഉറങ്ങുമ്പോൾ കടിക്കും. പല്ല് കടിത്തം ഇതുണ്ട്, ക്ലെൻച്ചിങ് ആൻഡ് ബ്രക്സിങ് എന്ന് പറഞ്ഞിട്ട്, ബ്രക്സിസ് എന്ന് പറഞ്ഞിട്ട്. ഇതെല്ലാം ഇറ്റ്സ് ഓൾ റിലേറ്റഡ് ടു എയർവേ ഇഷ്യൂ. ശ്വാസം കിട്ടാത്തൊരു സാഹചര്യം വരുമ്പോഴാണ് ഈ വക പ്രശ്നങ്ങൾ വരുന്നത്. ഇതെല്ലാം TMJ ട്രീറ്റ്മെൻറ്റ് വെച്ചിട്ട് യു ക്യാൻ കറക്റ്റ്. അപ്പം ഞാൻ ചോദിച്ച നേരത്തെ ഒരു ക്വസ്റ്റ്യൻ, യു ആർ ഇൻ ടു സം അഡ്വഞ്ചർ സ്പോർട്സ്. അപ്പോൾ അത് സ്ലീപ്പ് ആപ്നിയക്ക് നേരത്തെയാണ് ഹെൽപ്ഫുൾ ആണെന്നുള്ള രീതിയിലൊന്ന് പറഞ്ഞു. സോറി, അത് കുറച്ച് എക്സൈറ്റഡ് ആയിട്ട് വേറെ പല കാര്യങ്ങളും നമ്മൾ സംസാരിച്ചതിനെ കുറിച്ച്, അത് ഒഴിച്ച് ബാക്കി എല്ലാം സംസാരിച്ചു. അതിലോട്ടൊന്ന് പോയാലോ നമുക്ക് തിരിച്ച്? ഇല്ല, അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഐ വാസ് ഇൻ ടു ഫ്രീ ഡൈവിംഗ് എന്ന് പറഞ്ഞൊരു സ്പോർട്ട് ഉണ്ടായിരുന്നു. 2015 ഞാൻ ഫസ്റ്റ് അതിൽ ഇൻട്രൊഡ്യൂസ് ആവുന്നത്. മാൽദീവ്സിലുണ്ടായിരുന്ന സമയത്ത് അവിടെ ഓഷ്യൻ ഇസ് യുവർ ബാക്ക് യാർഡ് ബേസിക്കലി.
നമുക്ക് വേറെ അവിടെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഫ്രീ ടൈം കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ കടലിൽ പോകും. അപ്പോൾ അവിടെയുള്ള കുറേ പിള്ളേർ പഠിപ്പിച്ചു ഹൗ ടു ഡൈവ്, കറൻസ് ഒക്കെ എങ്ങനെ നമുക്ക് നാവിഗേറ്റ് ചെയ്യണം അങ്ങനത്തെ. അപ്പോൾ കടലായിട്ട് വി വർ സോ ഇൻവോൾവ്. അപ്പോൾ നാച്ചുറലി പിള്ളേരായിട്ട് കളിക്കുന്ന സമയത്ത് വരുന്നൊരു കാര്യമാണ് ആർക്ക് എത്ര സമയം അല്ലെങ്കിൽ എത്ര ദൂരം ഒരൊറ്റ ബ്രത്തിൽ അടിയിൽ പോകാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ പോയപ്പോഴത്തേക്ക് ഞാൻ ഒരു പ്രാവശ്യം കുറച്ച് പോയി, ഒരു 10-12 മീറ്റർ എന്തോ പോയി. അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ വാച്ച് ഉണ്ട്, ഡൈവ് വാച്ച് എന്ന് പറഞ്ഞ കമ്പ്യൂട്ടർ ഉണ്ട്, ഡൈവ് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് പോയി മുകളിൽ വന്നപ്പോഴത്തേക്കും ഒരുത്തൻ പറഞ്ഞു, നീ കൊള്ളാലോ, നീ എത്ര മീറ്റർ പോയല്ലോ, നീ ഫ്രീ ഡൈവിങ് നീ നോക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു ഫ്രീ ഡൈവിങ് അതെന്താ സംഭവം, ഫ്രീ ആയിട്ട് കിട്ടുന്ന വല്ല സംഭവമാണ് ഫ്രീ ഡൈവിങ്. അപ്പോൾ പിന്നെയാണ് ഞാനപ്പോൾ അതിനെക്കുറിച്ച് പഠിക്കുന്നത്. അത് ബേസിക്കലി ഇറ്റ്സ് എൻ ഏൻഷ്യൻ സ്പോർട്ട്. ഇപ്പോൾ ഈ ആൾക്കാർ ചില ഈ പേൾ ഡൈവേഴ്സൊക്കെ അല്ലേ, മുത്ത് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കടലിൻ്റെ അടിയിൽ പോലെ സെയിം സംഭവം. ബട്ട് ഇറ്റ്സ് എ സ്പോർട്ട്, കുറച്ചും കൂടി റിഫൈൻഡ് ആണ്, ബ്രീത്തിങ് ടെക്നീക്സ് ഉണ്ട് അതിൽ. അപ്പോൾ ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോഡിയുടെ കാർബൺ ഡയോക്സൈഡ് ടോളറൻസ് കൂട്ടും എക്സസൈസസ് വെച്ചിട്ട്. എഗെയിൻ അത് യോഗിക് ബ്രീത്തിങ് ടെക്നിക്സ് ആണ് കൂടുതൽ ചെയ്യുന്നത്. അതിൻ്റെ ബേസിക് ഞാൻ അത് കഴിഞ്ഞിട്ട് ബാലിയിൽ എനിക്ക് അതിൻ്റെ അഡ്വാൻസ്ഡ് കോഴ്സ് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. പഠിപ്പിച്ചതെല്ലാം തന്നെ ഈ പ്രാണായാമ, ഭസ്ത്രിക, ഉദ്യാനബന്ധ, അതെ കപാലഭാതി, ഇങ്ങനത്തെ സംഭവങ്ങളാണ്. ഇതെല്ലാം പഠിപ്പിക്കുന്നത് സ്പാനിഷ്, അർജന്റീന അവിടെ നിന്നുള്ള വന്ന കുറേ ആൾക്കാർ പഠിപ്പിക്കുന്നത് ഈ സംഭവം തന്നെയാണ്. നമ്മുടെ ഇവിടെ യോഗയിൽ പഠിപ്പിക്കുന്ന മെയിൻ സംഭവമാണ് പഠിപ്പിക്കുന്നത്. പക്ഷേ ഈ ഒരു സ്പോർട്ടിനെ എങ്ങനെ അത് കൊണ്ടുവരണം, അതിന് സ്പെസിഫിക് ആയിട്ട് അതെങ്ങനെ ടൈലർ ചെയ്യണം എന്നുള്ള ഐഡിയ ഉണ്ടായിരുന്നു. അവരതിന് അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ചെയ്തു വരുമ്പോൾ യുവർ കപ്പാസിറ്റി ടു ഡൈവ് റിയലി ഇൻക്രീസസ്, നല്ലോണം കൂടും അത്. പക്ഷേ കോൺസ്റ്റൻറ്റ് പ്രാക്ടീസ് വേണം, കുറേ കൂടി ടെക്നിക്കലായത്, അതിൻ്റെ ഡയറ്റ് ഫോളോ ചെയ്യണം. ഓക്കെ. അപ്പോൾ ഇത് ചെയ്ത് വരുമ്പോൾ സ്ലീപ്പ് ആപ്നിയ ഉള്ള പേഷ്യൻസിനും സ്നോറിങ് ഉള്ള പേഷ്യൻസിനും അവരുടെ സ്നോറിങ് ആൻഡ് സ്ലീപ്പ് ആപ്നിയ ഫാക്ടേഴ്സ് വർ കമ്മിങ് ഡൗൺ. കംപ്ലീറ്റ്ലി മാറുന്നു എന്നല്ല, നല്ല ഡിഫറൻസ് വരുന്നു. അപ്പോൾ ഞാനതങ്ങനെ നോക്കി വന്നപ്പോൾ ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ ഞാൻ എൻ്റെ കുറച്ച് പേഷ്യൻസിന് ഞാനത് പറഞ്ഞു കൊടുത്തു. പറഞ്ഞു കൊടുത്ത് ചെയ്ത എല്ലാവർക്കും ആ ഒരു സമയത്ത് നല്ല ഡിഫറൻസ് ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ആൾക്കാർ ചെയ്യാറില്ല, കാരണം കംപ്ലയൻസ് ഇത് എത്ര സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യുന്നു എന്നുള്ളൊരു ഫാക്ടറുണ്ട്. കാരണം മിക്കവർക്കും മടിയാണ്. ഒരു വൺ പിൽ സൊല്യൂഷൻ അല്ല, ക്വിക്ക് ഫിക്സ് അല്ല. പക്ഷേ ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർക്ക് നല്ല ഡിഫറൻസ് ഉണ്ടായി. അത് അവരിപ്പോഴും പറയാറുണ്ട്. എനിക്കതൊന്നും റെക്കോർഡിക്കലല്ല, ഐ ഡോണ്ട് ഹാവ് ഇറ്റ് ഓൺ റെക്കോർഡ്, ബട്ട് ഇറ്റ് ആക്ച്വലി വർക്ക്സ്. ഇതിൻ്റെ പ്രൂവൻ സയൻസ്, ദിസ് ഇസ് എ പ്രൂവൻ സയൻസ്. ഇതൊരു ആർട്ടിക്കിളായിട്ട് പബ്ലിഷ് ചെയ്ത ആൾക്കാരും ഉണ്ട്. ബ്രീത്തിങ് ട്രെയിനിങ്, ബ്രെത്ത് ട്രെയിനിങ് അത് വെച്ച് സ്നോറിങ് ക്യൂർ ചെയ്ത ആൾക്കാരുണ്ട്, കുറേ ആൾക്കാരുണ്ട്. ഇപ്പോൾ ഓസ്ട്രേലിയയിൽ ദർ ഇസ് എൻ ഇൻസ്ട്രുമെൻറ്റ് കോൾഡ് ഡിജിറിഡു എന്ന് പറഞ്ഞിട്ട് ഒരു വലിയൊരു സാധനമാണ്. ഒരു ഒരു എന്താ ഒരു തടി കഷ്ണം. അണ്ണനാണോ തിരക്കി എൻ്റെ അടുത്ത് എനിക്ക് മെസ്സേജ് ഡിജിറിഡു അതെ. അപ്പോൾ അത് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് അതും ബ്രെത്ത് വർക്ക്, അതിലും നമ്മുടെ ഈ കാർബൺ ഡയോക്സൈഡ് ടോളറൻസ് കൂട്ടാനുള്ള കാര്യമാണ് നടക്കുന്നത്. അതങ്ങനെ ചെയ്തു വരുമ്പോഴത്തേക്കും അവരുടെ സ്നോറിങ് കുറഞ്ഞിട്ടുണ്ട്. അത് ഇറ്റ്സ് ഒരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്ത ആർട്ടിക്കിളാണ് ആണല്ലേ. അപ്പോൾ ബ്രെത്ത് വർക്ക് ആൻഡ് സ്ലീപ്പ് ആപ്നിയ, സ്ലീപ്പ് ബ്രീത്തിങ് ഡിസോർഡേഴ്സ്, ദേ ആർ വെരി മച്ച് ഇന്റർലിങ്ക്ഡ്. നമ്മുടെ ശംഖു ഊതണത് അതെനിക്ക് അറിയില്ലല്ലേ? ഇല്ല, ഓക്കെ, ശരി. ചങ്കൂതന് അറിയില്ല. അല്ല, അതിനും ഒരു അതിനകത്ത് കുറച്ച് പാടാണ്. ഒരെണ്ണം എനിക്ക് കിട്ടി, എനിക്ക് ഊതാൻ പറ്റിയില്ല. പക്ഷെ ഒരു ലേഡി ഉണ്ടായിരുന്നു, ഷി വാസ് ഡൂയിങ് ഇറ്റ് വെരി ഈസിലി ആക്ച്വലി. സംഭവം ഉണ്ടാവും, അറിഞ്ഞൂടാ. ഇപ്പം എനി വിൻഡ് ഇൻസ്ട്രുമെൻറ്റ്സിൽ അതിൽ സർക്കുലർ ബ്രീത്തിങ് എന്ന് പറയും. അതായത് ഇപ്പോൾ ശ്വാസം വിടുന്ന സമയത്ത് തന്നെ എനിക്ക് ശ്വാസം എടുക്കേണ്ടി വരും. റൈറ്റ്. ഓക്കെ. ഇപ്പോൾ മൗത്ത്, ത്രൂ ദ മൗത്ത് ഇഫ് ഐ എം എക്സൈലിംഗ്, അത് പറ്റുമോ? വായി കൂടെ ചെയ്യാൻ പറ്റും. വായി കൂടെ ശ്വാസം വിടുവാണെങ്കിൽ മുക്കി കൂടെ അറ്റ് ദ സെയിം ടൈം ഐ ഹാവ് ടു ബ്രീത്ത് ഇൻ. ഇസ് ദാറ്റ് പോസിബിൾ? ഇറ്റ് ഈസ് പോസിബിൾ. ഓക്കെ, 100% പോസിബിൾ. ഓക്കെ. ഡിജിറിഡു ഞാൻ കുറച്ച് പഠിച്ചതാണ്. ഓക്കെ, ഓക്കെ. എന്നിട്ട് വീട്ടിൽ നിന്ന് എന്നെ പുറത്താക്കിയതേ ഉള്ളൂ. അതൊരു വല്ലാത്ത സൗണ്ട് അത്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ അത്. അതുണ്ടോ ഇപ്പോൾ വീട്ടിൽ? ഇല്ല, അത് എടുത്ത് കളയേണ്ടി വന്നു. ഓക്കെ. അതാ, അതൊരു അഗൈൻ ഒരു സയൻസ് ആണത്. ഇതാണ് സംഭവം. സോ നമ്മൾ അടുത്ത സെഗ്മെന്റിലോട്ട് പോകുന്നതിന് മുമ്പ് നമുക്ക് ഇതിനെക്കുറിച്ച് കുറച്ചുകൂടി ഒന്ന് ഡീപ്പറായിട്ട് പോവാം. ഇങ്ങനെ ഒരു ഇഷ്യൂ ഫേസ് ചെയ്യണവർ ബാക്കി എന്തെങ്കിലും ഇഷ്യൂസ് ഡു ദേ വിൽ ആഡ് ഓൺ ടു ദം ഓർ യുനോ? ഇതിൽ എൻ്റെ കുറച്ചൊരു കേസസ് ചെയ്തതിൻ്റെ ഇത് എക്സ്പീരിയൻസ് ഞാൻ പറയാം. ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് എക്സ്പീരിയൻസ്. ഇതിപ്പോൾ ഒരു ദിവസം ഒരു പേഷ്യൻ്റ് വന്നു, സഹിക്കാൻ പറ്റാത്ത വേദന എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി
കൈ ഇങ്ങനെ എപ്പോഴും വെക്കും, ഫേസിൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ എന്നെ പറയണ ഒരു ഇതാണ്, സംസാരിക്കാൻ പറ്റില്ല. പുള്ളി പറയണത് ആണിയെടുത്ത് അടിക്കണം ഫീലാണ്. എന്ന് വെച്ചാൽ പുള്ളിക്ക് ഷേവ് ചെയ്യാൻ പറ്റില്ല, മുഖം കഴുകാൻ പറ്റില്ല. അപ്പോൾ ഒരു പൊസിഷനിൽ തന്നെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകും. ചെറിയ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ തന്നെ പുള്ളിക്ക് ഇതായി. ഇപ്പോൾ ട്രൈജമിനൽ ന്യൂറാലജിയ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ട്രൈജമിനൽ ന്യൂറാലജിയ മെഡിക്കൽ നമ്മുടെ ബുക്സിൽ പറയുന്നൊരു ഇതെന്താന്ന്, ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂയിസൈഡൽ പെയിൻ എന്നാണ് പറയണത്. ഇവർ ഇങ്ങനെ ഈ പെയിൻ വരുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ഏറ്റവും കോമൺ എക്സാമ്പിൾ നമ്മുടെ ഭായ് സൽമാൻ ഖാൻ. സൽമാൻ ഖാൻ ഇതുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു എന്നാണ് കേട്ടത്. ഇപ്പം നമ്മൾ ട്രൈജമൽ ന്യൂറാലജിയ സൽമാൻ ഖാൻ അടിച്ച ഗൂഗിളിൽ വരുമോ? വരുമായിരിക്കും, യെസ്. പുള്ളിക്ക് ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ കേട്ടത്, ട്രൈജമൽ ന്യൂറാലജിയ. അപ്പോൾ ട്രൈജമൽ ന്യൂറാലജിയ വരുന്ന പേഷ്യൻസിന് നമ്മൾ ഈ TMJ കോൺസെപ്റ്റിലുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ബ്യൂട്ടിഫുൾ റിസൾട്ട്സ് യു ഗെറ്റ്. ഇപ്പം ഞാനിപ്പോൾ ജസ്റ്റ് പക്ഷേ പറയുമ്പോൾ ഞാനൊന്ന് ആലോചിക്കാം, ഒരു 10 പേഷ്യൻസിൽ 7 പേഷ്യൻസിൽ എനിക്ക് ഇവരെ നല്ലോണം പെയിൻ ഫ്രീ ആക്കാൻ പറ്റും. ബാക്കി 3 പേരിൽ 2 പേർക്ക് എനിക്ക് നല്ല ക്വാളിറ്റി ഓഫ് ലൈഫ് കൊടുക്കാൻ പറ്റും. അതായത് പെയിൻ സ്കെയിൽ ശരിക്കും കുറയ്ക്കാൻ പറ്റും. 100% പെയിൻ റിലീഫ് കൊടുക്കണമെന്ന് പറ്റില്ല. ഒരു പേഷ്യൻറ്റിന് ചിലപ്പോൾ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുണ്ട്, അങ്ങനത്തെ ഒരു പേഷ്യൻ്റ് ഉണ്ട്. പക്ഷേ ട്രൈജമിനൽ ന്യൂറാലജിയയുടെ ട്രീറ്റ്മെൻറ്റ് പൊതുവേ നോക്കുകയാണെങ്കിൽ സർജറിയാണ് കൂടുതൽ പറയുന്നത്. എന്താ ഇപ്പോൾ വാസ്കുലർ അബ്ലേഷൻ, അല്ലെങ്കിൽ ഇപ്പോൾ നെർവ് ക്യൂറേറ്റ് ചെയ്യുന്നത്. അതെ, ഇപ്പോൾ നെർവ് വന്നിട്ട് അവർ കത്തിച്ച് കളയും ബേസിക്കലി. അതെ, ആ പെയിൻ ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നെർവ് അബ്ലേഷൻ പറയും. ഇതൊക്കെയാണ് പൊതുവേ. ആൻഡ് പിന്നെ മെഡിക്കേഷൻ, ടെഗ്രറ്റോൾ അല്ലെങ്കിൽ കാർബാമസെപൈൻ പോലത്തെ മെഡിസിൻസാണ് കൂടുതൽ ട്രൈജമൽ ന്യൂറാലജിയന് കൊടുക്കുന്നത്. പക്ഷേ ഇതൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും ജസ്റ്റ് ബൈ TMJ ട്രീറ്റ്മെൻറ്റ്, ജോ പൊസിഷൻ കറക്റ്റ് ചെയ്യുന്ന സമയത്ത്. കാരണം ഈ പെയിൻ വരുന്നത് മെയിൻലി ഈ ട്രൈജമിനൽ നെർവ് എന്ന് പറഞ്ഞ നെർവാണ്. ഈ നെർവാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞായിരുന്നു, നമ്മുടെ ആ ഡിസ്കിൻ്റെ ബാക്കിൽ ഇപ്പോൾ വരുന്നൊരു നെർവ്, ക്രേനിയൽ നെർവ്, ഏറ്റവും വലിയ നെർവാണ്. ദാറ്റ് ഈസ് ദ ലോങ്ങസ്റ്റ് നെർവ് ഇൻ ദ ബോഡി. അതിനുള്ള കംപ്രഷൻ നമ്മൾ മാറ്റുമ്പോൾ തന്നെ യു ക്യാൻ ഗെറ്റ് ദ പേഷ്യൻ്റ് ഔട്ട് ഓഫ് പെയിൻ. വേദന ഇല്ലാത്തൊരു സിറ്റുവേഷനിൽ കൊണ്ടുവരാൻ പറ്റും. ഈ വേദന എന്ന് വെച്ച് കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത വേദനയാണ്. അതായത് അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് പലപ്പോഴും എനിക്ക് ഭയങ്കര സങ്കടം തോന്നിയിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കുക, ഇപ്പം നമ്മുടെ ലൈഫിൽ മര്യാദയ്ക്ക് വെള്ളം തന്നെ കുടിക്കാൻ പറ്റാത്തൊരവസ്ഥ തോന്നും. വെള്ളം കുടിക്കാൻ വേണ്ടി വായ തുറന്നു കഴിഞ്ഞാൽ തന്നെ വേദന വരികയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? ഒരു യാതനയാണത് ഡെഫിനറ്റ്ലി. അത് അപ്പം അങ്ങനത്തെ പേഷ്യൻസിൽ നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ യു ഫീൽ ഗുഡ് ദാറ്റ് എന്താ ഒരാൾക്കൊരു വലിയൊരു ക്വാളിറ്റി ഓഫ് ലൈഫ് നമുക്ക് കൊടുക്കാൻ പറ്റിയെന്ന് പറഞ്ഞിട്ടുള്ള. സോ ദാറ്റ് ഇസ് ദാറ്റ് ഇതൊക്കെ കൊണ്ടാണ് ന്യൂറോമസ്കുലർ ഡെന്റിസ്ട്രി ഓർ TMJ ട്രീറ്റ്മെൻറ്റ് ഇസ് സോ ഫാസിനേറ്റിംഗ്, ഭയങ്കര ഇൻട്രസ്റ്റിംഗ്. അതേപോലെ ആസ്മ പേഷ്യൻസ് ഞങ്ങൾക്ക് ക്യൂർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ആസ്മ പേഷ്യൻസ് സത്യം പറഞ്ഞാൽ ഞാനും എൻ്റെ സാറും ഡോക്ടർ ടാറ്റു, അപ്പോൾ ഞാനും സാറും കൂടി ഇങ്ങനെ കുറച്ച് പേഷ്യൻസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും കുറേ പേര് എന്ന് പറഞ്ഞു, ഡോക്ടറെ എൻ്റെ ആസ്മയുടെ പ്രശ്നം മാറി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് വിചാരിച്ചു നല്ല ലക്കായിരിക്കും എന്ന് പറഞ്ഞിട്ട്. പിന്നെ 1, 2, 3, 4, 5, 6 കുറേ പേഷ്യൻസ് ഇങ്ങനെ പറയാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾക്ക് ഇതിനെന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് പഠിച്ചു. ആൻഡ് ഇറ്റ് വാസ് ദെയർ. എഗെയിൻ ഇത് നെർവ്സ് ആൻഡ് മസിൽസിൻ്റെ ഒരു അലൈൻമെൻറ്റിൻ്റെ ഒരു ഇത് പ്രശ്നമാണ്. ഇതിപ്പോൾ ഞാനിപ്പോൾ പറയുമ്പോൾ എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ ഡോക്ടർ ഫ്രണ്ട്സ് വേറെ ഇത് കാണുവാണെങ്കിൽ അവർ വിചാരിക്കും എനിക്ക് വട്ടാണോ എന്ന് പറഞ്ഞിട്ട്. ബട്ട് അതല്ല, ഇപ്പോൾ ആസ്മ വരുന്ന മിക്ക പേഷ്യൻസിനും ദേ ആർ മൗത്ത് ബ്രീത്തേഴ്സ്, വായിൽ കൂടെയാണ് ശ്വാസം എടുക്കുന്നത്. ആ മൗത്ത് ബ്രീത്തിങ് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുമ്പോൾ സ്കെലീൻ മസിൽസ് ഉണ്ട്, 3 ഗ്രൂപ്പ്സ് ഓഫ് സ്കെലീൻസ് ഉണ്ട്. അപ്പോൾ ഈ സ്കെലീൻ നമ്മുടെ റിബ്സിലോട്ടാണ്, സ്റ്റണത്തിലോട്ടാണ് അത് അറ്റാച്ച് ചെയ്യുന്നത്. സ്കെലീൻ മസിൽസിൻ്റെ ടൈറ്റ്നെസ് ഇഫ് യു ക്യാൻ റിലീവ് ദാറ്റ് ആൻഡ് ഇറ്റ് ഹാപ്പൻസ്. ഈ TMJ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ കഴുത്തിലത്തെ മസിൽസിനും കഴുത്തിൻ്റെ അലൈൻമെൻറ്റിലും ചേഞ്ചസ് വരും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിലും ചേഞ്ച് വരുമ്പോഴത്തേക്കും യുവർ എബിലിറ്റി ടു ബ്രീത്ത് ഈസ് ഗോയിങ് ടു ബി മച്ച് ബെറ്റർ. അപ്പോൾ ഇങ്ങനെ സംഭവിക്കുമ്പോൾ സോ കോൾഡ് ആസ്മ പേഷ്യൻസ്, അതായത് ഈ പേഷ്യൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥിരമായി ഈ ഇൻഹേലേഴ്സും ആഴ്ചയിൽ 2 ദിവസം അല്ലെങ്കിൽ മിക്ക ദിവസം നെബുലൈസേഷന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോകുന്ന ആൾക്കാരാണ്. ഇവരെ വളരെ ഈസി ആയിട്ട് വി ബീൻ ഏബിൾ ടു ഗെറ്റ് ദം ഓഫ് ദെയർ ആസ്മ എപ്പിസോഡ്സ്. പക്ഷേ ഇത് മനഃപൂർവ്വമല്ല നമ്മൾ ചെയ്തത്. ഈ എന്താ ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടുവന്ന് പറയില്ലേ,
അതായിരുന്നു. വി ഡിഡ്ന്റ് നോ. ഓക്കെ, അതായിരുന്നു. ഫ്ലൂക്കായിരുന്നു. മീൻസ് ഞങ്ങൾക്ക് അറിഞ്ഞില്ല. പിന്നീട് മനസ്സിലായി യെസ് ദർ ഇസ് എ സയൻസ് ഇൻവോൾവ്. ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ പറ്റും എന്ന് പറഞ്ഞിട്ട് പഠിക്കേണ്ടി വന്നു. പിന്നെ ബാക്ക് പെയിൻ ഉള്ള പേഷ്യൻസ്, ഒത്തിരി ബാക്ക് പെയിൻ ഉള്ള പേഷ്യൻസിന് ബാക്ക് പെയിൻ മാറ്റാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ എന്ന് വെച്ചാൽ എല്ലാ ബാക്ക് പെയിൻസും നമ്മൾ ഇത് വെച്ചല്ല ചെയ്യുന്നത്. ഇതൊരു വൺ പിൽ സൊല്യൂഷൻ ആയിട്ടല്ല നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. ബാക്ക് പെയിൻ വിത്ത് എ TMJ ഇഷ്യൂ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ബാക്ക് പെയിൻ മാറാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഈ സയൻസ് US-ലും ഓസ്ട്രേലിയയിലൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഇവർക്ക് എപ്പോഴും ഒരു കൈറോപ്രാക്ടർ അല്ലെങ്കിൽ ഒരു ഓസ്റ്റിയോപാത്ത് കൂടെ ഉണ്ടാവും. ഒരു മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ചാണ് വരുന്നത്. ഇവിടെ ഞങ്ങൾ വി വർക്ക് വിത്ത് എ ഫിസിയോതെറാപ്പിസ്റ്റ് ആൻഡ് ഹൂ നോസ് കുറച്ച് കൈറോ മെത്തേഡ്സ് അറിയുന്ന നല്ല ക്വാളിഫൈഡ് പ്രൊഫഷണൽസ് ഉണ്ട്. അവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് റിസൾട്ട്സ് ആർ അമേസിങ്. നല്ല റിസൾട്ട്സ് നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. ബേസിക്കലി ഇത് ഭയങ്കര ഒരു ഹോപ്പല്ലോ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് അറിയണം. തീർച്ചയായിട്ടും. ഇപ്പം തന്നെ ഞങ്ങൾക്ക് കുറച്ച് പേഷ്യൻസ് ഉണ്ട്, അതായത് അവർ വേദന കാരണം മതിയായി, കുടുംബജീവിതം തന്നെ മതിയായെന്ന് പറഞ്ഞിട്ട്. കാരണം ഇത്ര ഒരു വേദന സഫർ ചെയ്യുന്ന ഒരാൾക്ക് ഒരു ഡേ ടു ഡേ ലൈഫിൽ ഒരു സിമ്പിൾ കാര്യങ്ങൾ പോലും ചെയ്യാൻ പറ്റില്ല. അതൊരു സ്ട്രെയിൻ തന്നെയായിരിക്കും. അപ്പോൾ ഇവർ വിചാരിക്കും ഞാനിനി എന്തിന് ജീവിക്കണം എന്ന് വെച്ചാൽ മൈ ലൈഫ് ഇസ് സോ ബാഡ്. അതായത് ഇത്രയും ഒരു നീചമായ ജന്മമാണോ എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ അവർ ആലോചിക്കാറുണ്ട്. അപ്പോൾ ഇനി എനിക്ക് വേണ്ട, ജീവിതം വേണ്ട എന്ന് പറഞ്ഞ് സൂയിസൈഡൽ അറ്റംപ്റ്റ്സ് ചെയ്ത ആൾക്കാരുമുണ്ട്. ഇത് കേൾക്കുമ്പോൾ ആൾക്കാർക്ക് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ബട്ട് ഇറ്റ്സ് എ ഫാക്റ്റ്. ഇത് നടക്കുന്നൊരു കാര്യമാണ്. അവർക്ക് നമ്മളൊരു ക്വാളിറ്റി ഓഫ് ലൈഫ് കൊടുക്കാൻ പറ്റും ത്രൂ അവർ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഒരു പ്രൊഫഷണൽ എന്ന നിലയ്ക്ക് ദാറ്റ് ഇസ് മൈ ബിഗ്ഗസ്റ്റ് അച്ചീവ്മെൻറ്റ്. അതാ ഇപ്പോൾ 10 പ്രശ്നങ്ങളായിട്ട് വരുന്നവർക്ക് എനിക്കൊരു 8 പ്രശ്നങ്ങൾ മാറ്റി കൊടുക്കാൻ പറ്റുമെങ്കിൽ തന്നെ ഐ ആം എ ഹീറോ. ഹീറോ എന്നല്ല മീൻ ബട്ട് ഐ അവരുടെ കണ്ണുകളിൽ യു വിൽ ബി ഡെഫിനറ്റ്ലി എ ഹീറോ. ഒരു ഗ്രാറ്റിഫൈങ് ആണ്. അതാണ് സംഭവം. സോ ലാസ്റ്റ് ഇത് ക്യാൻ വി ജസ്റ്റ് ഗോ ത്രൂ, ഇപ്പോൾ ഒരു TMJ ഇഷ്യൂ ഉള്ള ഒരു പേഷ്യൻ്റ് വന്നു, വാട്ട് ഈസ് ദ പ്രോസസ് ദാറ്റ് ഗോ ത്രൂ? എക്സ്റേ ആണോ, സ്കാൻസ് ആണോ? കുഡ് യു ജസ്റ്റ് ഗിവ് us a quick rundown? നമുക്ക് ഇത് എങ്ങനെ ട്രീറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു പേഷ്യൻ്റ് വരാണ് TMJ ട്രീറ്റ്മെൻ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ഡയഗ്നോസിസ്. ഇത് TMJ പ്രശ്നമുള്ള ആളാണോ ഇല്ലയോ എന്ന്. അല്ലാതെ വെറുതെ നമുക്ക് ഈ ലക്ക് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഫസ്റ്റ് ക്ലിനിക്കലി എക്സാമിൻ ചെയ്യും. സിമ്പിൾ എക്സാമിനേഷൻസ്. ഒരു ഡെൻറ്റിസ്റ്റിന് ഇതിനൊരു വലിയൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മിക്ക പ്രശ്നങ്ങളും നമ്മളിപ്പോൾ ഈ പറഞ്ഞ TMJ പ്രശ്നങ്ങൾ, സ്ലീപ്പ് റിലേറ്റഡ് ഇഷ്യൂസ്, സ്ലീപ്പ് ആപ്നിയ, സ്നോറിങ്, അലർജീസ് ആൻഡ് പോസ്ചറൽ ഇഷ്യൂസ്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ജസ്റ്റ് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം. ക്ലിനിക്കൽ എക്സാമിനേഷൻ നോക്കുമ്പോൾ തന്നെ അറിയാം. ഇതിലത്തെ 90% ഓഫ് ഇഷ്യൂസ് ഇൻട്രാ ഓറൽ എക്സാമിനേഷൻ, വായിക്കകത്തുള്ള പ്രശ്നങ്ങൾ നോക്കുമ്പോൾ തന്നെ കുറേ ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടും. പല്ലിൻ്റെ അലൈൻമെൻറ്റ് ഇത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൺഫർമേറ്ററി ആയിട്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഈ സ്പേസ് ഒക്യുപ്പൈയിങ് ലീഷൻസ്, ചുരുക്കി പറഞ്ഞാൽ ട്യൂമേഴ്സ് ഓർ ഗ്രോത്ത് അങ്ങനത്തെ ഒന്നും ഇല്ലയെന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്റേസിന് അഡ്വൈസ് ചെയ്യും. കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് CBCT. CTയുടെ ഒരു വേരിയേഷനാണ് CBCT. കുറച്ചും കൂടിയും ഫോക്കസ്ഡ് ആണ്, ക്രിസ്പാണ് ഇമേജസ്, ലെസ് റേഡിയേഷൻ. CBCT പ്രിഫർ ചെയ്യും. ചില കേസസിൽ MRI പറയാറുണ്ട്. അപ്പോൾ ഈ TMJ പ്രശ്നം വരുമ്പോൾ ഹാർട്ട് ടിഷ്യൂസ് ആസ് വെൽ ആസ് സോഫ്റ്റ് ടിഷ്യൂസിൽ പ്രോബ്ലംസ് വരും. അപ്പോൾ ഇതെല്ലാം നമ്മൾ റൂൾ ഔട്ട് ചെയ്യണം. ത്രൂ ഇമേജിങ് ആണ് പൊതുവേ ചെയ്യുന്നത്. ഇതെല്ലാം ചെയ്തിട്ട് കൺഫേം ആയി യെസ് TMJ പേഷ്യൻ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വേറെ ഡിസിപ്ലിൻസിൻ്റെ വേറെ ഫീൽഡ്സ് എക്സ്പേർട്സിൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റ് വേണോ വേണ്ടയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കും. വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ഇൻവോൾവ് ദം. ENT ഡോക്ടേഴ്സ് ആവാം, പൾമനോളജിസ്റ്റ് ആകാം, ഫിസിയോതെറാപ്പിസ്റ്റ് ആകാം. ഡെൻറ്റിസ്ട്രിയിൽ തന്നെ പല സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. ചിലപ്പോൾ ഓർത്തഡോണ്ടിസ്റ്റിൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റ് വേണ്ടി വരാം. ഇപ്പോൾ എക്സ്പാൻഡ് ചെയ്യണം, ഈ എയർവേ എക്സ്പാൻഡ് ചെയ്യണം എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഓർത്തഡോണ്ടിക്സ് ചെയ്യേണ്ടി വരും. സർജറീസ് ചിലപ്പോൾ വേണ്ടി വരും. പക്ഷേ സർജറീസ് വളരെ 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 കുറവാണ്, റെയർ ആയിരിക്കും. 100-ൽ ചിലപ്പോൾ ഒരു പേഷ്യൻറ്റിനെ ചിലപ്പോൾ വേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ ഒരു ടീം വർക്ക് നമ്മൾ ഫോം ചെയ്യും. ടീം റെഡിയാക്കി കഴിഞ്ഞാൽ പിന്നെ ദെൻ വി സ്റ്റാർട്ട്. ഇപ്പോൾ TMJ ട്രീറ്റ്മെൻറ്റ് ഫസ്റ്റ് ജോബ് പൊസിഷൻ കറക്റ്റ് ചെയ്യണം. ബൈറ്റും കറക്റ്റ് ചെയ്യണമെങ്കിൽ 2 മെത്തേഡ്സിൽ പൊതുവെ ചെയ്യും. ഒന്ന് ബൈറ്റ് കറക്ഷൻ വെച്ച് ചെയ്യും. പല്ലുകൾ കോണ്ടാക്റ്റ് വരുന്ന സമയത്ത് വി ഹാവ് സർട്ടൻ മെഷീൻസ്, സ്കാൻസ് വെച്ചിട്ട് കടിക്കുന്ന സമയത്ത് ഏത് പല്ലിനാണ് കൂടുതൽ ഫോഴ്സ് വരുന്നത്, പ്രഷർ ഏത് പല്ലിനാണ് വരുന്നത്, കോണ്ടാക്റ്റ് കൂടുതൽ എവിടെ വരുന്നതെന്ന് ഡോക്യുമെൻ്റ് ചെയ്യാൻ പറ്റും. നത്തിങ് ഇസ് എ ഗസ് വർക്ക്. കറക്റ്റായിട്ട് എവിടെയാണെന്ന് അറിയാൻ പറ്റും. അതിൻ്റെ ബേസിസിൽ വി ഡു കറക്ഷൻസ്. ആ പോയിൻറ്റ്സ് നമ്മൾ പതുക്കെ കുറയ്ക്കും. ചിലപ്പോൾ പോളിഷ് ചെയ്യും, ചിലപ്പോൾ ചില ഏരിയസിൽ അഡീഷൻസ് വരുത്തും. ഇതിനൊന്നിനും മരുന്നില്ല കേട്ടോ. ഞാനത് സർജിക്കലായിട്ടുള്ള കാര്യങ്ങളേ അല്ല ഞാൻ പറയുന്നത്. ഓക്കെ, വെരി കൺസർവേറ്റീവ്. ദിസ് ഇസ് വൺ മെത്തേഡ്. സെക്കൻഡ്,
നമ്മൾ ജോ പൊസിഷൻ കറക്റ്റ് ലെവലിൽ തീരുമാനിക്കാൻ വേണ്ടിയിട്ട് വി യൂസ് സർട്ടൻ ജോ ട്രാക്കേഴ്സ് മെഷീൻസ് വെച്ചിട്ട് ജോ പൊസിഷൻ ഏത് പൊസിഷനിലാണ് മസിൽസ് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള റിലാക്സ്ഡ് ആയിട്ടുള്ള പൊസിഷൻ തീരുമാനിക്കും. അതിൻ്റെ ബേസിസിൽ വി മേക്ക് എ ഡിവൈസ് വായിക്കകത്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഓർത്തോട്ടിക്സ് എന്ന് പറയും, ന്യൂറോ മസ്കുലർ ഓർത്തോട്ടിക്സ് വെച്ച് ദീസ് ആർ റിമൂവബിളാണ്, നമുക്ക് എപ്പോൾ വേണമെങ്കിൽ എടുത്ത് മാറ്റാം. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമുക്ക് എടുത്ത് മാറ്റാം. ഞാൻ പൊതുവേ അങ്ങനെയാണ് ചെയ്യാറ്. ചില പ്രാക്ടീഷണേഴ്സ് അത് വെച്ചുകൊണ്ട് തന്നെ കഴിക്കാൻ വേണ്ടി പറയും. എവ്രി ന്യൂറോ മസ്കുലർ പ്രാക്ടീഷണേഴ്സ് അവർക്ക് അവരുടെ ഓൺ മെത്തേഡ് ഉണ്ട്. ഇത് വെച്ചതിന് ശേഷം ഈ ഡിവൈസിൽ കറക്ഷൻസ് നമ്മൾ വരുത്തും, ബൈറ്റ് കറക്ഷൻസ് വരുത്തും. ഇതിങ്ങനെ ചെയ്ത് വന്ന് കഴിയുമ്പോൾ തന്നെ പ്രശ്നങ്ങൾ പതുക്കെ എല്ലാം മാറും. ഇപ്പോൾ ഒരു ടൈം പീരീഡ് കൊടുക്കുകയാണെങ്കിൽ ചില പേഷ്യൻസ് വിത്തിൻ 3 days അടിപൊളിയാവും. ആണോ? ഓക്കെ. പക്ഷെ എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല. ഏറ്റവും പെട്ടെന്ന് ഞാൻ പറഞ്ഞത് അതെ, ചിലവർക്ക് 3 മാസം എടുക്കും, ചിലവർക്ക് 6 മാസം എടുക്കും. ഓക്കെ. അപ്പോൾ ഇങ്ങനെ കറക്റ്റ് ആയതിനു ശേഷം ഡിവൈസിൽ വന്ന ചേഞ്ചസ് എങ്ങനെയാണോ ആ സെയിം ചേഞ്ചസ് നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള പല്ലിലോട്ട് കൊണ്ടുവരണം. അതായത് ഞാനൊരു ഡിവൈസ് വെക്കുന്നു, 2 മാസത്തിനുള്ളിൽ എൻ്റെ പ്രശ്നം മാറുന്നു. ഇനി എനിക്ക് ജീവിതകാലം മൊത്തം എനിക്ക് ആ ഡിവൈസ് ഇടാൻ പറ്റുമോ? പറ്റൂല. പക്ഷേ ആ സെയിം പൊസിഷനിൽ ഡിവൈസിൻ്റെ പൊസിഷനിൽ എനിക്ക് പല്ലുകളെ കൊണ്ടുവന്ന് നിർത്തിപ്പിക്കണം. അതിനുവേണ്ടി ചിലപ്പോൾ ബ്രേസസ് ഇടും, ഇല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ ക്യാപ്പ് വയ്ക്കും. പക്ഷേ ഈ ബ്രേസസ് ആൻഡ് ഈ പ്രോസ്റ്ററ്റിക്സ് അല്ലെങ്കിൽ ഈ ക്യാപ്പ് വെച്ച് ചെയ്യുന്ന സംഭവം പെർമനൻറ്റ് റീഹാബിലിറ്റേഷനാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇറ്റ് ബിക്കംസ് വെരി വെരി എഫക്റ്റീവ്. ഇതിൻ്റെ കൂടെ പോസ്ചറൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പോസ്ചർ കറക്ഷൻസ് ത്രൂ എ ഫിസിയോ നമ്മൾ ചെയ്യുമ്പോൾ ഇറ്റ് ബിക്കംസ് വെരി പവർഫുൾ, ലൈഫ് ചേഞ്ചിങ് ആകും. ദാറ്റ് ഐ ക്യാൻ ടെൽ യു. എനിക്കത് 100% പറയാൻ പറ്റും. സോ ഇതാണ് ഇതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് ബേസിക് ആയിട്ട്. പിന്നെ ഹാബിറ്റ്സ് ഉണ്ടെങ്കിൽ മൗത്ത് ബ്രീത്തിങ് ഉണ്ട്, അല്ലെങ്കിൽ വേറെ സ്ലീപ്പ് ബ്രീത്തിങ് ഇഷ്യൂസ് വേറെ കുറച്ചുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആയിട്ടുള്ള വേറെ സൈഡിൽ നമ്മൾ വേറെ കാര്യങ്ങളും ചെയ്യും. ബട്ട് ഓവറോൾ പൊതുവെ നോക്കുവാണെങ്കിൽ ഇങ്ങനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യണത്. ദിസ് ഇസ് വാട്ട്. ബ്യൂട്ടിഫുൾ. താങ്ക് യു അണ്ണ. ഐ ഹോപ്പ് യു നോ ഈ ഒരു സെഗ്മെൻറ്റ് തന്നെ ഐ തിങ്ക് വിൽ ബി യൂസ് ഫോർ എ ലോട്ട് ഓഫ് പീപ്പിൾ. ബിക്കോസ് എൻ്റെ വീട്ടിൽ തന്നെ എത്രയോ ആൻറ്റി കുറേ നാളായിട്ട് മൈഗ്രെയിനും ഇതൊക്കെ ആയിട്ടാണ്. ആൻറ്റി പോഡ്കാസ്റ്റ് കേട്ട് ആൻറ്റി ട്രൈ എന്ന് പ്രതീക്ഷിക്കുന്നു ഞാൻ. ഓക്കെ. ഇതിപ്പോൾ വൈശാഖ് എന്നെ വിളിച്ച സമയത്ത് തന്നെ പോഡ്കാസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ സമയത്ത് തന്നെ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് ഒരു അവയർനെസ്സിന് വേണ്ടിയിട്ടാണ്, അല്ലാതെ നോട്ട് ടു പ്രൊമോട്ട് മൈ സെൽഫ്. ഇതിപ്പോൾ കാണുന്ന മിക്ക പേഷ്യൻസും നിങ്ങളുടെ അടുത്ത് നിങ്ങൾക്കൊരു ന്യൂറോ മസ്കുലർ ഡെൻറ്റിസ്റ്റ് അല്ലെങ്കിൽ ഒരു TMJ പ്രാക്ടീഷണറിൻ്റെ അടുത്ത് പോയി കാണാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഇസ് ദ ബെസ്റ്റ് തിങ്. ഏറ്റവും ആദ്യം അത് തന്നെയാണ് ചെയ്യേണ്ടത്. ഈ ഒരു അവയർനെസ് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എന്നെ കാണണമെങ്കിൽ യു ക്യാൻ ഗിവ് മൈ നമ്പർ, എൻ്റെ ക്ലിനിക്സിൻ്റെ നമ്പർ ജസ്റ്റ് ഇത് ഇടാം, അത് നമുക്ക് ക്ലിനിക്സിൻ്റെ അപ്പോൾ അതിനനുസരിച്ച് എങ്ങനെയാണെന്ന് നോക്കാം. ബട്ട് ഫോക്കസ് ഈസ് ഓൾവേസ് ഓൺ അവയർനെസ്. ആൻഡ് അതിന് ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിന് ഐ ഹാവ് ടു താങ്ക് വൈശാഖ്. താങ്ക് യു സോ മച്ച് ഫോർ ദി ഓപ്പർച്യൂണിറ്റി. ഐ റിയലി അപ്രീഷിയേറ്റ് യു കമ്മിങ്. ആൻഡ് ബിക്കോസ് അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് അറിയായിരുന്നു ഇത്, ബിക്കോസ് ഐ എം ഓൾവേസ് ഇൻ ദ ലുക്ക് ഔട്ട് ഫോർ സച്ച് തിങ്സ്. ഇപ്പോൾ ഞാൻ എൻ്റെ ഇന്നർ എഞ്ചിനീയറിംഗ് പ്രോഗ്രാം ചെയ്തപ്പം നോ വൺ വാസ് ടോക്കിംഗ് അബൌട്ട് ഇന്നർ എഞ്ചിനീയറിംഗ്. ഇത്രയും വളരെ ബ്യൂട്ടിഫുൾ പ്രോഗ്രാം എനിക്ക് എൻ്റെ ആങ്സൈറ്റിയിൽ നിന്നും ഡിപ്രഷനിൽ നിന്ന് റിക്കവർ ചെയ്താണ്. സോ വെൻ യു ടോക്ക്ഡ് അബൌട്ട് ദിസ് ഐ ഫെൽ ദിസ് ഇസ് സംതിങ് ഈക്വലി പവർഫുൾ. ബിക്കോസ് കുറേ പേര് യോഗ ചെയ്യണമെന്നുണ്ടെങ്കിൽ പോലും ഈ കുറേ ഇഷ്യൂസൊക്കെ an additional support can help them a lot. Of course. പിന്നെ ഇതിപ്പോൾ ഈ നമ്മൾ TMJനെ കുറിച്ച് പറഞ്ഞാൽ പോലും TMJ ഇഷ്യൂസ് ഉള്ള പേഷ്യൻസ് ഒത്തിരി പേർക്ക് ഈ ആങ്സൈറ്റി ഡിപ്രഷൻസ് ഒക്കെ ഉള്ള ആൾക്കാരാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ കൂടെ ഇന്നർ എഞ്ചിനീയറിംഗ് പോലത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചിലവർ നമ്മളെ തെറ്റിദ്ധരിക്കും. ദേ വിൽ തിങ്ക് ഇത് ഏതൊരു പരിപാടി പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ അജണ്ട പുഷ് ചെയ്യാൻ വേണ്ടിയിട്ടെന്ന് വിചാരിക്കും. പക്ഷെ ചിലവർ സിസ്റ്റമാറ്റിക്കായിട്ട് ഇത് പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇതെല്ലാം കമ്പൈൻ ചെയ്ത് ചെയ്യുമ്പോൾ ഇറ്റ് ബിക്കംസ് അമേസിങ്. ഇറ്റ് ബിക്കംസ് ബ്യൂട്ടിഫുൾ ലൈഫ്. ഐ തിങ്ക് അതെ, യെസ്, ഒരു പെയിൻ ഫ്രീ ലൈഫ്. അതെ അതെ, ഒരു നമ്മുടെ ഹ്യൂമൻ റൈറ്റ് ആണത്. അതിലിപ്പോൾ ഹ്യൂമൻ റൈറ്റ്സിൻ്റെ ഇതിൽ ഒരു പെയിനെ കുറിച്ച് പറയുന്നുണ്ട് അവർ. ഇറ്റ് ഇസ് എ ബേസിക് ഹ്യൂമൻ റൈറ്റ് ടു ബി പെയിൻ ഫ്രീ. നോബഡി ക്യാൻ ഡിനൈ ദാറ്റ് എന്ന് പറയുന്നുണ്ട്. സോ അങ്ങനത്തെ ഒരു ലൈഫ് ഇസ് ഇമ്പോർട്ടൻറ്റ് ഫോർ എവ്രിബഡി, ഫോർ ദ ഹോൾ നേഷൻ. കാരണം ഒരു പോപ്പുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സബ്സ്റ്റാൻഡേർഡ് പോപ്പുലേഷൻ ആവാൻ പാടില്ല, ഒരു കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാവാൻ പാടില്ല. ഹെൽത്തി, ഒരു ഫുൾ ഹെൽത്തിലുള്ള ഒരു ആൾക്കാർ തന്നെ വേണം. അത് നമുക്ക് ചെയ്യാൻ പറ്റുവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നത്തിങ് ലൈക്ക് ഇറ്റ്, ദാറ്റ് ഇസ് ദ ബെസ്റ്റ്. ഓക്കെ. അപ്പം ഇനി നമുക്ക് കുറച്ച് അണ്ണൻ്റെ ഒരു സ്പിരിച്വൽ പ്രാക്ടീസസും സാധനയെക്കുറിച്ച് കുറച്ച് സംസാരിക്കാം. നമുക്ക് അതുവഴി നമുക്ക് പയ്യെ മുരുകലിലോട്ടും പോകാം. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ
സ്പിരിച്വൽ പ്രാക്ടീസ് എന്ന് പറയാൻ അത്ര വലിയ ഇത് ഞാൻ അല്ല. ഇപ്പോൾ നമ്മളിതിപ്പോൾ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ സംസാരിക്കുന്നുണ്ട്. ഇത് ഇന്നർ എഞ്ചിനീയറിങ് വാസ് എ ബിഗ് ഒരു ഇമ്പാക്റ്റ് ലൈഫിലുണ്ടായിരുന്നു. 2016-17 ആ ഒരു സമയത്താണ് ചെയ്തത്. കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നു. അടിപൊളി എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയാണ്. എന്ന് വെച്ചാൽ ഞാൻ അന്ന് ആ ഒരു പ്രാക്ടീസ്, ആ ഒരു ക്രിയ ചെയ്യാതെ പോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കതിൻ്റെ വ്യത്യാസം ശരിക്കും മനസ്സിലാക്കാൻ പറ്റും. നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ എൻ്റെ പേഷ്യൻസിന് തന്നെ ഞാൻ അത് ചെയ്തതിന് ശേഷമാണ് എനിക്ക് തന്നെ മനസ്സിലായത്. ഞാനത് പേഷ്യൻസിൻ്റെ അടുത്ത് പറയും, നിങ്ങളത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. കാരണം നമ്മൾ പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് ഇൻസ്റ്റൻ്റായിട്ട് നമ്മുടെ തോട്ട്സ് ആൻഡ് ഫീലിങ്സിന് വരുന്ന ഭയങ്കര ചേഞ്ചാണ്. അപ്പോൾ ഇതിൽ ഉറപ്പായിട്ടും ഒരു സെറട്ടോണിൻ ലെവലിൽ ഉള്ളൊരു ഡിഫറൻസ്, ഡോപ്പമിൻ ലെവൽസിലത്തെ ഡിഫറൻസ്, നമ്മുടെ ഇപ്പോൾ ദ വേ യു തിങ്ക്, നമ്മൾ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യണതിൻ്റെ ഒരു ഡിഫറൻസ്, ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ പേഷ്യൻസിൻ്റെ അടുത്ത് അത് പറയും. അപ്പോൾ ചിലവരത് ചെയ്യും, മിക്കവരും ചെയ്യൂല. ചെയ്യുന്ന ആൾക്കാർ ദേ ലവ് ഇറ്റ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റും ഇതുമായിട്ട് നോക്കുന്ന സമയത്ത് ഇറ്റ് ഈസ് അമേസിങ്. ശരിക്കും നല്ലോണം കമ്പൈൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നൊരു സംഭവം. ഏറ്റവും ബെസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 21 മിനിറ്റ്സ് മതി. അത്ര വലിയ പൈസയൊന്നുമില്ല, സിമ്പിളായിട്ട് ചെയ്യാം ആൻഡ് വെരി പോസിറ്റീവ് ഇമ്പാക്റ്റ്. അപ്പോൾ ഇങ്ങനത്തെ ഈ പ്രാക്ടീസസ് ഐ എം എ ബിഗ് ഫാൻ. അപ്പോൾ ഞാനത് എല്ലാവർക്കും പറയും. അല്ലാതെ ഇപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈശോയുടേതായിട്ട് അങ്ങനെ ഭയങ്കര ഒരു ഇൻവോൾവ്മെൻറ്റ് കുറവാണ് കമ്പയർ ടു സോ മെനി പീപ്പിൾ. ബട്ട് അവരുടെ പ്രാക്ടീസസ് വേർ വെരി ഹെൽപ്ഫുൾ. പിന്നെ ശിവാംഗ ഇത് ചെയ്തുകൊണ്ടിരുന്നു. ശിവാംഗ വാസ് ഡെഡ്ലി എന്ന് വേണമെങ്കിൽ പറയാം. അടിപൊളിയാണ്. എല്ലാം ഒരു പോസിറ്റീവ് എക്സ്പീരിയൻസാണ്. നമ്മുടെ ലൈഫിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരുന്ന ഒരു സംഭവമാണ്. ഏറ്റവും ബെസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റിലീജിയൻ എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല ഇതിൽ. ഇപ്പോൾ സദ്ഗുരു പറയാറില്ല റിലീജിയൻ ടു റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞിട്ട്. ശരിക്കും അത് തന്നെയാണ്. നമുക്ക് ഇപ്പോൾ നമ്മുടെ ലൈഫ് എങ്ങനെ നമ്മുടെ കൺട്രോളിൽ കൊണ്ടുവരാം, ആ ഒരു ഇത് തന്നെയാണ്. അതെ. ആൻഡ് ഇറ്റ്സ് ഒരു വലിയൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ്. അതാണ് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ലൈഫ് ചേഞ്ചിങ് എന്ന് വേണമെങ്കിൽ പറയാം. ബ്യൂട്ടിഫുൾ. താങ്ക് യു ആണ്. ബിക്കോസ് ഒരു യു ആർ എ പ്രാക്ടീസിങ് ഡോക്ടർ ആൻഡ് മോസ്റ്റ് പീപ്പിൾ വെൻ ഐ സീ നമ്മൾ ഇതേക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവർ ഇതൊരു സയൻസ് ബാക്ക്ഡ് അല്ലെന്നാണ് അവർ വിചാരിക്കുന്നത്. അവർ ദേ ഡോണ്ട് അലൗ ദാറ്റ് എക്സ്പീരിയൻസ് ടു ഹാപ്പൻ ടു ദം ആൻഡ് ഐ ഫീൽ ദേ മിസ്സിംഗ് ഔട്ട് ഓൺ എ ബിഗ് തിങ് ഇൻ ദെയർ ലൈഫ്. അതെ, ഇതിലൊരു തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനത്തെ ഒരു സംഭവം പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും ഇവൻ്റെ ഒരു കൾട്ടിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നതെന്ന് പറഞ്ഞിട്ട്. ആൻഡ് പിന്നെ ചിലവർ വിചാരിക്കും ഇവർ ഭയങ്കര ഒരു റിലീജിയസ് ഫെനറ്റിക് ആണെന്ന് വിചാരിക്കും. പക്ഷെ അതൊന്നുമല്ല. ഇതിപ്പോൾ റിലീജിയൻ്റെ ഒന്നുമില്ല സത്യം പറഞ്ഞ ഇതിൽ. പാടാണ്. രാവിലെ യോഗ അത്ര എളുപ്പമുള്ള കാര്യമില്ല. അതാണ് മെയിൻ സംഭവം. പിന്നെ ഡോക്ടേഴ്സിൻ്റെ ഇതിൽ നോക്കുവാണെങ്കിൽ ഇല്ല, ഇത് എനിക്കറിയുന്ന മിക്ക ഡോക്ടേഴ്സും എല്ലാവർക്കും അറിയാം ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്താണെന്ന് അറിയാം. ദേ ഡു ഇറ്റ്. എന്നാലും കുറച്ച് പേരുണ്ട് അവർക്ക് ഇത് മനസ്സിലാക്കാത്ത ഒരു ഫാക്ടർ ഉള്ളത് കൊണ്ട് ദേ ആർ ലിറ്റിൽ സ്കെപ്റ്റിക്. അത് അവരുടെ അവകാശമാണ്. അതെ, എല്ലാവർക്കും എല്ലാ കാര്യം ആക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. പിന്നെ വളരെ കുറച്ച് ആൾക്കാർ ഇപ്പോൾ ഇതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ, എവിഡൻസ് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്താൽ പോലും ആക്സെപ്റ്റ് ചെയ്യാത്ത ആൾക്കാരുണ്ട്. എൻ്റെ എക്സ്പീരിയൻസിൽ അതൊരു ഫ്രിഞ്ച് ഗ്രൂപ്പായിട്ടാണ് ഞാൻ കാണുന്നത്. എനിക്കെപ്പോഴും ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആൻഡ് ഒരു പോസിറ്റീവ് റെസ്പോൺസ് എല്ലാവരുടെയും കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഇൻഫാക്റ്റ് ഇപ്പോൾ നമ്മൾ ഈ നേരത്തെ ഡിസ്കസ് ചെയ്ത ഈ ഒരു സയൻസ് പുറത്ത് പ്രാക്ടീസ് ചെയ്യുന്ന മിക്ക ഡോക്ടേഴ്സിൻ്റെ ക്ലിനിക്സിൽ തന്നെ ദേ ഹാവ് എ യോഗ പ്രാക്ടീഷണർ. അപ്പോൾ ഇത് അവരൊരു ട്രീറ്റ്മെൻ്റ് എന്ന് പറഞ്ഞ് വെൻ ദേ ടെൽ, അവർ ഒരു യോഗ തെറാപ്പിസ്റ്റ് അല്ലെങ്കിൽ ഒരു യോഗ പ്രാക്ടീഷണറായിട്ടുള്ളൊരു കൺസൾട്ടേഷൻ അവർ വെക്കും. അപ്പോൾ ഇതെങ്ങനെ ചെയ്യണം, ബ്രീത്തിങ് എങ്ങനെ കറക്റ്റ് ചെയ്യണം. ഇപ്പോൾ ഈ ബ്രെത്ത് വർക്ക് എന്ന് പറഞ്ഞാൽ അത്ര സിമ്പിളല്ല. ബ്രീത്തിങ്, ചൂയിങ് ആൻഡ് സ്വോളോയിങ്, ഈ 3 ആസ്പെക്ട്സ് നമ്മുടെ ബ്രെയിനിൽ എന്താ പറയുന്നത് ഒരു സെൻട്രൽ പാറ്റേൺ ജനറേറ്റേഴ്സ് എന്നാണ് പറയുന്നത്. ഇത് ഒന്ന് ഫിക്സ്ഡായി ഇതിൻ്റെ ഒരു പാറ്റേൺ വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തിരിച്ച് ഡീപ്രോഗ്രാം ചെയ്ത് റീപാറ്റേൺ ചെയ്യണമെങ്കിൽ കുറച്ച് പാടാണ്. അതിന് സമയമെടുക്കും, പ്രാക്ടീസ് എടുക്കും. അപ്പോൾ ഈ മൗത്ത് ബ്രീത്തിങ് ഒഴിവാക്കിയിട്ട് നേസൽ ബ്രീത്തിങ്ങിലോട്ട് കൊണ്ടുവരണമെങ്കിൽ ഇറ്റ് ടേക്സ് ടൈം. ഒരു പ്രൊഫഷണലിൻ്റെ ഹെൽപ്പ് വേണം. എന്നാൽ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ട് അത് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഈ ഒരു കോൺസെപ്റ്റ് ദിസ് ക്യാൻ ബി ബ്രോട്ട് ഇൻ ടു മെയിൻ സ്ട്രീം മെഡിക്കൽ പ്രാക്ടീസ് ഓൾസോ. അതിലൊരു സംശയമില്ല.
ബ്യൂട്ടിഫുൾ. സോ അടുത്ത നമുക്ക് അണ്ണൻ ഈ ഇടയ്ക്ക് ഒരു ഷഷ്ടി ഫാസ്റ്റ് എടുത്തു. അതിനെക്കുറിച്ച് നമുക്ക് കുറച്ച് ഞാനത് കേട്ടപ്പോൾ തന്നെ ഒന്ന് ഞെട്ടി. ഒരു ഏകാദശി ഫാസ്റ്റ് എടുക്കാൻ തന്നെ ഞാൻ കുറച്ച് കഷ്ടപ്പെടുന്ന ആളാണ്. അതെ. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് കുറച്ച് സംസാരിക്കുകയാണെങ്കിൽ ഐ തിങ്ക് ബി വെരി ഹെൽപ്ഫുൾ. അത് ഏത് അമ്പലത്തിലായിരുന്നു, എന്താണ് അതിൻ്റെ സിഗ്നിഫിക്കൻസ്? ആൻഡ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇറ്റ് വാസ് എക്സ്ട്രീം ആണ്. ബട്ട് ഐ ഡോണ്ട് തിങ്ക് ഫോർ യു ഇറ്റ് വാസ് മച്ച് എക്സ്ട്രീം. ഓരോരുത്തരുടെ ഓരോ എക്സ്പീരിയൻസ് അല്ലോ. എക്സ്ട്രീം ആണ് സംഭവം. അതിൽ ഒന്നും പറയാനില്ല. ഒന്ന് സ്റ്റാർട്ടും അല്ലത് എങ്ങനെ വരുന്നു. അതെ, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ ലൈഫിൽ ഒരു വലിയൊരു ഈയിടയ്ക്ക് എന്നല്ല, കുറച്ച് വർഷങ്ങളായിട്ടുള്ള ഒരു വലിയൊരു ഇമ്പാക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മുരുകൻ എന്ന് പറയുന്നൊരു ദൈവത്തിൻ്റെ ഒരു ഇതാണ്. ഞാൻ അങ്ങനെ ഒരു വലിയൊരു ബ്ലൈൻഡ് ബിലീവറോ അല്ലെങ്കിൽ ഒരു ഇതോ അല്ല. പക്ഷെ എന്നാലും അക്സെപ്റ്റ് ചെയ്യാൻ ഞാൻ ഒരിക്കലും മടിക്കാറില്ല. ഞാൻ ഒരു പ്രാവശ്യം ഈ കുമാരപർവ്വത എന്ന് പറഞ്ഞൊരു ട്രെക്കിന് പോയി. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ എക്സിസ്റ്റിംഗ് ഉള്ളൊരു ജോബ് അവിടെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സ്ഥലത്ത് നിന്ന് മാറിയിട്ട് മാൽദീവ്സിൽ പോകാനുള്ള എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി. അപ്പോൾ എനിക്ക് കുറച്ച് സമയം കിട്ടി. അപ്പോൾ എന്തെങ്കിലും ഒരു അഡ്വഞ്ചറസ് ആയിട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കുന്ന സമയത്താണ് എനിക്ക് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അവിടെ ഗോവയിൽ പോവാം, ഒന്ന് പാർട്ടി ചെയ്യാം, അടിച്ചു വിളിക്കാം, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോകാമെന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പക്ഷേ എന്തോ മൈൻഡ് വന്നിട്ട് കുറച്ചൊന്ന് അഡ്വഞ്ചറസ് ആയിട്ട് ചെയ്യണം എന്ന് പറഞ്ഞൊരു ഇൻക്ലിനേഷൻ വന്നു. അപ്പോൾ അങ്ങനെ നോക്കി വന്നപ്പോൾ കർണാടകത്തിലത്തെ ഏറ്റവും ടഫസ്റ്റ് ട്രെക്കാണ് ഈ കുമാരപർവ്വത ട്രെക്ക് എന്ന് പറഞ്ഞത്. 2 day ട്രെക്ക് അത്. അപ്പോൾ അത് വെസ്റ്റേൺ ഗാട്ട്സിൻ്റെ അതിലാണ് പ്രോപ്പർ എന്ന് പറഞ്ഞാൽ ഹാർട്ട് ഓഫ് വെസ്റ്റേൺ ഗാട്ട്സ് എന്ന് വേണമെങ്കിൽ പറയാം. ബ്യൂട്ടിഫുൾ ഇക്കോസിസ്റ്റംസ്, പല ഇക്കോസിസ്റ്റംസ് നമുക്ക് കാണാൻ പറ്റും. ഷോള ഫോറസ്റ്റ് ഉണ്ട് ഏറ്റവും മുകളിൽ, ഇത് എവർഗ്രീൻ റെയിൻ ഫോറസ്റ്റ് ഉണ്ട്, നടുക്ക് വന്നിട്ട് യു ഹാവ് റോക്കി എൻവയൺമെൻറ്റ്, റിവറൈൻ ഇക്കോസിസ്റ്റംസ്, ഇങ്ങനത്തെ പല ആസ്പെക്ട്സ് കവർ ചെയ്യാമെന്നുള്ളൊരു ഇത് കിട്ടിയപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് എക്സൈറ്റഡ് ആയി. ഞാനൊരു വൈൽഡ് ലൈഫ് എന്തൂസിയാസ്റ്റും കൂടിയാണ്. അപ്പോൾ സംഭവം മോനെ പോകാമെന്ന് വെച്ചിട്ട് ഇതിരുന്നു. അപ്പോൾ ഈ കുമാരപർവ്വതം എന്ന് പറഞ്ഞൊരു സ്ഥലം, കുക്കെ സുബ്രഹ്മണ്യം എന്ന് പറഞ്ഞൊരു ഫേമസ് അമ്പലമുണ്ട് കർണാടകത്തിൽ. ഇവിടെ ഗുരുവായൂർ എന്നൊക്കെ പറഞ്ഞ പോലെ അവിടെ ഒരു ഫേമസ് അമ്പലം. ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടുന്നൊരു ഗവൺമെൻറ്, കർണാടക ഗവൺമെൻറ് പൈസ കിട്ടുന്നൊരു ആ കളക്ഷൻ, മറ്റേ കളക്ഷനല്ല. ഓക്കെ, അപ്പോൾ കിട്ടുന്നൊരു അമ്പലമാണത്. അപ്പോൾ എന്നാൽ പിന്നെ ഇതൊക്കെ കാണാം, ഇതൊക്കെ എന്താണെന്ന് പറഞ്ഞൊന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് പോയ സമയത്ത് ഇപ്പോൾ ഞാൻ ഇതുവരെ വിചാരിച്ചുകൊണ്ടിരുന്ന മുരുകൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തമിഴന്മാരുടെ അണ്ണാച്ചിമാരുടെ ദൈവമാണെന്ന്. അപ്പോൾ പിന്നെ ഇവിടെ ഉണ്ട് മുരുകൻ്റെ അമ്പലമൊക്കെ ഉണ്ട്. പക്ഷേ അങ്ങനത്തെ ഒരു ഇത് എപ്പോഴും പോകണമെന്ന് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. പക്ഷേ ഇവിടെ പോയതിന് ശേഷം എനിക്ക് എന്താണെന്നറിയൂടാ, പിന്നെ അമ്പലത്തിൽ പോയി, പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പുറകിലാണ് ഈ ട്രക്കിൻ്റെ ഇതുള്ള. പോയതിന് ശേഷം അതിന് കഴിഞ്ഞിട്ട് വന്ന സമയം തൊട്ട് തന്നെ എനിക്ക് ഈ മുരുകൻ എന്ന് പറഞ്ഞ സംഭവം എന്താണെന്ന് പറഞ്ഞിട്ട് എനിക്ക് മനസ്സിൽ നിന്ന് എടുക്കാൻ പറ്റുന്നില്ല. എന്നുവെച്ചാൽ ഞാനങ്ങനെ പോയി ഭക്തിമാർഗത്തിലോട്ട് പോയി ഇതൊന്നല്ല, പക്ഷെ എന്നാലും സംഭവം തലയിൽ കയറി. ഫുഡ് കഴിക്കുമ്പോഴും ശരി, ഇത് കിടന്നുറങ്ങുമ്പോഴും ശരി, എന്ത് ചെയ്താലും തന്നെ ഇതെന്താണ്, ഇത് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ട് ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇൻഫാക്റ്റ് ഞാൻ ആ സമയത്ത് കല്യാണം കഴിഞ്ഞില്ല, അതിന് മുമ്പ് ഒരു അലയൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടിയുടെ അടുത്ത് സംസാരിക്കുമ്പോൾ പോലും ഈ ടോപ്പിക്സ് ഒക്കെയാണ് ഇത് വരുന്നത്. അത് നടന്നില്ല, അത് വേറെ കാര്യം. അപ്പോൾ അപ്പോൾ സദാസമയവും ഈ സംഭവം മനസ്സിൽ കിടപ്പുണ്ട്. അപ്പോൾ ഇതെന്താണെന്ന് പറഞ്ഞ് ഇതിനെക്കുറിച്ച് ഞാൻ വായിക്കാൻ തുടങ്ങി. അപ്പോഴാണ് മനസ്സിലാണ് ഇതൊരു ഒരു വലിയൊരു മുരുകൻ എന്ന് പറഞ്ഞൊരു തത്വമാണ്. ആൻഡ് ഒരു വലിയൊരു ശക്തിയാണെന്നും എനിക്ക് മനസ്സിലായത്. അതൊക്കെ ഒരു തിയറിറ്റിക്കൽ നോളേജ് ആയിരുന്നു. പക്ഷേ ഒരു ലൈഫിൽ ഇമ്പാക്റ്റ് വന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് തിരുച്ചെന്തൂർ പോകണമെന്നുണ്ടായിരുന്നു. തിരുച്ചെന്തൂർ എന്ന് പറയുന്നത് ഒരു തമിഴ്നാട്ടിലൊരു ഫേമസ് അമ്പലമാണ്. 6 പടൈ വീടുകൾ എന്ന് പറയും. അതിലത്തെ സെക്കൻഡ് ഇതാണ് ടെമ്പിളാണ് തിരുച്ചെന്തൂർ എന്ന് പറയുന്നത്. ഒരു യുണീക്ക് ആയിട്ടുള്ളൊരു അമ്പലമാണ്. അമ്പലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 50 മീറ്റേഴ്സ്, 50 മീറ്ററേ ഉള്ളൂ കടലിൻ്റെ ഇതെന്ന് ഡിസ്റ്റൻസ്. 50 feet ബിലോ ദ സീ ലെവലാണ്, തൊട്ട് താഴെയാണ്. സാധാരണ തമിഴ്നാട്ടിലത്തെ അമ്പലങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നടുക്കായിരിക്കും, ഒരു സിറ്റിയുടെ നടുക്കായിരിക്കും. അതായത് ആ ഒരു നഗരമായിരിക്കും ശരിക്കും പറഞ്ഞാൽ അമ്പലത്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്, ചിദംബരം എല്ലാം. അതെ, ഇത് നേരെ മറിച്ച് ഇപ്പോൾ കടലിൻ്റെ അരികത്താണ്. ഇപ്പം നമ്മുടെ രാമേശ്വരം, വേളാങ്കണ്ണിയൊക്കെ പോലെ ഒരു വലിയൊരു സ്പിരിച്വൽ പ്ലേസാണ് തിരുച്ചെന്തൂർ എന്ന് പറയുന്നത്. ഇപ്പോൾ തിരുച്ചെന്തൂർ പോയപ്പോഴത്തേക്കും ഞാൻ ഐ വാസ് നോട്ട് പ്രിപ്പയർഡ്. എനിക്ക് തിരുച്ചെന്തൂരിനെ കുറിച്ച് അങ്ങനെ വലിയൊരു നോളജ് ഒന്നും ഉണ്ടായിരുന്നില്ല. ബേസിക് ഇത് വായിച്ചിട്ട് പോയുള്ളൂ. അവിടെ പോയപ്പോൾ ഒരു വലിയൊരു ട്രാൻസ്ഫോർമേഷൻ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു. പവർഫുൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വാസ് ട്രാൻസ്ഫോമിങ്.
നമ്മുടെ ലൈഫിൽ ഒരു ഹൈലൈറ്റ് എന്ന് പറയാൻ ഉള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നു അത്. ആൻഡ് ഐ വാസ് ഡ്രോൺ ആ സ്ഥലത്തോട്ട് പിന്നെയും വരണം എന്ന് പറഞ്ഞിട്ടുള്ളൊരു അനുഭവങ്ങളുണ്ടായി. എപ്പോഴാണ് ആ ഡേറ്റ് കണ്ടപ്പോഴാണോ അതോ അവിടെ ജസ്റ്റ് ആ സ്പേസിൽ ഇല്ല, ഇരുന്നപ്പോഴാണോ? ആ അമ്പലത്തിൻ്റെ അകത്ത് പോയ സമയത്ത് തന്നെ അത് നമ്മൾ ഒരു മെൽറ്റ് ആൻഡ് മേർജ് എന്ന് പറയൂലേ, യുനോ ഇറ്റ് വാസ് ഭയങ്കര ഒരു അനുഭൂതിയായിരുന്നു അത്. ഇതിങ്ങനെ പറഞ്ഞാലും അതിന് നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ തിരുച്ചെന്തൂർ ഇസ് എ വെരി യുണീക്ക് പ്ലേസ്. ആ അമ്പലത്തിനെ കുറിച്ച് തന്നെ വേണമെങ്കിൽ 1 മണിക്കൂറത്തേക്കുള്ളൊരു പോഡ്കാസ്റ്റ് വേണമെങ്കിൽ എടുക്കാം. ഒരു 1 മിനിറ്റിലൊന്ന് 1 മണിക്കൂർ ജസ്റ്റ് ഒന്ന് പറയാൻ ഞങ്ങളുടെ അടുത്ത് എന്താണ് വെരി യുണീക്ക് ആയിട്ടാണ്? യുണീക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കൊടിമരങ്ങളുള്ള അമ്പലമാണത്. നേരത്തെ പറഞ്ഞ പോലെ 50 feet ബിലോ ദ സീ ലെവൽ. ആ അമ്പലം നിർമ്മിച്ച ആരാണെന്ന് പോലും രാജാക്കന്മാരൊന്നല്ല. അതിൻ്റെ ആ ഒരു ടെമ്പിൾ കൺസ്ട്രക്ഷൻ്റെ പ്രോജക്റ്റ് ഇത് ആരാ ചെയ്തത് ആർക്കും അറിഞ്ഞൂടാ സത്യം പറഞ്ഞാൽ. അത് ഇതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നത് സ്കന്ദപുരാണത്തിലാണ്. സ്കന്ദപുരാണത്തിൽ മയൻ എന്ന് പറയുന്ന ഈ ദേവലോകത്തുള്ള ആർക്കിടെക്റ്റാണ് വന്ന് ചെയ്തതെന്നാണ് പറയുന്നത്. ആൻഡ് യുദ്ധം നടന്ന സ്ഥലമാണെന്നാണ് പറയുന്നത്. അപ്പോൾ മുരുകൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഗോഡ് ഓഫ് വാർ. അപ്പോൾ ക്രേറ്റോസ് അല്ല, ശരിക്കും പറഞ്ഞാൽ ഈ സ്കന്ദപുരാണം വായിക്കുന്ന സമയത്ത് അതിനെക്കുറിച്ച് ജസ്റ്റ് നമ്മൾ പഠിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ അവെഞ്ചേഴ്സ് സീരീസൊക്കെ നമ്മൾ കാണാറില്ല, സൂപ്പർ ഹീറോ മൂവീസ് അതൊക്കെ. അതും സ്കന്ദപുരാണം നോക്കുമ്പോൾ ഈ മൂവീസ് ഒന്നും അല്ലാന്ന് നമുക്ക് മനസ്സിലാവും. എന്നുവെച്ചാൽ ഇതിനെക്കാട്ടി ഒരു 10 ഇരട്ടിയാണ് അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഈ സ്കന്ദപുരാണം ഇസ് ബേസിക്കലി ഇറ്റ്സ് അബൌട്ട് ഒരു 6 വയസ്സുള്ളൊരു പയ്യൻ ഒരു പടം നയിച്ച് വരുന്നതാണ് ടു ഫൈറ്റ് സൂരപത്മൻ ആൻഡ് താരകാസുരൻ. ഇവരെ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നൊരു ചെറിയ പയ്യനാണ്. അപ്പോൾ അതിൽ പറയുന്നുണ്ട്, ഇത് ഈ അസുരൻ ഇപ്പോൾ മുരുകനെ കാണുമ്പോൾ പറയുന്നുണ്ട്, പല്ല് പോലും മുളയ്ക്കാത്ത നീയാണോ എൻ്റെ കൂടെ യുദ്ധം ചെയ്യാൻ വരണേന്ന് പറഞ്ഞിട്ടുണ്ട്. ബട്ട് മുരുകൻ വാസ് ഫിനോമിനൽ എന്ന് പറയണത്. ശിവനും ശക്തിയും ചേർന്നൊരു ഇതാണ് മുരുകം എന്ന് പറയുന്നത്. അപ്പോൾ കൈലാസത്തു നിന്ന് താഴത്തോട്ട് വന്ന് പടം നയിച്ച് വന്ന് യുദ്ധം ജയിക്കുന്ന ഒരു ഇതാണ്. അപ്പോൾ സ്കന്ദപുരാണം ബേസിക്കലി ഇൻ ഷോർട്ട് ഇത് പറയുന്നത്. അപ്പോൾ അതിൽ തിരുച്ചെന്തൂർ ഇസ് ദി പ്ലേസ്. അവിടെയാണ് ലാസ്റ്റ് പട വന്ന് നിന്ന് അവിടെ നിന്നാണ് യുദ്ധം ചെയ്തു എന്നാണ് പറയുന്നത്. അങ്ങനെ 2-3 വേറെ സ്ഥലങ്ങളും ഉണ്ട്, യുദ്ധം നടന്ന വേറെ സ്ഥലങ്ങളും ഉണ്ട്. ബട്ട് ദിസ് പ്ലേസ് ഇത് ആ എനർജി ഇസ് സോ അലൈവ് എന്ന് വെച്ചാൽ ഭയങ്കര ഒരു ശക്തിയുള്ള സ്ഥലമാണ്. അതാണ് ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഈ സ്കന്ദഷഷ്ടിയുടെ ഷഷ്ടി എന്ന് പറയുന്നത് 6th day. അന്ന് സൂര്യസംഹാരം എന്ന് പറയും. സൂര്യസംഹാരം തിരുച്ചെന്തൂരിൽ നടക്കുന്നത് ഇറ്റ് ഇസ് ഫേമസ്. തമിഴ്നാട്ടിൽ ഷഷ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു സെലിബ്രേഷൻ. അത് തിരുച്ചെന്തൂരിൽ അന്ന് പിന്നെ എടുത്ത് ഇടാൻ പറ്റില്ല, അത്രയും തിരക്കുണ്ടാവും, അത്രമാത്രം ആൾക്കാരുണ്ടാവും അവിടെ. ഈ മുരുകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വികാരമാണ് സത്യം പറഞ്ഞാൽ. അപ്പം അങ്ങനത്തെ ഒരു സ്ഥലമാണ് തിരുച്ചെന്തൂർ. അപ്പോൾ നമ്മളിതൊക്കെ പറയുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഷഷ്ടി ഫാസ്റ്റിംഗ്. അപ്പോൾ എനിക്കൊരു സമയം കിട്ടി, കഴിഞ്ഞ ഒരു മാസം മുമ്പ് ഷഷ്ടി വ്രതം എടുക്കണം എന്നൊരു ഇത് വന്നു. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു നേർച്ചയോ അങ്ങനെയൊന്നുമല്ല, ജസ്റ്റ് ഒന്ന് നോക്കാം ഇതെങ്ങനെയാണെന്ന് പറഞ്ഞിട്ട്. പിന്നെ ഒരു അഡ്വഞ്ചറും കൂടിയാണ്. നമുക്ക് ഈ വ്യൂവേഴ്സിന് വേണ്ടി പറയാം, ഷഷ്ടി വ്രതം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലതരത്തിലുള്ള ഫാസ്റ്റിങ് ചെയ്യാൻ പറ്റും. വെള്ളം കുടിക്കാതിരിക്കാം, ചിലവർ 2 നേരമേ കഴിക്കുള്ളൂ, ചിലവർ 1 നേരമേ കഴിക്കുള്ളൂ, ചിലവർ ഒന്നും കഴിക്കില്ല. അപ്പോൾ ഈ ചങ്ങനാശ്ശേരിയിൽ പെരുന്ന എന്ന് പറഞ്ഞൊരു അമ്പലമുണ്ട്. പെരുന്ന സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ മാത്രമേ ഉള്ളൂ മുരുകൻ്റെ വേലുണ്ടല്ലോ, അത് അപ്സൈഡ് ഡൗൺ. അതെ, നേരെ തിരിച്ചാ വെച്ചിരിക്കുന്നത്. അത് ഇന്ത്യയിലെ ആ ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ. വേറെ ഒരെണ്ണം കൂടി ഉണ്ട്, നീണ്ടൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്തുണ്ട്, പക്ഷേ ഇതാണ് മെയിൻ. അപ്പോൾ ഇവിടെ ഒന്ന് പോകണം, അവിടുത്തെ ആ ഒരു എനർജി എങ്ങനെയാണെന്നൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഓർത്ത് പോയത്. ഞാൻ വിചാരിച്ചു വെള്ളം കുടിക്കാൻ പറ്റും എന്നുള്ളൊരു ഐഡിയയിലാണ് ഞാൻ പോയത്. പക്ഷെ അവിടെ പോയതിന് ശേഷമോട് മനസ്സിലായത് വെള്ളം പോലും കുടിക്കാൻ പറ്റില്ല. അപ്പോൾ അന്ന് ഞങ്ങൾ 4 പേരെ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ തുടക്കം മുതലേ വെള്ളം കുടിക്കാൻ പറ്റില്ല. അതായത് ഇപ്പോൾ ഞാൻ പറയാം, അത് ഇപ്പോൾ കാലത്ത് എണീറ്റ് കഴിഞ്ഞാൽ പേസ്റ്റ് ഉപയോഗിക്കരുത്, മാവല വെച്ചിട്ട് നമ്മൾ ചെയ്യാവൂ. വെളുപ്പിന് 4 മണിക്ക് എണീക്കണം, കുളത്തിൽ മുങ്ങി കുളിക്കണം, ചെരുപ്പിടരുത്. പിന്നെ കിടന്നുറങ്ങുന്നതൊക്കെ അമ്പലത്തിൻ്റെ ഒരു ഊട്ടുപുരയുണ്ട്, അവിടെ കുറച്ച് ബെഞ്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. വെരി ബേസിക് പ്രിമിറ്റീവ്, അത്ര വലിയ ഫെസിലിറ്റി ഇല്ല. കാരണം അതാണ് അതിൻ്റെ കോൺസെപ്റ്റ്. അങ്ങനെ ഫെസിലിറ്റീസ് വേണ്ട. അതിൽ നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള ആ ഒരു
കാര്യങ്ങൾ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ചലഞ്ച് പോലെയാണത്. ഞങ്ങൾ 4 പേരുണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രായം കൂടിയത് വന്നിട്ട് ഒരു അമ്മച്ചി, ഒരു 83 84 വയസ്സുള്ളൊരു അമ്മയായിരുന്നു. പുള്ളിക്കാരിക്ക് പല്ലില്ല, കുറച്ച് പല്ലേ ഉള്ളൂ. പക്ഷേ ഷഷ്ടി ഫാസ്റ്റിംഗ്, ഷഷ്ടി വ്രതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ശ്രദ്ധയോടെ ചെയ്യുന്നൊരു അമ്മച്ചിയാണ്. പിന്നെ രണ്ടാമത്തെ ഒരു ചേട്ടൻ, പുള്ളി 60 വയസ്സായി. പിന്നെ ഞാൻ, പിന്നെ വേറെ ഒരു 30-31 വയസ്സുള്ള വേറൊരു പയ്യനുണ്ടായിരുന്നു. ഫസ്റ്റ് ഡേ തൊട്ട് നോ വെള്ളം, നോ ഫുഡ്. ഓക്കെ, ആ കൂടെ വെള്ളം എപ്പോഴാണ് കുടിക്കാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉച്ചപൂജയ്ക്ക് മുമ്പ് ആ കിണറ്റിൽ നിന്ന് 2 ഗ്ലാസ് വെള്ളം കുടിക്കാം. 2 ഗ്ലാസ് അത്രേ ഉള്ളൂ. ഓക്കെ. കൂടി പോയി കഴിഞ്ഞാൽ 300 ml. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ദിവസം വരെയും വെയിറ്റ് ചെയ്യണം 300 ml കുടിക്കാൻ. അതെ. നിങ്ങളിപ്പോൾ ആദ്യത്തെ ദിവസം ഒരു കപ്പ് എടുത്തുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ ഒരൊറ്റ കപ്പേ കിട്ടുള്ളൂ. ഓക്കെ. ഞാൻ എന്തൊരു ഭാഗ്യവശാൽ എനിക്ക് കുറച്ചും കൂടി വെള്ളം കിട്ടി. അതുകൊണ്ട് എനിക്ക് ആ സെയിം ക്വാണ്ടിറ്റി അവർ തന്നു. ഓ, അങ്ങനെ അവർ നോക്കും. അവർ നോക്കും. അവിടുത്തെ ആ അമ്പലത്തിലുള്ള എല്ലാവരും ഈ ഷഷ്ടി വ്രതം എടുക്കുന്ന ആൾക്കാരെ ഭയങ്കര സപ്പോർട്ടീവാണ്. അവിടെ തൊഴാൻ വരുന്ന ആൾക്കാർ പോലും നമ്മുടെ ആ ഒരു വ്രതം സക്സസ് ആകണമെന്ന് പറഞ്ഞിട്ട്, വിജയിക്കണം എന്ന് പറഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന അവരാ. ആ പെരുന്നയിൽ തൊഴാൻ വരുന്ന ആൾക്കാരാ. അതൊരു വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ അറിഞ്ഞില്ല കേരളത്തിൽ ഇങ്ങനെയും ഭക്തന്മാരുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്. ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ഇൻ ദ സെൻസ് നമുക്ക് ഫസ്റ്റ് 3 days സഫറിങ്ങാണ്. എന്നുവെച്ചാൽ ഒന്ന് ആലോചിച്ചേക്കുക വയസ്സൊക്കെ, നമുക്ക് ഫുഡില്ല, ദാഹിക്കണമെങ്കിൽ പോലും വെള്ളം കുടിക്കാൻ പാടില്ല. നമ്മുടെ ആ ഒരു എന്താ ആഗ്രഹങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു പ്രിമിറ്റീവ് അർജസ് എന്ന് പറയില്ലേ, സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറേ കാര്യങ്ങൾ, ഫുഡ്, വാട്ടർ, സ്ലീപ്പ്, ഇതെല്ലാം ബ്രേക്ക് ചെയ്യുന്നൊരു സിസ്റ്റമാണത്. ഇതിൽ നിന്ന് നിനക്ക് എങ്ങനെ ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും, അതാണ് ഒരു മെയിൻ കോൺസെപ്റ്റ്. അല്ലാതെ നമ്മൾ ഫാസ്റ്റ് ചെയ്തിട്ട് ആർക്കും ഒന്നും കിട്ടാൻ പോണില്ല, അതല്ല അതിൻ്റെ ഒരു സംഭവം. എക്സ്പീരിയൻസ് ആണ്. പിന്നെ അവിടുത്തെ പൂജകളെല്ലാം നമ്മൾ അറ്റൻഡ് ചെയ്യണം. കാലത്ത് 4 മണി തൊട്ട് രാത്രി അത്താഴ ശിവേലി സഹിതം നമ്മളത് അറ്റൻഡ് ചെയ്യണം. അത് മസ്റ്റാണ്. ഇതിലെന്തെങ്കിലും ഒരു ചെറിയൊരു മിസ്റ്റേക്ക് വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പുറത്ത് പോയിക്കോന്ന് പറയും. മതി, ചേട്ടൻ്റെ വ്രതമൊക്കെ മതി, പോയിക്കോന്ന് പറയും. അത്ര സ്ട്രിക്റ്റായിട്ട് നോക്കുന്ന, വർഷങ്ങളായിട്ട് ചെയ്തു വരുന്ന ഈ 80 വയസ്സുള്ള അമ്മച്ചി ഒരു 50 വർഷമായിട്ട് ഈ സംഭവം ഷഷ്ടിവ്രതം എടുക്കുന്ന മിക്ക വർഷങ്ങളും പുള്ളിക്കാരി എടുക്കും. അവരുടെ ലൈഫിൽ ഭയങ്കര ഒരു ഇമ്പാക്റ്റാണ്. ഈ പവർഫുൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ വലിയ ഇതൊന്നും വേണമെന്നൊന്നുമില്ല. ചെറിയൊരു ട്രാൻസ്ഫോർമേഷൻ, ലൈഫിലൊരു ട്രാൻസ്ഫോർമേഷൻ വരുന്നൊരു ഇൻസിഡൻറ്റ് ആണ് കൂടുതൽ നമ്മൾ പവർഫുൾ എന്ന് പറയുന്നത്. അത്രയും ഒരു ഇമ്പാക്റ്റ് വന്ന ഒരു പ്രോസസ്സാണിത് പലവർക്കും. ആ പെരുന്ന ആ ഭാഗത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും, അത്രയും ആ ഒരു ശക്തിനെക്കുറിച്ച് അവർക്ക് പറയാനുണ്ട്. 3-ാമത്തെ ദിവസം വരെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. 4-ാമത്തെ ദിവസം കുഴപ്പമില്ല, പക്ഷേ ഭയങ്കര ക്ഷീണം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് പ്രദക്ഷിണം വയ്ക്കണം, കുറേ കാര്യങ്ങൾ ചെയ്യണം. അതായത് നിൽക്കണം, ഈ പൂജയൊക്കെ തൊടാൻ വേണ്ടിയിട്ട് കുറേ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും നമ്മളൊരു പരുവത്തിലാവും. എന്നുവെച്ചാൽ കഴിഞ്ഞു, ഇനി പറ്റൂല എന്ന് പറഞ്ഞിട്ടത്. 5-ാമത്തെ ദിവസം അവർ വെള്ളം കുടിക്കുന്നതിന് മുമ്പ് 5 കുരുമുളക് തരും. കുരുമുളക് ചവച്ചരച്ച് കഴിക്കണം, എന്നിട്ട് പിന്നെ വെള്ളം കുടിച്ചോ. അത് ഒരു ടെസ്റ്റിംഗ് ടൈമായിരുന്നു. ഭയങ്കരമായിട്ട് നമ്മൾ അങ്ങേ അറ്റം പരീക്ഷിക്കും. 6th ഡേ 2 മണിക്ക് എണീക്കണം വെളുപ്പിന്. ഞാൻ വിചാരിച്ചു ഞാൻ അന്ന് മിക്കവാറും തല കറങ്ങി വീഴുന്നു വിചാരിച്ചു. പക്ഷേ ദൈവാദിനം കൊണ്ട് 6th ഡേ എനിക്ക് ഫുൾ ഓഫ് എനർജി ആയിരുന്നു. ഐ വാസ് ഫുൾ ഓൺ. എനിക്കറിയാം എനിക്ക് വിശപ്പുണ്ടെന്നൊക്കെ എനിക്കറിയാം, പക്ഷെ എൻ്റെ മൈൻഡിന് അത് ഓവർകം ചെയ്യാൻ പറ്റി. അപ്പോൾ മനസ്സിലായൊരു കാര്യം, നമ്മുടെ ഈ വിശപ്പും ദാഹവും കുറേയൊക്കെ എല്ലാം എന്നല്ല ഞാൻ പറയണേ, കുറേയൊക്കെ ഒരു മെൻ്റൽ ഇതാണ്. നമ്മൾ തന്നെയായിട്ട് ഒന്ന് സങ്കല്പിച്ചുണ്ടാക്കിയ കുറേ കാര്യങ്ങളാണെന്ന് എനിക്ക് മനസ്സിലായി. അത് ഓവർകം ചെയ്യാൻ പറ്റി. 6th ഡേ അങ്ങനെ സക്സസ്ഫുള്ളായിട്ട് ചെയ്തു തീർത്തു. 7th ഡേ കാലത്ത് കുറച്ച് പ്രോസസ്സ് ഉണ്ട്, അതൊക്കെ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഫാസ്റ്റ് ബ്രേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇളനീര് കുടിച്ച് ഫാസ്റ്റ് ബ്രേക്ക് ചെയ്യും. അത് ഈ ഷഷ്ടിയുടെ അന്ന് 1 ലക്ഷത്തിൽ കൂടുതൽ ആൾക്കാർ വരും അവിടെ അമ്പലത്തിൽ. ഒരു ലൈഫിൽ മറക്കാൻ പറ്റാത്തൊരു സംഭവമാണത്. നമ്മൾ ഈ ഫ്ലൈറ്റിൽ പോകുമ്പോൾ പലപ്പോഴും ഇങ്ങനെ വിചാരിക്കും, ഫ്ലൈറ്റ് എങ്ങാനും ക്രാഷ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ കടലിൽ പെട്ടുപോയി കഴിഞ്ഞാൽ ഫുഡും ഇതൊന്നും ഇല്ലാതെ നമുക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു ചെറിയൊരു എക്സ്പീരിയൻസ് ആണ് സത്യം പറഞ്ഞാൽ ഇതിൽ കിട്ടിയത്. ഞാൻ ചോദിച്ചിട്ട് ബോഡിയിൽ ഇപ്പോൾ നമ്മൾ വാഷ്റൂമിലൊക്കെ പോകുമ്പോൾ ഇത്രയും ദിവസം കഴിക്കാണ്ടിരിക്കുമ്പം നമുക്ക് ഇത് മെയിനായിട്ട് ഇതാണ്, ആ 2 ഗ്ലാസ് വെള്ളം കുടിക്കണതിൻ്റെ യൂറിൻ പാസ് ഇത് മാത്രമേ ഉള്ളൂ. അത് കുറച്ച് പാടാണ്, ഭയങ്കര ഒരു അൺകംഫർട്ടബിൾ ആയിട്ടുള്ളൊരു
ഇതാണ്. റൈറ്റ്. അല്ല നമ്മൾ വേറെ ഫുഡ് ഇൻടേക്ക് ഒന്നും ഇല്ലല്ലോ. ശരി. അപ്പോൾ വേറെ ബാത്റൂമിൽ പോണത് അങ്ങനത്തെ ഇതൊന്നുമില്ല. യൂറിൻ പാസ് ചെയ്യുമ്പോൾ ഇറ്റ് ഇസ് ഭയങ്കര പാടാ. ബട്ട് ആ ഒരു സ്ഥലം അവിടെ നിന്ന് ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയത്ത് ഇറ്റ്സ് എ ഡിഫറെൻ്റ് എനർജി എക്സ്പീരിയൻസ്. അതാണ് അതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. പിന്നെ ഡെഫിനറ്റ്ലി ഇതിപ്പോൾ ഞാനീ പറഞ്ഞില്ലേ, ഈ 80 വയസ്സുള്ളൊരു അമ്മമ്മ, പുള്ളിക്കാരിയുടെ ലൈഫിൽ കുറേ സംഭവങ്ങളുണ്ട്. കുറേ ഇങ്ങനെ പറയും. അപ്പോൾ അതിൽ ഇപ്പോൾ ഒരു ഷഷ്ടിവ്രതത്തിന് പുള്ളിക്കാരിയുടെ മകന് 9-10 കൊല്ലമായിട്ട് കുട്ടികളില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിന്ന് ചെയ്തു. അടുത്ത കൊല്ലം ട്വിൻസായി എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഗ്രാറ്റിറ്റ്യൂഡിനും നന്ദിക്കും വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുന്നു. ഇതെല്ലാം ഓരോരോ കാരണങ്ങൾക്ക് വേണ്ടിയിട്ട് ആൾക്കാർ ചെയ്യും. പക്ഷെ ബേസിക്കലി നമ്മുടെ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഒരു ഈ അഗ്നി ഉണ്ട്. ദർ ആർ സോ മെനി ജഠരാഗ്നി എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. ഈ ഫുഡ് അതെ ഡൈജസ്റ്റ് ചെയ്യാൻ ഇതെങ്ങനെ നമുക്ക് കൺവേർട്ട് ചെയ്ത് നമ്മുടെ വേറെ ഒരു ആസ്പെക്റ്റിലോട്ട് നമുക്കത് കാര്യങ്ങൾ എങ്ങനെ എനർജി യൂട്ടിലൈസ് ചെയ്ത് എങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൊരു പ്രോസസ്സും കൂടിയാണ് ഇത്. വേറെ ആൾ പറഞ്ഞത് എൻ്റെ അടുത്ത്. അപ്പോൾ ജഠരാഗ്നി എങ്ങനെ നമുക്കത് ട്രാൻസ്ഫോം ചെയ്ത് ആ ഒരു ശക്തി എങ്ങനെ നമുക്ക് ഉദ്ദേശിച്ച കാര്യത്തിലോട്ട് അത് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റും, മെറ്റീരിയലൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു പ്രോസസ്സാണിത്. ചിലവർ ഒരു ആവശ്യവും വേണ്ട, എനിക്കൊരു ആവശ്യമില്ല, പക്ഷെ എനിക്കിത് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെന്നുള്ള രീതിയിലും വന്ന് എക്സ്പീരിയൻസ് ചെയ്ത് പോകാറുണ്ട്. ബട്ട് ഇത് ആര് ചെയ്താലും ലൈഫിൽ മറക്കാൻ പറ്റാത്തൊരു ഇൻസിഡൻ്റ് ആയിരിക്കും. ഫുഡും ഇല്ല വെള്ളവും ഇല്ലാത്തൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സംഭവമാണത്. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു സംഭവം അങ്ങനെയല്ല തോന്നുന്നത്. ഇറ്റ് വാസ് ഒരു ഇതുവരെയായിട്ട് ചെയ്യാത്തൊരു സംഭവം, ഒരു പ്രോസസ്സ്, അത്രേ ഉള്ളൂ. ബ്യൂട്ടിഫുൾ. അപ്പം നമ്മുടെ പോഡ്കാസ്റ്റിൻ്റെ അവസാനം വരെ എത്തിയിരിക്കുകയാണ്. ആൻഡ് ഐ എം റിയലി ഗ്ലാഡ് നമുക്ക് മുരുകനെക്കുറിച്ചും കുറച്ച് സംസാരിക്കാൻ പറ്റി. ആക്ച്വലി ഞാൻ ഒരു സൂരജണ്ണനെ പരിചയപ്പെട്ടായിരുന്നു. സൂരജണ്ണൻ വളരെ ഒരു ക്ലോസ് ഫ്രണ്ട് മെഡിറ്റേറ്ററാണ്. പുള്ളി എപ്പോഴും എൻ്റെ അടുത്ത് പറഞ്ഞു, ആ മുരുകൻ്റെ സമയമാണ്. അപ്പോൾ ഞാനൊരു സൂരജണ്ണൻ എന്താ ഈ പറയണേന്ന്. സോ നമുക്ക് അതിനെക്കുറിച്ചും കുറച്ചൊന്ന് സംസാരിക്കുക. സൂരജണ്ണൻ എന്താണ് സംസാരിക്കുക, ആൻഡ് ദെൻ വിൽ എൻഡ് ഇറ്റ്. ഇതിപ്പോൾ ചിലർ പറയണത് ഇത് മുരുക യുഗം എന്നാണ് ഇത് പറയുന്നത്. വാട്ട് എവർ ഇറ്റ് ഇസ്, ഇപ്പം നമ്മുടെ ലോകം ത്രൂ ഔട്ട് ദ വേൾഡ്, ലോകം മൊത്തം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു വലിയൊരു നെഗറ്റീവായിട്ടുള്ളൊരു ഇതിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ഈ ദൈവികത എന്ന് പറഞ്ഞൊരു ഫോഴ്സ് വേണ്ടൊരു സമയം കൂടിയാണത്. ദൈവികത ഇല്ലെങ്കിലും വാട്ട് എവർ ദാറ്റ് വർക്ക്സ്, ഒരു അപ്ലിഫ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് വരുന്ന എന്തായാലും ഈ ലോകത്തിന് ഇപ്പോൾ ഒരു ആവശ്യമുള്ളൊരു സമയം, വളരെ ഒരു നിർണായകമായിട്ടുള്ളൊരു സമയമാണിത്. അതിൽ ഈ ഒരു മുരുക യുഗം എന്ന് പറയുന്നത്, മുരുകൻ്റെ എനർജി ഭയങ്കരമായിട്ട് ആൾക്കാർക്ക് എത്തിപ്പെടാൻ പറ്റുന്നുള്ളൊരു ഇതിലാണ് കുറേ ആൾക്കാർ പറയുന്നത് ഇതിനെക്കുറിച്ച്. അത് സത്യമാണ്. ഇപ്പോൾ ഞാനിപ്പോൾ കുറേ ആൾക്കാരിൽ ഞാനത് കാണുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിൽ ഇവിടെ മുരുകനെക്കുറിച്ച് ഒരു സംഭവം പോലും അറിയാത്തൊരാൾ എനിക്ക് അതിൽ വന്നു. പല ആൾക്കാർക്ക് പല എക്സ്പീരിയൻസസ് ഉണ്ട്. ഈ സൂരജ് എന്ന് പറഞ്ഞ അദ്ദേഹം എനിക്ക് തോന്നുന്നു LMRK എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പായിട്ട് അസോസിയേറ്റഡ് ആണ്. അതിൽ രജിത് കുമാർ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. പുള്ളിക്ക് വരുന്ന എക്സ്പീരിയൻസസ് ഇറ്റ്സ് ജസ്റ്റ് ഔട്ട്സ്റ്റാൻഡിങ്. അത് കുറേ ആൾക്കാർ അതിനെക്കുറിച്ച് നോക്കേണ്ടതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ട് ഓഫ് ദ വേൾഡ് എക്സ്പീരിയൻസസാണ്. അതിൻ്റെ ബേസിസിൽ പുള്ളി കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇമ്പാക്റ്റ് നമുക്കിപ്പോൾ കാണാം. പുള്ളി പ്രെഡിക്റ്റ് ചെയ്ത, പുള്ളി പറഞ്ഞ കുറേ കാര്യങ്ങൾ ഇറ്റ് ഇസ് ആക്ച്വലി ഹാപ്പനിങ്. അതിപ്പോൾ ഇന്ത്യയുടെ എക്കണോമിയുടെ ഇതായാലും തന്നെ, ഇന്ത്യ ചൈന ബോർഡർ ഡിസ്പ്യൂട്ടും തന്നെ പുള്ളി ഇത്ര കൊല്ലങ്ങൾക്ക് മുമ്പ് പറഞ്ഞ ഇന്ന സംഭവം ഇന്നത് ഇങ്ങനെയാകും, അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളിത് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ഇസ് മാനിഫെസ്റ്റിംഗ്. അപ്പോൾ ഒരു മുരുക യുഗം എന്നാണ് പറയുന്നതിൽ സംശയമില്ല ശരിക്കും പറഞ്ഞാൽ. ആൻഡ് ഇത് മുരുകൻ്റെ ശക്തി എന്ന് മാത്രമല്ല, പല ആസ്പെക്ട്സിലും ഇതിലിപ്പോൾ പല ഡിവൈൻ എനർജീസ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഇത് നോക്കിയാൽ തന്നെ, യൂട്യൂബ് നോക്കിയാൽ തന്നെ ഭൈരവ സാധനയെക്കുറിച്ച് ഇപ്പോൾ കുറേ പേര് സംസാരിക്കുന്നുണ്ട്. ഏതായാലും ആൻഡ് ഓൾസോ ഇൻ ടേംസ് ഓഫ് സ്പിരിച്വാലിറ്റി, മോർ പീപ്പിൾ ആർ ലുക്കിംഗ് ഇൻ ടു ഒരു സ്പിരിച്വൽ ആസ്പെക്റ്റ് ഒന്ന് നോക്കുന്നുണ്ട് അത്. സോ ഇറ്റ് ഇസ് ദെയർ. അത് വേണം. ഇത് റിലീജിയൻ അല്ല, ഒരു സ്പിരിച്വൽ ലെവലിൽ നിന്ന് നോക്കുവാണെങ്കിൽ ഇപ്പം വേണ്ടൊരു സംഭവമാണത്. ഏത് റിലീജിയൻ ആയിക്കോട്ടെ, സ്പിരിച്വാലിറ്റി ഈസ് മസ്റ്റ്. അത് വേണം. എന്നാൽ മാത്രമേ നമുക്ക് എല്ലാവർക്കും ഒരു നന്മ ഉണ്ടാവുള്ളൂ. അതെ, ഡെഫിനറ്റ്ലി. അതെ. ആൻഡ് അതിൻ്റെ ഒരു
ഡെഫിനറ്റ് ആസ്പെക്ട്. ഞാനും ഇങ്ങനെ ബിയർ ബൈസ് പോഡ്കാസ്റ്റ് ഭൈരവ് സാധനം കേൾക്കുമ്പോഴും എങ്ങനെ അതിലോട്ട് എത്തിപ്പെടാന്നുള്ളൊരു വളരെ ഒരു ടോക്കാണ്. അപ്പോൾ ഫോർ മീ ഓൾസോ ഇറ്റ് ഈസ് ഹൈലി നീഡഡ് ദാറ്റ് യു നോ പീപ്പിൾ എന്തെങ്കിലും ഒരു ചെറിയ സാധനയോ പ്രാക്ടീസോ. സോ അത് കാരണമാണ് ഞാനും പോഡ്കാസ്റ്റ് ചെയ്യണത്. അതായത് അവർ ഇന്നറിഞ്ച് തന്നെ ചെയ്യണമെന്നില്ല. ഇപ്പോൾ ശ്രീയമുണ്ട്, ശ്രീ രവിശങ്കർ ഉണ്ട്, അങ്ങനെ നമുക്ക് വളരെ ജെന്യൂനായ മാസ്റ്റേഴ്സ് ഉണ്ട്. അപ്പം ആരുടെയെങ്കിലും ഒരു ചെറിയ പ്രാക്ടീസോ ചെയ്യുകയാണെങ്കിൽ ഐ തിങ്ക് പീപ്പിൾ വിൽ ബി അവൈലബിൾ ടു ദീസ് എനർജീസ്. ഇതിലിപ്പോൾ എനിക്ക് ഒത്തിരി പേര് എന്നെ ഗൈഡ് ചെയ്തിട്ടുണ്ട് ലൈഫിൽ. ഇപ്പോൾ ഒരു വലിയൊരു ഒരു സിറ്റുവേഷനിൽ വന്നിട്ട് ഐ ഹാഡ് എ ഫ്രണ്ട്. എനിക്കൊരു ഫ്രണ്ട്, പുള്ളി ക്രിസ്ത്യനാണ്, ഭയങ്കര സ്പിരിച്വൽ ആയിട്ടുള്ള ഒരാളാണ്. കുറേ കാര്യങ്ങളിൽ എനിക്ക് ആൻസർ കിട്ടിയത് പുള്ളിയിൽ നിന്നാണ്. വെരി ക്ലോസ് ഫ്രണ്ട് ഓഫ് മൈൻ. പുള്ളി എന്നെ ഗൈഡ് ചെയ്തത് ഒരു സമയത്ത് ഗൈഡ് ചെയ്തത് ഒരു ആസ്ട്രോളജറുടെ അടുത്ത്. പുള്ളി മുസ്ലിമാണ്. ഓക്കെ, ഞാൻ അത്രയും ബഹുമാനത്തോടെ കാണുന്ന ഒരാളാണ്. എൻ്റെ ലൈഫിൽ അത്ര ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി. അപ്പോൾ ഞാൻ ആ സമയത്ത് പരിചയപ്പെടുന്ന ആൾക്കാരെല്ലാവരും ഡസൻറ്റ് മാറ്റർ ഏത് റിലീജിയൻ ഏതാണെന്നൊന്നും അതിലൊരു ഇറെലവൻ്റാണ്. പക്ഷേ ഒരു ഡിവൈൻ ഫോഴ്സ്, ഒരു ഡിവൈൻ കണക്ഷൻ, ഒരു സ്പിരിച്വൽ ഇറ്റ് ഇസ് ദെയർ. നമ്മളത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ മുരുകനെ കുറിച്ച് സംസാരിക്കണമെങ്കിൽ ഇനിയും സംസാരിക്കാം. തിരുച്ചെന്തൂർ എന്ന് പറഞ്ഞ സ്ഥലം തന്നെ ഒത്തിരി സംസാരിക്കാനുണ്ട്. അത് ഒരു പോഡ്കാസ്റ്റിന് വേണമെങ്കിൽ എടുക്കാം. ഇറ്റ് ഈസ് എ വെരി പവർഫുൾ പ്ലേസ്. അപ്പോൾ ഈ ഒരു ചെറിയ സെഗ്മെൻറ്റിൽ ഒരു ടേക്ക് ഹോം മെസ്സേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ വുഡ് ലൈക്ക് ടു ഫോക്കസ് ഓൺ തിരുച്ചെന്തൂർ എന്ന് പറഞ്ഞ സ്ഥലം. എല്ലാവരുടെയും ലൈഫിലും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും അത്, അതിൽ യാതൊരു സംശയമില്ല. സോ താങ്ക് യു ശങ്കരണ്ണ. നമ്മുടെ പോഡ്കാസ്റ്റ് ഇതോടെ എൻഡ് ചെയ്യാണ്. ഓക്കെ, സോ ഐ ഹോപ്പ് യു ഹാഡ് എ നൈസ് എക്സ്പീരിയൻസ്. ഇറ്റ് വാസ് ഫാന്റാസ്റ്റിക്. ഇൻവൈറ്റ് ചെയ്തതിന് വളരെയധികം നന്ദി. താങ്ക് യു വൈശാഖ്, താങ്ക് യു സോ മച്ച്. താങ്ക് യു ശങ്കരണ്ണ. സോ ഹോപ്പ്ഫുള്ളി വ്യൂവേഴ്സും ഇത് കണ്ടിട്ട് ഐ വിൽ ഇൻ ദ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ക്ലിനിക്സിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഇടാം. സോ ഇഫ് യു വാണ്ട് ടു കോൺടാക്ട് ശങ്കരണ്ണ യു ക്യാൻ കോൺടാക്ട് ത്രൂ ദെയർ. നിങ്ങൾക്ക് ഈ വീഡിയോ എന്തെങ്കിലും ഒരു ഇഫ് യു ഫീൽ യു ഹാവ് ബെനിഫിറ്റഡ് ഫ്രം ഇറ്റ്, ഓർ ഇഫ് യു ഫീൽ എനി ഓഫ് യുവർ റിലേറ്റീവ്സ് വിൽ ബെനിഫിറ്റ് ഫ്രം ഇറ്റ്, പ്ലീസ് ഷെയർ ഇറ്റ് വിത്ത് ദം ആൻഡ് ഓൾസോ ലൈക്ക് ദ വീഡിയോ. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. അണ്ടിൽ നെക്സ്റ്റ് ടൈം. താങ്ക് യു.